Hi goodies, good afternoon. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ശരിക്കും ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനിരുന്നത് സുദർശൻ സാറിന്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ സൊല്യൂഷൻസ് സാറ് 8:30ക്ക് സെക്കൻഡ് സെക്ഷനിലായിരിക്കും, 8:15 8:30ക്കുള്ളിൽ സെക്കൻഡ് സെക്ഷനിലായിരിക്കും സൊല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷന്റെ വൺ ഷോട്ട് സീരീസ് ആണ് പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? നമുക്ക് തുടങ്ങിയാലോ? ഹായ് ഹായ് ഹലോ എല്ലാവർക്കും ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞ് സിനോപ്സിസ് കൊടുത്ത ശേഷം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത് ചാപ്റ്ററിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലോയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ, ഈ GIB നിങ്ങൾക്ക് 8-നാണ് വരുന്നത് അല്ലേ, ഒക്ടോബറിന്. അപ്പോൾ GIBക്കുള്ള 6 ചാപ്റ്റേഴ്സിൽ ഒന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ. നീറ്റ് എക്സാമിന് സാധാരണയായി നമ്മൾ 1 to 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയാസ് ഫസ്റ്റ് നിങ്ങളൊന്ന് മാപ്പ് ചെയ്യണം അല്ലേ. ബയോളജി പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ചാപ്റ്റർ മാപ്പിംഗ് ആണ്. എപ്പോഴും NCERTനെ റീഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ മാപ്പ് ചെയ്തേ നോക്കിയിട്ട് നിങ്ങൾ മൈൻഡിൽ റീതിങ്ക് ചെയ്ത് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് വേണം റിവിഷനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചാപ്റ്ററിനെ മാപ്പ് ചെയ്യാമെന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻസ് എന്നും നമുക്ക് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ നമ്മൾ 2 പാർട്ടുകളാണ് കാണാറുള്ളത് അല്ലെ. നമുക്ക് പറയാം ഇതിലൊരു സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഇവിടെ നമുക്ക് 2 സർക്കുലേറ്ററി പാത്വേ ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഏതൊക്കെയാണ്? ബ്ലഡ് വാസ്കുലർ സിസ്റ്റവും അതുപോലെ തന്നെ ലിംഫാറ്റിക് സിസ്റ്റവും അല്ലെ. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത് ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിനെ കുറിച്ച് വളരെ കുറച്ചേ നമ്മൾ പറയുന്നുള്ളൂ. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ലിംഫാറ്റിക് സിസ്റ്റത്തിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്, അത് പോകുന്ന ലിംഫാറ്റിക് വെസൽസും പിന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന ലിംഫോയിഡ് ഓർഗൻസും. പക്ഷേ ഈ ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ലിംഫ് എന്നാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ലിംഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ ലിംഫ്? ശരിക്കും നമ്മുടെ കാപ്പിലറീസ് കൊണ്ടുവരുന്ന ഫ്ലൂയിഡിനെ എന്ത് ചെയ്യും? ടിഷ്യൂ സ്പേസിലേക്ക് അത് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസിനെയും ഫ്ലൂയിഡ്സിനെയും ഒക്കെ വിടും. ഈ ഫ്ലൂയിഡ്സ് പിന്നെ തിരിച്ചു പോകുന്ന ഡ്രെയിനേജ് പാത്വേ ആണ് എന്തെന്ന് പറയുന്നത് ലിംഫാറ്റിക് വെസൽസ്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. ലിംഫും ബ്ലഡും തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അവിടെയുള്ള സെൽസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ കോമ്പോസിഷനിലൊക്കെ മൈന്യൂട്ട് ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം മാറ്റി വെച്ചാൽ പിന്നെ നമ്മുടെ ബോഡി കാണുന്ന മെയിൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മളെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. അപ്പോൾ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൽ നിങ്ങൾ ശരിക്കും ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പഠിക്കുന്നത് 3 കമ്പോണൻസ് അല്ലേ. ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലുള്ളത് ബ്ലഡ് അഥവാ നമ്മുടെ ഫ്ലൂയിഡ്, ദെൻ അത് പോകുന്ന ബ്ലഡ് വെസൽസ്, ആൻഡ് ഫൈനലി ഹാർട്ട് വിച്ച് ഇസ് ദ പമ്പിങ് ഓർഗൻ ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മൾ ബ്ലഡിനെ കുറിച്ച് എന്തെല്ലാം നോട്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു മെമ്മറൈസിങ് ആയിട്ടുള്ള ഒരു ചാർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിൽ 3 പാർട്ടാണ് ഉള്ളത്. ബ്ലഡ് വെസൽ, ഹാർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ബ്ലഡിനെ കുറിച്ചാണ്. അപ്പോൾ ബ്ലഡിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാം. ബ്ലഡിൽ ഒരു ഫ്ലൂയിഡ് കമ്പോണൻറ്റ് പ്ലാസ്മ 55% ആൻഡ് 45% സെൽസ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് എസ് ഫോംഡ് എലമെന്റ്സ്. അതാരൊക്കെയാണ്? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. നിങ്ങൾ ഈ 3 സെൽസിൻ്റെയും NCERT കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ RBC എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നു. അത് ഒരു കോൺകേവ് ഡിസ്ക് ഷേപ്ഡ് സെല്ലുകളാണ്. പിന്നെ നമ്മൾ അവരുടെ ലൈഫ് സ്പാൻ 120 days ആണ്. ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്, ഡിസ്ട്രോയിഡ് ആവുന്നത് സ്പ്ലീനിലാണ് വിച്ച് ഇസ് കോൾഡ് ആസ് ഗ്രേവ് യാർഡ് ഓഫ് RBC. അങ്ങനെയുള്ള സ്മോൾ പിന്നെ അതിൻ്റെ നമ്പർ എത്രയാണ്? 4.5 to 5.5 മില്യൺ സെൽസ് ആണ് ഉള്ളത്. ന്യൂക്ലിയസും മൈറ്റോകോൺഡ്രിയയും ഇല്ലാത്ത ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽ വിച്ച് കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോൾഡ് എസ് ഹീമോഗ്ലോബിൻ അല്ലെ. ഓക്സിജൻ ക്യാരിയിങ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഉള്ളത് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ RBCയെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യും. പിന്നെ നമ്മൾ WBCയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും WBCയുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. WBC അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് ആക്ച്വലി 6000 to 8000 സെല്ലുകളാണ് ഉള്ളത്. എഗെയിൻ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സെല്ലുകളെ ഗ്രാനുലോസൈറ്റ്സ്, അഗ്രാനുലോസൈറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഗ്രാനുലോസൈറ്റ്സിൽ ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ്, ഈസിനോഫിൽസ് ഉണ്ട്. അതുപോലെ അഗ്രാനുലോസൈറ്റ്സിൽ നമുക്ക് മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സും ഉണ്ട്. ഇനി നമ്മൾ ഇതിലെ
അബണ്ടൻസ് ഏറ്റവും കൂടുതലുള്ളത് തൊട്ട് കുറവ് വരെയുള്ളതിനെ ഓർഡർ ചെയ്യാൻ പഠിക്കും. അപ്പോൾ നമ്മൾ പറയും ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിൽസ്, ഫോളോഡ് ബൈ ലിംഫോസൈറ്റ്സ്, അത് കഴിയുമ്പോൾ മോണോസൈറ്റ്സ്, അത് കഴിയുമ്പോൾ നമുക്ക് ഇസിനോഫിൽസ്, ഏറ്റവും ലീസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ളത് ബേസോഫിൽ സെൽസ് ആണെന്ന് പഠിക്കും. അപ്പോൾ ഈ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഇവരുടെ മെയിൻ ഫങ്ഷൻ ഡിഫെൻസ് ആണ് അല്ലേ. ഇവരെന്തിനേയും ഫൈറ്റിംഗ് അവർ ലൈക്ക് എനിത്തിങ് വിച്ച് ഈസ് കമ്മിങ് ആസ് എ ഫോറിൻ ഏജന്റ്, അതിനെ ഫൈറ്റ് ചെയ്യാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് പ്ലേറ്റ്ലെറ്റിനെ കുറിച്ചാണ്. ആക്ച്വലി പ്ലേറ്റ്ലെറ്റ് ഒരു സെല്ലല്ല, ഒരു സെൽ ഫ്രാഗ്മെന്റ് ആണ്. മെഗാ കാരിയോസൈറ്റ് എന്ന് പറയുന്ന വലിയ സെല്ലിന്റെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റുകളാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഇവരുടെ ഏറ്റവും വലിയ ഫംഗ്ഷൻ ത്രോംബസ് അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ത്രോംബോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു അല്ലെ. അഗെയിൻ ഫോംഡ് ഇൻ ദ ബോൺ മാരോ ആസ് മെഗാ കാരിയോസൈറ്റ്സ് ആണ്. പിന്നെ ഇവർക്കും ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്പാൻ ഉണ്ട്. ഇവരുടെ നമ്പർ എന്ന് പറയുന്നത് 1.5 to 3 lakh സെൽസ് പെർ ക്യൂബിക് ml ഓഫ് ബ്ലഡ് ആണ്. അപ്പൊ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് കഴിഞ്ഞു? പ്ലേറ്റ്ലെറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ ബ്ലഡിനെ കുറിച്ച് നമ്മൾ ഫുള്ളായിട്ട് പഠിക്കുന്നു. ഓക്കെ, ബ്ലഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇനി നമ്മൾ അത് ശേഷം നോക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് ബ്ലഡിൽ തന്നെയുള്ള സബ് ടോപ്പിക്കുകളാണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡും അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സ് പറയും. നമുക്കറിയാം, ഒരു ബ്ലഡ് വെസൽ പൊട്ടുന്നു, അവിടെ ടിഷ്യൂ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ പ്ലഗ് ഫോം ചെയ്യുന്നു. എന്നിട്ട് ഈ ടിഷ്യൂ ഫാക്ടേഴ്സും പ്ലേറ്റ്ലെറ്റും കൂടി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഒരു കാസ്കേഡ് ഓഫ് റിയാക്ഷൻ നടക്കുന്നു. അതിൻ്റെ എൻഡിലായി prothrombin is converted into thrombin in the presence of thrombokinase and calcium, and thrombin will help in conversion of fibrinogen. ഓൾറെഡി നമ്മുടെ ബ്ലഡിലുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസോളബിൾ ആയിട്ടുള്ള ഫൈബേഴ്സിനെ ഫൈബ്രിൻ എന്ന് പറയുന്ന ഇൻസോളബിൾ ഫൈബേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എഗെയിൻ ആ സ്റ്റെപ്പിലും കാൽസ്യം ഇൻവോൾവ് ആണ്. അങ്ങനെ ഈ ഫൈബ്രിൻ ആണ് ഒരു മെഷ് വർക്ക് ഫോം ചെയ്ത് അവിടെ RBCസിനെ എൻറ്റാങ്കിൾ ചെയ്തിട്ട് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഈ ക്ലോട്ടിൽ നിന്ന് വെളിയിൽ പിന്നെ ആകെ വരാൻ പറ്റുന്നത് സെറം എന്ന് പറയുന്ന പാർട്ടാണ്. സെറം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പ്ലാസ്മയിൽ നിന്നും സെൽസിനെയും ക്ലോട്ടിംഗ് ഫാക്ടറിനെയും റിമൂവ് ചെയ്താൽ ബാക്കിയുള്ള സാധനമാണ് സെറം. അപ്പോൾ അത് പറയുമ്പോൾ കൊയാഗുലേഷൻ കഴിഞ്ഞു. ആൻഡ് ഫൈനലി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിലേക്ക്, ബ്ലഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ക്വസ്റ്റ്യൻസിന് ഒന്ന് ട്വിസ്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഏരിയ ആണ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ നമ്മൾ പറയുക 2 ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആൻഡ് RH സിസ്റ്റം. ഇവിടെ നമ്മൾ അറിയേണ്ടത് RBCയുടെ സർഫസിലുള്ള ആന്റിജൻസ് വിച്ച് ആർ സം ഷുഗേഴ്സ്. ഈ ഷുഗറിന്റെ പ്രസൻസ് അനുസരിച്ചാണ് നമ്മൾ ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ A ഉണ്ടെങ്കിൽ A, B ഉണ്ടെങ്കിൽ B, Aയും Bയും ഉണ്ടെങ്കിൽ AB, ഒന്നുമില്ല എങ്കിൽ O. അതനുസരിച്ച് പ്ലാസ്മയിലുള്ള ആന്റിബോഡീസ് ഡിഫർ ചെയ്യുന്നു അല്ലേ. അപ്പൊ ആന്റിജൻസും ആന്റിബോഡീസും ഏതാണെന്ന് അറിയണം. അതുപോലെ തന്നെയാണ് RH സിസ്റ്റം. RH ഫാക്ടർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇല്ല എങ്കിൽ നെഗറ്റീവ്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ആന്റിജൻസും ആന്റിബോഡീസും ഏതാണെന്ന് എഴുതാൻ അറിയണം. അതുപോലെ തന്നെ നമുക്ക് ആർക്ക് ബ്ലഡിനെ ഡൊണേറ്റ് ചെയ്യാം, ആരിൽ നിന്ന് ആൾക്ക് ബ്ലഡിനെ റിസീവ് ചെയ്യാം എന്നുള്ള ഒരു പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, അവിടെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഓൾറെഡി ലിംഫാറ്റിക് പറഞ്ഞു. ഇനി നമ്മൾ പറയുക നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് പോവുകയാണ്, നമ്മൾ ഹാർട്ടിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ഒന്ന് ചെറുതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മൊളസ്കയ്ക്കും ആർത്രോപോഡയ്ക്കും ഒക്കെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. നേരെ തിരിച്ച് നമ്മൾ ക്ലോസ്ഡ് വരുമ്പോൾ നമ്മൾ വെർട്ടിബ്രേറ്റ്സ് വരാൻ നേരത്തൊക്കെ നമുക്ക് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് വരിക അല്ലേ. ഇനി ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ തന്നെ ഹാർട്ടിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ശരിക്കും പറയാം, നമുക്ക് സിംഗിൾ, കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഉണ്ട്. ഹാർട്ടിൽ ജസ്റ്റ് ഒരു ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ മാത്രമേ ഉള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ സിംഗിൾ സർക്കുലേഷൻ പറയുക. ഇതിന് വീനസ് സർക്കുലേഷൻ എന്ന് പറയും, കാരണം ഇത് ഫിഷസിൽ കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെ ഹാർട്ടിലേക്ക് പോകുന്നത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്. ഇനി അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കാണുന്ന രണ്ടാമത് നമ്മൾ ആംഫിബിയൻസിനും റെപ്റ്റൈൽസിനും കാണുന്നതാണ് ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻ. 2 ഏട്രിയ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നു, ബ്ലഡ് വന്ന് മിക്സ് ചെയ്യുന്നു ഇൻ ദ വെൻട്രിക്കിൾ. ഇതിൽ തന്നെ ആംഫിബിയൻസും റെപ്റ്റൈൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, റെപ്റ്റൈൽസിൽ നമുക്കൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെപ്റ്റം
കാണാൻ പറ്റും. ആൻഡ് ഫൈനലി നമ്മൾ പോകുന്ന ഡബിൾ സർക്കുലേഷൻ. ഇത് കാണിക്കുന്നത് എയ്വ്സും മാമൽസും ആണ്. അവർക്ക് സെപ്പറേറ്റ് 2 ഏട്രിയൽ ചേമ്പേഴ്സ് ആൻഡ് സെപ്പറേറ്റ് 2 വെൻട്രിക്കുലർ ചേമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പമ്പ് ആയ ഹാർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഹാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് ഹാർട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഹാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട് പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ഔട്ടർ കവറിങ് ഉണ്ട്, 2 ലെയേഴ്സ് ആണ്, ഇടയ്ക്ക് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഹാർട്ടിന് പിന്നെ ഇൻസൈഡ് ആയിട്ട് നമ്മൾ 4 ചേമ്പേഴ്സ്, 2 ഏട്രിയ 2 വെൻട്രിക്കിൾ, ഏട്രിയയ്ക്ക് ഇടയ്ക്ക് ഇന്റർഏട്രിയൽ സെപ്റ്റം, വെൻട്രിക്കിളിന് ഇടയ്ക്ക് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം, ഏട്രിയയ്ക്കും വെൻട്രിക്കിളിനും ഇടയ്ക്ക് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലേ. ഇനി ഏട്രിയോസ് വെൻട്രിക്കുലർ സെപ്റ്റം കംപ്ലീറ്റ് അല്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ വെള്ളം തരാൻ പറ്റുമോ? ഓക്കെ, ഏട്രിയോവെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഏട്രിയോവെൻട്രിക്കുലർ സെപ്റ്റം കംപ്ലീറ്റ് അല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിൽ ട്രൈക്കസ്പിഡ് വാൽവ് കാണുന്നു, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബൈക്കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് കാണുന്നു. വാൽവ്സിനെ കുറച്ചും കൂടെ നമുക്ക് പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ക്ലോഷറിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? കോഡി ടെൻഡനെ എന്ന് പറയുന്ന ഫൈൻ ത്രെഡ്സ് ഉണ്ട്. ഇത് ചെന്ന് പാപ്പിലറി മസിൽസുമായി അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് കഴിഞ്ഞു. പിന്നെ അതിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ പറയുക. റൈറ്റ് പാർട്ടിലേക്ക് ഡീഓക്സിജനേറ്റഡും ലെഫ്റ്റ് പാർട്ടിൽ ഓക്സിജനേറ്റഡും അല്ലേ. അപ്പോൾ റൈറ്റിലേക്ക് ഡീഓക്സിജനേറ്റിനെ കൊണ്ടുവരുന്നു സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ. അത് പൾമിനറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ ലങ്സിലേക്ക് പോകുന്നു. അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് പൾമിനറി വെയിൻ വഴി എങ്ങോട്ട് വരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. എന്നിട്ട് അത് അയോട്ട വഴി ഹോൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ട്രക്ചർ നല്ല ക്ലിയർ ആയ ശേഷം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട്. അപ്പോൾ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൽ ഞാൻ വെള്ളം കുടിക്കാം. അപ്പോൾ കണ്ടക്റ്റിംഗ് സിസ്റ്റം ചെറിയൊരു ത്രോട്ടിലൊരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ നമ്മൾ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടക്റ്റിംഗ് സിസ്റ്റം റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് മോസ്റ്റ് ടോപ്പിലായിട്ട് സൈനോവേട്രിയൽ നോഡ് അല്ലേ. ഈ സൈനോവേട്രിയൽ നോഡിൽ നിന്ന് ഇന്റർനോഡൽ ഫൈബേഴ്സ് വരെ AV നോഡിലേക്ക് ഇൻഫർമേഷൻ എത്തും. അത് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ കയറുന്നു. ആദ്യം AV ബണ്ടിൽ സ്പ്ലിറ്റ് ചെയ്ത് ബണ്ടിൽ ഓഫ് ഹിസ് ഫൈനലി വെൻട്രിക്കുലർ മസ്കുലേച്ചറിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പർക്കിൻചി ഫൈബേഴ്സ് എന്ന് പറയുന്നു. ഇതെല്ലാം മസിൽ ബണ്ടിൽസും മസിൽ ഫൈബേഴ്സും ആണ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് മസിൽസ് ആണ് ആൻഡ് ദേ ആർ ഓട്ടോ എക്സൈറ്റബിൾ. അവർക്ക് സ്വന്തമായിട്ട് ഇമ്പൾസിനെ ഉണ്ടാക്കാനും പറ്റും, കണ്ടക്ട് ചെയ്യാനും പറ്റും. ഇത് ശേഷമാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കാർഡിയാക് സൈക്കിൾ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിന്റ് ഡൈസ്റ്റോൾ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ടൈം ഹാർട്ടിലൂടെ ബ്ലഡ് എങ്ങനെ പ്രോപ്പർലി മൂവ് ചെയ്യുന്നു, ഈ സമയത്ത് എന്തെല്ലാം വാൽവുകൾ ക്ലോസ് ചെയ്യുന്നു, എന്തൊക്കെ ഓപ്പൺ ചെയ്യുന്നു, ഹൗ ദ ബ്ലഡ് മൂവ്സ് ത്രൂ ദി ഹാർട്ട് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്താണ് പറയുക. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു there is no impulse ആണെങ്കിൽ, ഒരു ഇമ്പൾസും ഇല്ലെങ്കിൽ ജോയിന്റ് ഡൈസ്റ്റോൾ. ആ സമയത്ത് ഏട്രിയം വെൻട്രിക്കിളും റിലാക്സ്ഡ് ആയിരിക്കും. ഏട്രിയം വെൻട്രിക്കിളും റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ ഏട്രിയയിലേക്ക് ബ്ലഡ് പോർ ചെയ്യുന്നു. ആ ബ്ലഡ് ഓപ്പൺ ആയ ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും വഴി വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. പക്ഷെ വെൻട്രിക്കിൾ വന്ന് ബ്ലഡ് ഫില്ല് ചെയ്യുകയാണ്. കാരണം വെൻട്രിക്കിളിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ പറ്റില്ല. സെമി ലൂണാർ വാൽവ്സ് ഇൻ അയോട്ടയും പൾമിനറി ആർട്ടറിയും ക്ലോസ്ഡ് ആണ്. ഇതാണ് ജോയിന്റ് ഡൈസ്റ്റോൾ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് SA നോഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്ത് AV വരെ എത്തുന്നു. ഈ സമയത്തിനുള്ളിൽ ഏട്രിയ കോൺട്രാക്ട് ചെയ്യും. 30% ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ബ്ലഡ് ദാറ്റ് ഫ്ലോ ഫ്രം ഏട്രിയ ടു വെൻട്രിക്കിൾ അല്ലെ. ഒന്ന് പിഴിഞ്ഞ് ബ്ലഡിനെ വെൻട്രിക്കിളിലോട്ട് വിട്ടു. ഇനിയാണ് നമ്മുടെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഇമ്പൾസ് AV നോഡിൽ നിന്ന് പക്കിഞ്ചി വരെ എത്തുന്നു. ആ സമയത്ത് വെൻട്രിക്കിൾ സിസ്റ്റോളിൽ പോകുന്നു. വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടാ പോകാനുള്ളത്? പൾമിനറി ആർട്ടറിയും അയോട്ടയും വഴി പോകണം. അപ്പോൾ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും ക്ലോസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ആയിട്ടുള്ള ലബ് എന്ന് പറയുന്നത്. ഈ ക്ലോസിംഗ് ഓഫ് ദ വാൽവ്സ്, 2 വാൽവ് ഒന്നിച്ച് ക്ലോസ് ചെയ്യുന്നു, ലബ് സൗണ്ട് കേൾക്കുന്നു.
അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സെമി ലൂണാർ, ഈ പ്രഷറിൽ സെമി ലൂണാർ വാൽവ്സ് ഓപ്പൺ ചെയ്യുന്നു. അയോട്ട വഴിയും പൾമിനറി ആർട്ടറി വഴിയും ബ്ലഡ് ഔട്ട്സൈഡ് മൂവ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കുക, അപ്പൊ ലബ് സൗണ്ടേ ആയുള്ളൂ. ഇനി എപ്പോഴാ സെമി ലൂണാർ ക്ലോസ് ചെയ്യുക? കാരണം നമ്മളിപ്പോൾ വെൻട്രിക്കുലർ സിസ്റ്റോൾ കഴിഞ്ഞാൽ പിന്നെ വെൻട്രിക്കിൾ ഡയസ്റ്റോളിലേക്ക് പോവുകയാണ് അല്ലെ, റിലാക്സേഷന് പോവുകയാണ്. ഈ റിലാക്സ് ചെയ്യാൻ നേരത്താണ് ജോയിന്റ് ഡയസ്റ്റോളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ റിലാക്സ് ചെയ്യാൻ നേരത്ത് ഇറ്റ് വിൽ കോസ് എ നെഗറ്റീവ് പ്രഷർ അല്ലേ, വെൻട്രിക്കിളിൻ്റെ അകത്തൊരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കും, ഒരു സക്ഷൻ പ്രഷർ ഉണ്ടാക്കും, ഒരു സ്ട്രോ ഇട്ട് വലിക്കുന്ന പോലെ, വിച്ച് ക്യാൻ കോസ് ദ ബ്ലഡ് ഫ്രം ബോത്ത് ദി അയോട്ട ആൻഡ് ദ പൾമിനറി ആർട്ടറി ടു കം ബാക്ക്. അപ്പോൾ ആ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത് സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുന്നു, വിച്ച് കോസസ് ദ നെക്സ്റ്റ് ഹാർട്ട് സൗണ്ട്, ദാറ്റ് ഈസ് ഡബ്. ഓക്കെ, അപ്പൊ ലബും ഡബും എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലായി. ഓൾസോ 3 ഫേസസ്, ജോയിന്റ് ഡയസ്റ്റോളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതുപോലെ ഏട്രിയൽ സിസ്റ്റോളിൽ എന്ത് സംഭവിക്കുന്നു, വെൻട്രിക്കുലർ സിസ്റ്റോളിൽ എന്ത് സംഭവിക്കുന്നു. ഇനി കാർഡിയാക് സൈക്കിൾ പറഞ്ഞ ശേഷം ഈ കാർഡിയാക് സൈക്കിൾ ശരിക്കും നമ്മൾ ഒന്നും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ്, കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് വോളിയം ഇൻറ്റു എന്താണെന്ന് നമുക്ക് പറയാം, സ്ട്രോക്ക് വോളിയം ഇൻറ്റു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് ബീറ്റ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 1 മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി കൗണ്ട്സ്, ഇതിങ്ങനെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഹാർട്ട് വെൻട്രിക്കുലർ സിസ്റ്റോൾ സംഭവിക്കുന്നു, ഡയസ്റ്റോൾ സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൗണ്ടിന് ആക്ച്വലി വെൻട്രിക്കുലർ സിസ്റ്റോൾ മാത്രം കൗണ്ട് ചെയ്താൽ മതി. അതിൻ്റെ കൗണ്ടിനെ നമുക്ക് ഹാർട്ട് ബീറ്റ് എന്ന് പറയാം. 1 മിനിറ്റിൽ 72 ബീറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഈ സമയത്ത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഒരു സമയം പമ്പ് ഔട്ട് ചെയ്യുന്നത് 70 ml ഓഫ് ബ്ലഡ് ആണ് വെൻട്രിക്കിൾസിൽ നിന്നും. ഈക്വൽ വോളിയം ഓഫ് ബ്ലഡ് ആണ് 2 വെൻട്രിക്കിൾസിൽ നിന്നും പമ്പ് ഔട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് 70 ml ഓഫ് ബ്ലഡ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇത് 1 മിനിറ്റിൽ നമുക്ക് 5 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് ബ്ലഡും 1 മിനിറ്റിൽ തന്നെ ഹാർട്ടിലൂടെ ഒരു പ്രാവശ്യം മൂവ് ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഹാർട്ടിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് അറിയാൻ വേണ്ടിയുള്ള ECG കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ECG ആക്ച്വലി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓഫ് ഹാർട്ടാണ് തരുന്നത്. ഇവിടെ കോൺട്രാക്ഷൻ റിലാക്സേഷനും നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൽ നമുക്ക് കിട്ടുന്ന വേവുകൾ ഏതൊക്കെയാണ്, P, QRS ആൻഡ് T അല്ലേ. അപ്പോൾ P എന്ന് പറയുന്നത് ശരിക്കും ഏട്രിയ ഡീപോളറൈസ് ചെയ്യുന്നു, Pയുടെ ഒരു പകുതി എത്തുമ്പോൾ ഏട്രിയ കോൺട്രാക്ട് ചെയ്തു തുടങ്ങും. QRS എന്ന് പറയുന്നത് വെൻട്രിക്കിൾ ഡീപോളറൈസ് ചെയ്യുന്നു, Q സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും വെൻട്രിക്കിൾ സിസ്റ്റോൾ അണ്ടർഗോ ചെയ്യും. അത് കഴിഞ്ഞ് T എന്ന് പറയുന്നത് വെൻട്രിക്കിൾ റീപോളറൈസ് ചെയ്യുന്നു, Tയുടെ എൻഡ് എത്താറാവുമ്പോഴാണ് വെൻട്രിക്കിൾ എന്തിലേക്ക് അണ്ടർഗോ ചെയ്യുന്നത്, ഡയസ്റ്റോളിലേക്ക് റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഹാർട്ട് പാർട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സർക്കുലേഷനിലേക്ക് തിരിച്ചു വരികയാണ്. സർക്കുലേഷനിൽ ആദ്യം നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ കൂടെ ബ്ലഡ് 2 പ്രാവശ്യം, ഒരേ ബ്ലഡ് തന്നെ 2 പ്രാവശ്യം മൂവ് ചെയ്യും. ആദ്യം ഡീഓക്സിജനേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നു, പിന്നെ ലങ്സിൽ പോയി ഓക്സിജനേറ്റ് ചെയ്ത ശേഷം ഒന്നും കൂടെ ഹാർട്ടിൽ കയറിയ ശേഷമാണ് ഓർഗൻസിലേക്ക് എത്തുക. ഇതിൽ ഡബിൾ സർക്കുലേഷനിൽ നമുക്ക് 2 പാർട്ട് പറയാം, സിസ്റ്റമിക് സർക്കുലേഷനും പൾമിനറി സർക്കുലേഷനും. പൾമിനറി എന്ന് പറഞ്ഞാൽ ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ലങ്സിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന പൾമിനറി ആർട്ടറി, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്തത് പൾമിനറി വെയിൻ വഴി തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നു. ഇതാണ് പൾമിനറി സർക്കുലേഷൻ. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ ഡീഓക്സിജനേറ്റഡ് ഓർഗൻസിൽ നിന്ന് ഹാർട്ടിലേക്ക് നമ്മുടെ വീനക്കാവ് വഴി കയറുന്നു അല്ലേ, റൈറ്റ് ഏട്രിയത്തിലേക്ക് കയറുന്നു, എന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി അത് തിരിച്ച് ഓർഗൻസിലേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുമ്പോഴേക്കും ഏത് കഴിഞ്ഞു, നമ്മുടെ ഡബിൾ സർക്കുലേഷൻ കഴിഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്ന ഒരു പാർട്ടാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ എന്താണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ശരിക്കും ഏതൊരു ഓർഗനിൽ നിന്നും വെയിൻസ് മറ്റ് ഒരു ഓർഗനിലും എൻ്റർ ചെയ്യാതെ ഡയറക്റ്റ് സർക്കുലേഷനിലേക്കാണ് പോകാനുള്ളത്. പക്ഷെ ചില കേസസിൽ ഒരു കാപ്പിലറി, ഓക്കെ, അതെല്ലാ ഓക്സിജനെയും ഒരു ഓർഗന് കൊടുത്ത ശേഷം അതൊരു വെയിനായിട്ട് മറ്റൊരു ഓർഗനിൽ എൻ്റർ ചെയ്തിട്ട് അവിടെയും കാപ്പിലറി ഫോം ചെയ്ത ശേഷം മാത്രം അതെന്ത് ചെയ്യുന്നു, തിരിച്ച് ഹാർട്ടിലേക്ക് മേജർ വീനേക്കാവ് വഴി പോകുന്നു. ഇതിനെ പോർട്ടൽ സിസ്റ്റം എന്ന് പറയും. ഇവിടെ നമ്മൾ 2 പോർട്ടൽ സിസ്റ്റമാണ് ഹ്യൂമൻ ബോഡിയിൽ കാണുന്നത്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും അതുപോലെ തന്നെ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റവും.
ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇൻറ്റസ്റ്റൈൻ എന്നുള്ള ന്യൂട്രിയൻസിനെ ക്യാരി ചെയ്ത് ലിവറിലേക്ക് എത്തിക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, അവസാനം വീനക്കാവ് വഴി എൻട്രി ചെയ്യുന്നു. അതുപോലെ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസിനെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം ഉള്ളത്. അപ്പോൾ പോർട്ടൽ സിസ്റ്റംസ് കഴിഞ്ഞ് ഫൈനലി നമ്മൾ പോകുന്ന പാർട്ടാണ് നമ്മുടെ റെഗുലേഷൻ ഓഫ് കാർഡിയാക് ഫങ്ഷൻ. ഈവൺ ഇഫ് ഹാർട്ട് എന്ന് പറയുന്നത് സ്വന്തമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ റിതം ഹാർട്ടിന് സ്വന്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിലും, അതുകൊണ്ടാണ് നമ്മൾ തന്നെ മയോജനിക് ഹാർട്ട് എന്ന് പറയുന്നത് അല്ലേ, എങ്കിലും ഹാർട്ടിന്റെ ബീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ആര് വഴി? മെഡുല ഒബ്ലാങ്കേട്ട വഴി അല്ലേ. മെഡുല ഒബ്ലാങ്കേട്ട ചെയ്യുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം വഴി അതിലെ സിമ്പത്തറ്റിക്കിനും പാരാസിമ്പത്തറ്റിക്കിനും ഹാർട്ടിന്റെ ആക്ടിവിറ്റീനെ മോഡറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സിമ്പത്തറ്റിക്കിലെ തന്നെ സിമ്പത്തറ്റിക് ANS തന്നെ സിമ്പത്തറ്റിക് നെർവ്സ് ഹാർട്ട് റേറ്റ് കൂട്ടും, നേരെ തിരിച്ച് പാരാസിമ്പത്തറ്റിക് ഹാർട്ട് റേറ്റ് കുറയ്ക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെഗുലേഷൻ എന്ന് പറയുന്നത്. എഗെയിൻ നിങ്ങൾക്കറിയാം, സിമ്പത്തറ്റിക് നെർവ്സ് ഡയറക്ട്ലി അഡ്രിനൽ മെഡുലയിൽ പോയി അഡ്രിനാലിനെ റിലീസ് ചെയ്ത് സിമ്പത്തറ്റിക്കിന്റെ സെയിം എഫക്റ്റ് തന്നെ അഡ്രിനാലിൻ വഴിയും കൊണ്ടെത്തിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്രീസ് ദി ഹാർട്ട് റേറ്റ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഏത് കഴിഞ്ഞു, നമ്മുടെ റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി കഴിഞ്ഞു. ആൻഡ് ഫൈനലി നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് നമുക്ക് 3 പേരാണുള്ളത്, ആർട്ടറി, വെയിൻ, കാപ്പിലറി. കാപ്പിലറി ഏറ്റവും തിന്നായ ജസ്റ്റ് ഒരു എപ്പിത്തീലിയം ലൈനിങ് മാത്രമുള്ള ഡിഫ്യൂഷൻ പോസിബിൾ ആവുന്ന ബ്ലഡ് വെസൽസ് ആണ് കാപ്പിലറീസ്. എന്നാൽ ആർട്ടറീസ് വളരെ തിക്ക് വാൾഡ് ആയിട്ടുള്ള ഹാർട്ടിൽ നിന്നും പ്രഷറിലുള്ള ബ്ലഡിനെ കൊണ്ടുപോകുന്നത് ആർട്ടറീസ്, ആൻഡ് വെയിൻസ് തിരിച്ച് ഹാർട്ടിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നതാണ് വെയിൻസ്. ഇതിലുള്ള എക്സെപ്ഷനും നിങ്ങൾക്കറിയാം, പൾമിനറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയും അതുപോലെ തന്നെ പൾമിനറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും കൊണ്ടുവരും. പിന്നെ ഉള്ളൊരു ഡിഫറൻസ് ആണ്, വെയിൻസിന് വാൽവുകൾ ഉണ്ട്, ആർട്ടറിക്ക് വാൽവ്സ് ഇല്ല. പക്ഷെ ഇതിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്, പൾമിനറി ആർട്ടറിക്കും അയോട്ടയ്ക്കും വാൽവുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പറയുമ്പോഴേക്കും നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കോർ പാർട്ടായ ഡിസോർഡേഴ്സിലേക്ക് എത്തും. അപ്പൊ ഡിസോർഡേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസോർഡർ ആദ്യം ഹൈ BP. നമുക്കറിയാം ബ്ലഡ് പ്രഷർ കൂടുതൽ ആയിട്ടുള്ള കണ്ടീഷൻ. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് റീസൺസ് പറയാറുണ്ട്. പക്ഷെ ബ്ലഡ് പ്രഷർ കൂടിയാൽ എന്ത് പറ്റും, നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഓൾറെഡി പ്രഷറിൽ ആർട്ടറിയിലൂടെ ബ്ലഡ് പോകുന്നു, പക്ഷെ കാപ്പിലറീസിലേക്ക് എത്തുമ്പോൾ ആ പ്രഷർ ഡിസ്പെൻസ് ചെയ്ത് പോകും. ഒരുപാട് പ്രഷറിലാണ് ബ്ലഡ് പോകുന്നതെങ്കിൽ കാപ്പിലറീസിലേക്കൂടെ പ്രഷർ വരും, കാപ്പിലറീസ് പൊട്ടും. അപ്പോൾ എന്ത് പറ്റും, ബ്ലഡ് ലീക്ക് ചെയ്യും നമ്മളെ ബോഡിയിൽ അല്ലേ, സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കൊറോണറി ആർട്ടറി ഡിസീസ്, നമുക്കറിയാം ഹാർട്ടിന്റെ മസിൽസിന് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതാണ് കൊറോണറി ആർട്ടറീസ്. ഈ ആർട്ടറീസിന് ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവുക, കാൽസ്യം ആവാം, ഫൈബ്രിൻസ് ആവാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആവാം, ഇത് ഡെപ്പോസിറ്റ് ചെയ്തൊരു ബ്ലോക്ക് ഉണ്ടാവുക. ഇതിനെയാണ് കൊറോണറി ആർട്ടറി ഡിസീസസ് അല്ലെങ്കിൽ ആർത്തിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ആർത്തിറോസ്ക്ലീറോസിസ് ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഓക്സിജൻ സഫീഷ്യൻ്റ് ആയി മസിൽസിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ ഹാർട്ട് നല്ലോണം വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ല എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യും അല്ലേ ചെസ്റ്റിൽ. ഈ പെയിനിനെയാണ് ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. ഇനി ഈ ബ്ലോക്ക് കുറച്ചും കൂടെ ഒന്ന് സിവിയർ ആയാലോ, ചിലപ്പോൾ ഹാർട്ടിന്റെ മസിൽസിന് ഓക്സിജൻ കിട്ടാതെ ഡാമേജ് ആവാം. ഇതിനെയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ്. ഇനി ഇതിൽ നിന്ന് വ്യത്യാസമാണ് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഹാർട്ടില് സിഗ്നൽ കിട്ടുന്നില്ല, ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല, ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. പല കാരണങ്ങൾ കൊണ്ട് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാം. അതിൽ ഒരു കാരണം മേ ബി എസിനോട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എവിനോട് വർക്ക് ചെയ്യുന്നില്ല, സിഗ്നൽ പോകുന്നില്ല, ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല. ഈ കണ്ടീഷനിലാണ് ശരിക്കും നമ്മൾ CPR ഒക്കെ കൊടുത്ത ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഫൈനലി ഹാർട്ട് ഫെയിലിയർ. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കേട്ടാലേ നമുക്കറിയാം ഒരു തോൽവിയാണ് നമ്മുടെ ഹാർട്ട്. ഇപ്പോൾ എന്തുകൊണ്ടൊരു തോൽവി എന്ന് പറയുന്നു, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായി പമ്പ് ചെയ്യുന്നില്ല, എന്തോ കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് ഡാമേജ്ഡ് ആണ്, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല.
അപ്പോൾ എന്ത് പറ്റും? സർക്കുലേഷൻ എന്താവുന്നില്ല, കറക്റ്റ് ആവില്ല. നമ്മളെ വീട്ടിലൊരു പമ്പാണെങ്കിലും അത് വർക്ക് ചെയ്തില്ല എങ്കിൽ നമ്മൾ മോട്ടറിലേക്ക് വെള്ളം അടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ എത്തില്ല അല്ലേ? ആ ഒരു സെയിം എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇത് കാരണം ലങ്സിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ കോർ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയുമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റക്കായോ? അയ്യോ, ഓക്കെ, സ്റ്റക്ക് മാറിയോ? റെഡിയായി? ചെയ്യാൻ പറ്റുന്നത് എക്സ്ചേഞ്ചിന് ഇതൊരു കാര്യമാണ്. പ്ലാസ്മ ഈസ് സ്ട്രോക്ക് കളേർഡ് വിസ്കസ് ഫ്ലൂയിഡ് constituting 55% of the blood ആണ്. സ്ട്രോക്ക് കളേർഡ് ആണ്, വിസ്കസ് ഫ്ലൂയിഡ് ആണ്, 55% ഓഫ് ദ ബ്ലഡും അതാണ്. ഇനി പ്ലാസ്മയിൽ നമുക്കറിയാം 3 മേജർ പ്രോട്ടീൻ: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ദാറ്റ് മേക്സ് എത്രയാണ്? 6 to 8%. ആൻഡ് വാട്ടർ കോൺട്രിബ്യൂട്ട് 90 to 92%. അല്ലേ? പ്ലാസ്മ വിത്ത് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കോൾഡ് എ സിറം. ഇവിടെയാണ് തെറ്റ്. പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് സിറം. സോ ദിസ് ഇസ് റോങ്. സോ ദ ആൻസർ ഇസ് 1, 2, 3 and 4. ആൻസർ ഇസ് 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Read the following statement and identify them as true and false. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രൂ ആൻഡ് ഫോൾസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾ ആൻസർ ഓപ്ഷൻ തന്നെ എന്ത് ചെയ്യണം? ട്രൂ ഫോൾസ് ഇട്ട് പോവുക. ആൽബുമിൻ ആർ മെയിൻലി കൺസേൺ വിത്ത് ഓസ്മോട്ടിക് ബാലൻസ് അല്ലേ? ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആൽബുമിൻ ഹെൽപ്പ് ചെയ്യുക. ഗ്ലോബുലിൻ ഡിഫെൻസ് ആണ്. ദാറ്റ്സ് ഓൾസോ ട്രൂ. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ പ്ലാസ്മ ഇൻ ആക്റ്റീവ് ഫോം അല്ല, ഇൻ ഇനാക്റ്റീവ് ഫോം ആണ്, ആക്റ്റീവ് ഫോമിലല്ല. സോ ദിസ് ഇസ് ഫോൾസ്. Albumin, globulin and fibrinogen are the 3 major proteins of blood. That is also true. So the answer is true, true, false, true, 3. Question number 3. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. RBCയുടെ ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് പറയുന്നത് എന്തിനെയാണ്? We know it is spleen. അല്ലേ? ആൻസർ ഇസ് 4, spleen. Question number 4. Which one of the following mammalian cell is not capable of metabolizing glucose to carbon dioxide aerobically? ക്വസ്റ്റ്യൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെങ്കിലും സിമ്പിളായി അവർ ചോദിക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ നടക്കാത്ത മാമേലിയൻ സെൽ ഏതാണ്? RBC ആണ്. കാരണം RBCയിൽ മൈറ്റോകോൺഡ്രിയ ഇല്ല. അവിടെ അനറോബിക് റെസ്പിറേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. സോ ദ ആൻസർ ഈസ് 3 RBC. Okay. Question number 5. The most abundant and least abundant leukocytes. അപ്പോൾ ഞാൻ പറഞ്ഞു മോസ്റ്റ് അബണ്ടന്റ് ടു ലീസ്റ്റ് അബണ്ടന്റ് ഏറ്റവും കോമൺ ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ അറിയാം. അപ്പോൾ മോസ്റ്റ് അബണ്ടന്റ് സെൽ എന്ന് പറയുന്നത് 60 to 65% ഉള്ള ന്യൂട്രോഫിൽസ് ആണ്. ലീസ്റ്റ് അബണ്ടന്റ് എന്ന് പറയുന്നത് 0 to 1% മാത്രമുള്ള ബേസോഫിൽസ് ആണ്. സോ ദ ആൻസർ ഇസ് 2. ഓക്കെ. Question number 6. Identify the following statements as true and false ആണ് with respect to lymph or tissue fluid. അപ്പോൾ ലിംഫിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ. ഇത്രയും നേരം നമ്മൾ ബ്ലഡിൻ്റെ നോക്കി, പ്ലാസ്മയുടെ നോക്കി, ഇനി ലിംഫ് നോക്കാം. അപ്പം ടിഷ്യൂ ഫ്ലൂയിഡ് ഹാസ് എ സെയിം മിനറൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് ദാറ്റ് ഇൻ ദ പ്ലാസ്മ ആണല്ലേ? ടിഷ്യൂ ഫ്ലൂയിഡിലുള്ള സെയിം മിനറൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്തിലും കാണും? പ്ലാസ്മയിലും കാണാറുണ്ട്. നെക്സ്റ്റ്, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ആക്ട് ആസ് എ മിഡിൽ മാൻ ആണ്. ബ്ലഡിനും സെല്ലിനും ഇടയ്ക്കുള്ള ഒരു മിഡിൽ മാൻ ആണ് എന്തെന്ന് പറയുന്ന ടിഷ്യൂ ഫ്ലൂയിഡ്. അതുവഴിയാണ് നമ്മൾ എല്ലാ ന്യൂട്രിയൻസിനെയും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ട്രൂ. ഇലാബറേറ്റ് ലിംഫാറ്റിക് സിസ്റ്റം ഡ്രെയിൻസ് ലിംഫ് ബാക്ക് ഇൻ ടു മേജർ ആർട്ടറി. തെറ്റാണ്. ആർട്ടറിയിലേക്കല്ല ഡ്രെയിൻ ചെയ്യുന്നത്, നേരെ തിരിച്ച് വെയിൻസിലേക്കാണ്. സോ ദിസ് ഈസ് റോങ്. And finally, fats are absorbed through lymph in the lacteals of intestinal villi. So that is also true. അല്ലെ? ലാക്ടീൽസിലേക്കാണ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ അബ്സോർബ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ്
1 true false and true. Now നമ്മൾ കുറച്ച് ബ്ലഡ് ഗ്രൂപ്പിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ചെയ്തത് ലിംഫിന്റെയും ബ്ലഡിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏരിയ ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്കിനി ഏതിലേക്ക് പോവാം? ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് കൊയാഗുലേഷൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒത്തിരി എക്സസൈസ് ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഡോണർ റെസിപ്പിയന്റ് ഒന്നും തെറ്റരുത്. ലെറ്റ് സ്റ്റാർട്ട്. ഇൻ ABO സിസ്റ്റം ബ്ലഡ് ഗ്രൂപ്പ് O ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഓയുടെ പ്രത്യേകത എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് ഓയിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. അതിന്റെ സർഫസിൽ Aയും Bയും ഒന്നും ഒരു ആന്റിജൻസും ഇല്ല. എന്നാൽ ആന്റിബോഡി ഏതുണ്ട്? അവരുടെ പ്ലാസ്മയിൽ ആന്റിബോഡി Aയും ഉണ്ട്, ആന്റിബോഡി Bയും ഉണ്ട്. സോ പ്രസൻസ് ഓഫ് ബോത്ത്, absence of both antigen A and B, answer is C. Question number 8. Question number 8 ഇച്ചിരി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. Under this circumstance an antigen antibody reaction will not occur ആണ്. നിങ്ങൾ will അല്ല ചെയ്യാനുള്ളത്, will not occur a person with. അപ്പോൾ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കാത്ത സിറ്റുവേഷൻ ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക്, ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോവാം. ആദ്യം ഞാൻ നോക്കാം. ടൈപ്പ് A ഈസ് ഗിവൺ ടു. അപ്പം ഞാൻ A ബ്ലഡ് ഗ്രൂപ്പ് ഒരാൾ കൊടുക്കുമ്പോൾ RBC ആണ് കൊടുക്കുന്നത് അല്ലേ. RBCയെ ഞാൻ O ഗ്രൂപ്പിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ O ഗ്രൂപ്പിൻ്റെ പ്ലാസ്മയാണ്, സോറി ഗൈസ്, O ഗ്രൂപ്പിൻ്റെ പ്ലാസ്മയാണ് ഞാൻ ചെക്ക് ചെയ്യാനുള്ളത്. ഇവിടെ O ഗ്രൂപ്പിൻ്റെ പ്ലാസ്മയിൽ ആൻറ്റി A ഉണ്ട്, ആൻറ്റി B ഉണ്ട്. ഇവിടെ ക്ലോട്ടിങ് സംഭവിക്കും, കാരണം ഇവിടെ Aയും ആൻറ്റി Aയും തമ്മിൽ ക്ലോട്ട് ചെയ്യും. അപ്പം ആദ്യത്തേത് നടക്കില്ല. ഇനി ടൈപ്പ് AB ഈസ് ഗിവൺ ടു O. അപ്പോൾ AB കൊടുക്കുകയാണ്, AB ഞാൻ O ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അവിടെ ആൻറ്റി A ഉണ്ട്, ആൻറ്റി B ഉണ്ട്, രണ്ടും ക്ലോട്ട് ചെയ്യും. അപ്പോൾ ഇത് നടക്കില്ല. ഇനി മൂന്നാമത് എന്താണ്? ടൈപ്പ് O ഈസ് ഗിവൺ ടു A. ഓൾറെഡി നമുക്കറിയാം യൂണിവേഴ്സൽ ഡോണർ ആണ്. O എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. Aയിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആൻറ്റി B ഉള്ളൂ. ഇവിടെ ഒരു ക്രോസ് റിയാക്ഷനും നടക്കില്ല. സോ ദ ആൻസർ ഈസ് C. നിങ്ങൾക്ക് കൃത്യമായി അറിയണം, നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ, ഡൊണേറ്റ് ചെയ്യുമ്പോൾ RBC എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻറ്റിബോഡീനെ ചെക്ക് ചെയ്യുന്നു. ഫൈൻ. അപ്പോൾ ആൻസർ C ആണ് വന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. In the context of ABO blood group, a transfusion of AB group may be given to a person who has blood type എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിൽ AB ട്രാൻസ്ഫ്യൂഷൻ ആർക്ക് കൊടുക്കാൻ പറ്റും? AB ഗ്രൂപ്പ് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? മറ്റൊരു AB ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആൻസർ ഈസ് D. ഓക്കെ. Question number 10. RBC cells, red blood cells that do not contain A or B antigen, Aയും Bയും സർഫസിൽ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്മൾ അതിനെയാണ് O ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ആൻസർ ഇസ് B. ഓക്കെ. Now, question number 11. ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഡോണർ കോമ്പാക്റ്റബിലിറ്റി ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ടേബിളിൽ. ഈ ടേബിൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കാനുള്ള ടേബിളാണ്. അപ്പം നമുക്കിവിടെ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ട്, അല്ല, നമുക്കിവിടെ 1, 2, 3, 4 എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം നോക്കാം. A, Bയിലെ ആൻറ്റിജൻസ് Aയും Bയും. ഓക്കെ. ഇപ്പോൾ 1 Aയും Bയും ആണ് വരാനുള്ളത്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസിൽ Aയും Bയും ഉണ്ട് അല്ലേ. 3 ഓപ്ഷൻസിൽ നമുക്ക് Aയും Bയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. രണ്ടാമത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഓയിലെ ആൻറ്റിജൻസ് ആണ് നിൽ. ഓയിൽ ഒരു ആൻറ്റിജനും ഇല്ല. ദർ ഇസ് നോ ആൻറ്റിജൻ, നിൽ. അപ്പോൾ നമുക്ക് അത് വെച്ച് വരുമ്പോൾ 2 ഓപ്ഷൻസേ വരുന്നുള്ളൂ. ഇനി നമുക്ക് തേർഡ് നോക്കാം. തേർഡ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓയിലുള്ള ആൻറ്റിബോഡീസ് ആണ്. Aയും Bയും ഉണ്ട് ആൻറ്റിബോഡി. സോ ദ ആൻസർ ഇസ് 2. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് 12th ക്വസ്റ്റ്യൻ. The condition erythroblastosis fetalis ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏരിയയാണ് RH കോമ്പാക്റ്റബിലിറ്റിയുടെ കേസിൽ. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ്. അപ്പം നോക്കാം. The condition erythroblastosis fetalis may appear in second pregnancy. എപ്പോഴായിരിക്കും? അമ്മ നെഗറ്റീവും കുട്ടി പോസിറ്റീവും ആണെങ്കിൽ, ദാറ്റ് ഈസ്
mother is RH negative and the fetus is RH positive. ഈ കണ്ടീഷനിലാണ് വരിക. ആൻസർ ഇസ് 3. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇത് ക്ലോട്ടിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി ക്ലോട്ടിങ്ങിലെയാണ്. വിച്ച് എൻസൈം ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ? ആരാണ് കൺവേർട്ട് ചെയ്യുന്നത്? ത്രോംബിനാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓൾസോ ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം. സോ ദ ആൻസർ ഇസ് 1. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യം ലിംഫാറ്റിക് സിസ്റ്റം കഴിഞ്ഞു, ബ്ലഡ് കഴിഞ്ഞു, ബ്ലഡ് ഗ്രൂപ്പിംഗ് കഴിഞ്ഞു, കൊയാഗുലേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ മേജർ സർക്കുലേറ്ററി പാത്വേ, സ്ട്രക്ചർ ഓഫ് ഹാർട്ട് ആൻഡ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ. ഓപ്പൺ സർക്കുലേഷൻ ഈസ് ഫൗണ്ട് ഇൻ. ഓപ്പൺ സർക്കുലേഷൻ ആർക്കാണുള്ളത്? ഓപ്പൺ സർക്കുലേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ നിന്നും വരാം? ആനിമൽ കിങ്ഡത്തിലും വരുന്നതാണ് ഓപ്പൺ ആൻഡ് ക്ലോസ് സർക്കുലേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ അനലിഡ്സിനും അതുപോലെ ആർത്രോപോഡ്സിനും, അനലിഡ്സിന് നമുക്കറിയാം ക്ലോസ് സർക്കുലേഷൻ ആണ്, ആർത്രോപോഡ്സിനും മൊളസ്കയ്ക്കും. സോ ഇറ്റ്സ് ബോത്ത് 2 and 3. ആൻസർ ഇസ് 4. ക്വസ്റ്റ്യൻ നമ്പർ 15. വീനസ് ഹാർട്ട് ഉള്ളത് ആരാണ്? അഥവാ നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മാത്രം പോകുന്ന ഹാർട്ട് ആർക്കാണുള്ളത്? ഫിഷസിനാണുള്ളത്. അതിന് വീനസ് ഹാർട്ട് അല്ലെങ്കിൽ സിംഗിൾ സർക്കുലേഷൻ നമ്മൾ പറയുന്നത് ഫിഷസിനാണ്. ആൻസർ ഇസ് 1. ക്വസ്റ്റ്യൻ നമ്പർ 16. സിംഗിൾ സർക്കുലേഷൻ ഈസ് ഫൗണ്ട് ഇൻ. എഗെയിൻ സിംഗിൾ സർക്കുലേഷൻ തന്നെയാണ് വീനസ് സർക്കുലേഷൻ. അത് ആരിലാണ് നമ്മൾ കാണുക? ഫിഷസിലാണ്. ആൻസർ ഇസ് 4. ഫിഷസ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 17. complete double circulation is found in. complete double circulation ആർക്കാണുള്ളത്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഡബിൾ സർക്കുലേഷൻ മാമൽസിനുണ്ട്, അതുപോലെ ബേർഡ്സിനുണ്ട്. സോ ദ ആൻസർ ഇസ് 4. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് കേട്ടോ. കോഡേ ടെൻഡനെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. കോഡേ ടെൻഡനെ of a person is partially non-functional. കോഡേ ടെൻഡനെ പാർഷ്യലി നോൺ ഫങ്ഷണൽ ആകുന്നു എങ്കിൽ സംഭവിക്കാവുന്ന കാര്യം എന്താണ്? എന്തായിരിക്കും ആദ്യം സംഭവിക്കുക? ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻസ് ആണെങ്കിലും ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. കോഡേ ടെൻഡനെ നല്ലപോലെ വർക്ക് ചെയ്തില്ല എങ്കിൽ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഉണ്ടാവും അല്ലേ? എവിടെ നിന്ന് എവിടേക്ക്? വെൻട്രിക്കിളിൽ നിന്ന് ഏട്രിയയിലേക്ക് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് നടക്കും. അപ്പോൾ ബ്ലഡ് വിൽ ടെൻഡ് ടു ഫ്ലോ ബാക്ക് ഇൻ ടു ദി റൈറ്റ് ഏട്രിയം. റൈറ്റ് വെൻട്രിക്കിൾ എന്നാണെങ്കിൽ റൈറ്റ് ഏട്രിയത്തിലേക്ക് മൂവ് ചെയ്യും. സോ ദിസ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ കണ്ടാൽ അതൊക്കെ സംഭവിക്കാം. ബട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിലേറ്റഡ് ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19. സെക്കൻഡ്. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സൈനോഏട്രിയൽ നോഡ് ഈസ് പ്രസന്റ് ഇൻ ദ അപ്പർ റൈറ്റ് കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം. കറക്റ്റ് ആണ്. AV നോഡ് ഈസ് പ്രസന്റ് ഇൻ ദ ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം. കറക്റ്റ് ആണ്. Nodal musculature is auto-excitable and is not affected by autonomous nervous system. തെറ്റാണ്. It is affected by autonomous nervous system. Heart rate കൂട്ടാനും കുറയ്ക്കാനും പറ്റും. So answer is 3, which is incorrect. Question number 20. സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ നമ്മുടെ കണ്ടക്ടിങ് സിസ്റ്റത്തിന്റെ കറക്റ്റ് ഫ്ലോ ചാർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. റൂട്ടാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡിൽ നിന്നാണ്. അപ്പോൾ 2 ഓപ്ഷൻസേ ഉള്ളൂ SA നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ SA നോഡിൽ നിന്ന് പർക്കിഞ്ച് കൊടുത്തു. അപ്പോൾ ഇതും തെറ്റാണ്. ആൻസർ ഇസ് 1. SA നോഡ് ടു AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ് Purkinje to the heart muscles. Okay. Question number 21. Question number 21. Bundle of his is a networking of. Bundle of his എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ പറയുന്ന നോട്ട്സും ബണ്ടിൽസും എല്ലാം മസിൽസ് ആണ്, നെർവ്സ് ഒന്നും അല്ല. അവർ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നെർവ്സ് ആണ്, തെറ്റിദ്ധരിക്കരുത്. മസിൽ ഫൈബേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി, എവിടെയാണ്? ഹാർട്ട് വാൾ അല്ല ഇത്. ഇറ്റ്സ് ഒൺലി ഇൻ ദ വെൻട്രിക്കുലർ വാളാണ് വരിക. അപ്പോൾ ഇവിടെ രണ്ടിലും മസിൽ ഫൈബേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ആൻസർ 4 ആണ് വരിക. ബിക്കോസ് ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദി വെൻട്രിക്കുലർ വാൾസിലാണ് നമ്മൾ കാണുക. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത്
കാർഡിയാക് സൈക്കിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാർഡിയാക് സൈക്കിളിലെയും ECGയിലെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഹാർട്ടും കണ്ടക്ടിങ് സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. നമുക്ക് നോക്കാം കാർഡിയാക് സൈക്കിളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. Atrial systole increases the blood flow into the ventricles by എത്ര ശതമാനം റൈസ് ഉണ്ടാവും ബ്ലഡ് ഫ്ലോയ്ക്ക്? എത്ര പെർസെൻറ്റേജ് റൈസ് ആയിരിക്കും ബ്ലഡ് ഫ്ലോയ്ക്ക് ഉണ്ടാവുക when the blood is moving after atrial systole? എത്രയാണ് വരിക? ആൻസർ ഈസ് 30% റൈസ് ഇൻ ദ ബ്ലഡ് ഫ്ലോ ആണ് അവിടെ സംഭവിക്കുക. ആൻസർ ഇസ് 2. ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെൽ ട്രെയിൻഡ് അത്ലറ്റ്സ്. ഒരു വെൽ ട്രെയിൻഡ് അത്ലറ്റിൻ്റെ ബോഡിയുടെ ഫിസിക്കിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഹാർട്ടിന് കാർഡിയോവാസ്കുലർ എക്സസൈസ് കൊടുക്കുമ്പോൾ നോർമലായി അവർ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ അവർ അത്ലറ്റിക് ആക്ടിവിറ്റി ചെയ്യാതിരിക്കുന്ന സമയത്ത് അവരുടെ ഹാർട്ട് റേറ്റ് എന്തായിരിക്കും? റെസ്റ്റിങ്ങിൽ ബ്രാഡികാർഡിയ ആയിരിക്കും, കുറവായിരിക്കും. ഹാർട്ട് റേറ്റ് കുറയുന്നു, പക്ഷേ എന്ത് പറ്റും? ഇവരുടെ സ്ട്രോക്ക് വോളിയം കൂടുതലായിരിക്കും. കാരണം ഹാർട്ടിൻ്റെ കോൺട്രാക്റ്റിലിറ്റി കൂടും. അതനുസരിച്ച് എത്രമാത്രം ബ്ലഡിനെ അതിന് പിഴിഞ്ഞ് വെളിയിലേക്ക് കളയാൻ പറ്റും അത് കൂടും. അപ്പോൾ ഇത് രണ്ടും, ഒരെണ്ണം കുറയുന്നു ഒരെണ്ണം കൂടുന്നു. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് ആസിച്ച് എന്ത് ചെയ്യുന്നു? പിന്നെയും നോർമലായിട്ടിരിക്കും. കാരണം ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറഞ്ഞ് എന്ത് ചെയ്യുന്നു? അതിനൊന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം സ്ട്രോക്ക് വോളിയം കൂടുന്നു, പക്ഷേ കാർഡിയാക് ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് അൺചേഞ്ച്ഡ് ആയിരിക്കും. ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഇസ് 4. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഡ്യൂറിങ് കാർഡിയാക് സൈക്കിൾ? കറക്റ്റ് ആയിട്ടുള്ളത് കാർഡിയാക് സൈക്കിളിന്റെ സമയത്തുള്ളതാണ്. The volume of blood received by aorta and pulmonary artery is different. ആലോചിച്ചോടാ, അയോട്ടയിലേക്കും പൾമിനറി ആർട്ടറിയിലേക്കും ഹാർട്ടിന്റെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ പോകുന്ന ബ്ലഡ് ഒരിക്കലും ഡിഫറെൻ്റ് അല്ല. സ്ട്രോക്ക് വോളിയം ഇസ് ദ സെയിം. ദിസ് ഈസ് റോങ്. The volume of blood received by each atria is different. രണ്ട് ഏട്രിയയും റിസീവ് ചെയ്യുന്ന ബ്ലഡ് ഡിഫറെൻ്റ് ആണ്. Again, like their volumes are almost similar. So this is wrong. Okay. Bradycardia means decrease in heart rate and tachycardia means increase in heart rate. Okay. The volume of blood pumped out by right and left ventricle is the same. രണ്ടും സെയിം ആണ്. റൈറ്റ് വെൻട്രിക്കിൾ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നും പോകുന്ന ബ്ലഡിന്റെ വോളിയം സെയിം ആണ്. സോ ദ ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26, ചൂസ് ദ കറക്റ്റ് മാച്ച്. അപ്പം നമ്മൾ ഇനി നോക്കുന്ന ECGയിലെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് വായിക്കാം. കറക്റ്റ് മാച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമുക്ക് PQRS കോംപ്ലെക്സ്, T വേവ്. പി എന്ന് പറയുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. പക്ഷേ ലെഫ്റ്റ് ഏട്രിയൽ മാത്രമല്ല, ബോത്ത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. ദിസ് ഈസ് റോങ്. QRS എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഓഫ് ബോത്ത് വെൻട്രിക്കിൾ ആണ്, വിച്ച് ഇസ് റൈറ്റ്. ആൻസർ ഇസ് 2. Question number 27. Again ECG question. Diagrammatic representation of ECG കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ABCDE എന്നാണ് അവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് PQRS കോംപ്ലക്സുകളെ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിലെ ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുക. A എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആണ്. ദാറ്റ് ഇസ് റൈറ്റ് അല്ലേ? A എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആണ്, കറക്റ്റ് ആണ്. E എന്ന് പറയുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണെന്നാണ്. ഈ ഇലക്ട്രിക്കൽ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. സോ ദ ആൻസർ ഇസ് 1, കറക്റ്റ് ആണ്. ഓക്കെ, ഫൈൻ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ബൈ കൗണ്ടിങ് നമ്പർ ഓഫ് BCD കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാം. അതെ, ഒരു മിനിറ്റിൽ നമ്മൾ എത്ര BCD ഉണ്ടോ, എത്ര വെൻട്രിക്കുലർ സിസ്റ്റോൾ സംഭവിക്കുന്നോ അതാണ് ഹാർട്ട് ബീറ്റ്. അപ്പം അതും കറക്റ്റ് ആണ്. കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ബി കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞാണ് വെൻട്രിക്കിൾ സിസ്റ്റോൾ സംഭവിക്കുന്നത്. ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് സിസ്റ്റോൾ. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ റൈറ്റ്. സോ ദ ആൻസർ ഇസ് 4. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 28. Which of the following
correctly explains a phase or event in cardiac cycle in standard electrocardiogram. അപ്പോൾ നമുക്ക് നോക്കാം. correctly explain ആണ് again. QRS complex indicate ventricular depolarization. അത് കറക്റ്റ് ആണ് അല്ലേ? അത് തന്നെ കറക്റ്റ് ആണ്. QRS indicates atrial contraction തെറ്റാണ്. ബാക്കിയുള്ളതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഫസ്റ്റ് തന്നെ കറക്റ്റ് ആണ് ഓപ്ഷൻ. ആൻസർ ഇസ് 1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30. What would be the heart rate of a person? അപ്പോൾ ഇതൊരു കൊച്ചു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഹാർട്ട് റേറ്റ് ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കാർഡിയാക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ലിറ്റേഴ്സ് ആണ്. 5 ലിറ്റേഴ്സ് ആണ്. 5 ലിറ്റർ എന്ന് പറയുമ്പോൾ 5000 ml എന്ന് നമുക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം ആണ്. ഇവിടെ സ്ട്രോക്ക് വോളിയത്തിന് അവർ പറഞ്ഞിട്ടുണ്ട് വെൻട്രിക്കിൾ അറ്റ് ദ എൻഡ് ഓഫ് ഡയസ്റ്റോൾ 100 ml ആണ്, എൻഡ് ഓഫ് സിസ്റ്റോൾ 50 ml ആണ്. അപ്പം ഡയസ്റ്റോൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ 100 ml, അതിൽ 50 ml എന്ത് ചെയ്യുന്നുണ്ട്? അത് പുഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുഷ് ഔട്ട് ചെയ്യുന്നത് 50 ml, ബാക്കി കിടക്കുന്നത് 50 ml. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് വോളിയം ഇവിടെ വരുന്നത് 50 ml ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹാർട്ട് റേറ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 5000 ml ആണ് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട്. അത് വെച്ച് ഹാർട്ട് റേറ്റ് എത്രയാണ് വരിക? 100 ബീറ്റ്സ് എന്നാണ് വരിക പെർ മിനിറ്റ്, വിച്ച് ഇസ് ആൻസർ ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? ഇനി ഡബിൾ സർക്കുലേഷൻ, പോർട്ടൽ സിസ്റ്റം, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറി. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഫാസ്റ്റസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫാസ്റ്റസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സം ഇൻജെക്റ്റബിൾ മെറ്റീരിയൽ or medicine with no risk of any kind. നമ്മൾ ഏത് പാർട്ടിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഫാസ്റ്റായി മൂവ് ചെയ്യുന്നത്, എന്നാൽ ഒരു പ്രോബ്ലമാറ്റിക് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഹാമും റിസ്ക്കും ഇല്ലാതെ മൂവ് ചെയ്യുന്ന, ഇൻജെക്ട് ചെയ്യാനുള്ള ഏത് കണ്ടീഷനിലാണ്, ഏതിലാണ് നമുക്ക് വരിക? വെയിൻസ്. ആൻസർ ഇസ് 1 വെയിൻ. ആർട്ടറീസ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മെറ്റീരിയലിനെ മൂവ് ചെയ്യുന്നതെങ്കിലും ആർട്ടറിയിലുള്ള ഇഞ്ചെക്ഷൻസ് റിസ്കിയർ ആണ്. ഓക്കെ, അവിടെ പ്രഷറിലാണ്. ആർട്ടറിയിൽ നിബ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവാം. പ്രഷറിലാണ് ബ്ലഡ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് പിന്നെ അത് ഹാർട്ടിൽ നിന്ന് മറ്റു പാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് ക്ലോട്ടിങ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഏതെങ്കിലും പാർട്ടിൽ എന്ത് ചെയ്യാം? ഈ ഇൻജെക്റ്റബിൾ മെറ്റീരിയൽസ് ഒക്കെ ചെന്ന് ക്ലോഗ് ചെയ്യാം കാപ്പിലറീസിൽ. അപ്പോൾ അതെന്തുകൊണ്ടും നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളത് വെയിൻസ് ആണ്. ആൻഡ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആർട്ടറി ആണെങ്കിലും സേഫ്റ്റി നോക്കുമ്പോൾ വെയിൻ ആണ് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33. ഇതേ നമുക്ക് 2 ഡയഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. എയും ബിയും കൊടുത്തിരിക്കുന്നു. കറക്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യണം. എ ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട്. ഇതിൽ എ എന്താണെന്ന് ആദ്യം നോക്കാം. തിന്നായിട്ടുള്ള ഒരു എന്താണ് നമ്മുടെ ബ്ലഡ് വോൾ ആണുള്ളത്, ബ്ലഡ് വെസലിന്റെ വോൾ ആണ്. സോ ദിസ് ഇസ് എ വെയിൻ, ദിസ് ഇസ് എ ആർട്ടറി. അതാദ്യം എഴുതിയാൽ പിന്നെ നമുക്ക് എല്ലാം വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ബി ഹാസ് തിൻ ട്യൂണിക്ക മീഡിയ. തെറ്റാണ്. ആർട്ടറിക്ക് തിക്ക് ട്യൂണിക്ക മീഡിയ ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ മോസ്റ്റ്ലി ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. വെയിൻ അല്ല, ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇനി എ ക്യാരീസ് ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ട്. കറക്റ്റ് ആണ്. പക്ഷേ ബി ഹാസ് തിൻ ട്യൂണിക്ക മീഡിയ, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. വെയിൻ സൂപ്പർഫിഷ്യലി ലൊക്കേറ്റഡ്. നമ്മൾ ഈ ബ്ലൂ കളറിലൊക്കെ കാണുന്നത് വെയിനുകളാണ് അല്ലേടാ, സൂപ്പർഫിഷ്യലി ലൊക്കേറ്റഡ് വെയിൻസ് ആണ്. ആൻഡ് ഹൈ പ്രഷറിൽ ബ്ലഡ് പോകുന്നത് ആർട്ടറി വഴിയാണ്. സോ ദ ആൻസർ ഇസ് 4th ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 34 ഒരു ഡബിൾ സർക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഹാസ് ബീൻ ഡിപ്പിക്റ്റഡ് ഇൻ ദ ഫിഗർ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എ എന്താണ്? എ എന്ന് പറയുന്നത് അയോട്ടയാണ് അല്ലേടാ. ഇനി ബി എന്ന് പറയുന്നത് വീനക്കാവയാണ്. സി എന്ന് പറയുന്നത് പൾമിനറി ആർട്ടറി ആണ്. ഡി എന്ന് പറയുന്നത് പൾമിനറി വെയിൻ ആണ്. ഇനി നമുക്ക് നോക്കാം. ബ്ലഡ് വെസൽ ബി ഹാസ് തിന്നർ വോൾ ആൻഡ് നാരോ ലൂമൻ. ബി എന്ന് പറയുന്നത് തിന്നർ വോളും നാരോ ലൂമനുമാണ്. നാരോ ലൂമൻ അല്ല, വൈഡ് ലൂമൻ ആണ് വരിക അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ബ്ലഡ് വെസൽ എ ഹാസ് ദ തിക്ക് ട്യൂണിക്ക മീഡിയ ആണ്, അയോട്ടയാണ്, ആർട്ടറി ആണ്. ആൻഡ് ബ്ലഡ് ഈസ് റിച്ച് ഇൻ ഓക്സിജൻ. അപ്പോൾ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ 2 അയോട്ടയാണ് കറക്റ്റ് വന്നിരിക്കുന്നത്. നൗ
നമ്മൾ ലാസ്റ്റ് പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം പാത്വേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാർഡിയാക് ആക്ടിവിറ്റി കുഡ് ബി മോഡറേറ്റഡ് ബൈ ഓട്ടോണോമസ് ന്യൂറൽ സിസ്റ്റം. ടിക്ക് ദ കറക്റ്റ് ആൻസർ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയിനെസ് എങ്ങനെ മോഡറേറ്റ് ചെയ്യും? ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് ആൻഡ് സ്ട്രോക്ക് വോളിയം. ഇല്ല, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഡിക്രീസ് ചെയ്യാണ് ഹാർട്ട് റേറ്റും സ്ട്രോക്ക് വോളിയവും. തെറ്റാണ്. സിമ്പത്തറ്റിക് സിസ്റ്റം ഡിക്രീസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് ബട്ട് ഇൻക്രീസ് സ്ട്രോക്ക് വോളിയം. തെറ്റാണ്. സിമ്പത്തറ്റിക് സിസ്റ്റം ഹാർട്ട് റേറ്റും കൂട്ടും സ്ട്രോക്ക് വോളിയവും കൂട്ടും. അഡ്രിനാലിൻ്റെ സെയിം എഫക്റ്റ് ആണ്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഡിക്രീസ് ദ ഹാർട്ട് റേറ്റ് ബട്ട് ഇൻക്രീസ് ദ സ്ട്രോക്ക് വോളിയം. അതും തെറ്റാണ്. ഹാർട്ട് റേറ്റും സ്ട്രോക്ക് വോളിയം ഒന്നിച്ചാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. Finally, sympathetic system increase the heart rate and the stroke volume. So the answer is 4. 36. How do parasympathetic neural signals affect the working of heart? Parasympathetic എങ്ങനെയാണ് ഹാർട്ടിന്റെ വർക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്നത് നോക്കാം. ഹാർട്ട് റേറ്റ് ഇസ് ഇൻക്രീസ്ഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് കാർഡിയാക് ഔട്ട്പുട്ട്. തെറ്റാണ്. ഡിക്രീസ് ആണ് ചെയ്യുക. ഹാർട്ട് റേറ്റ് ഇസ് ഡിക്രീസ്ഡ് ബട്ട് കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ്. അതും തെറ്റാണ്. ഹാർട്ട് റേറ്റ് കുറഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി കുറയും. Both heart rate and cardiac output will decrease, so the answer is 3. Cardiac output കുറയും. അപ്പോൾ പാരാസിമ്പത്തറ്റിക് വരുമ്പോൾ സ്ട്രോക്ക് വോളിയം കുറയും, ഹാർട്ട് റേറ്റ് കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. സിമ്പത്തറ്റിക് വരുമ്പോൾ സ്ട്രോക്ക് വോളിയം കൂടും, ഹാർട്ട് റേറ്റ് കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 37. മാച്ച് ദ ഫോളോയിങ് ആണ്. കാർഡിയാക് ഡിസോർഡറും കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് ഇസ് നോട്ട് പമ്പിങ് ബ്ലഡ് എഫക്റ്റീവ്ലി. 1C ആണ് വരിക. 1C വരുന്ന 2 ഓപ്ഷൻസ്. ഓക്കെ. അപ്പം ഞാൻ ആദ്യം നോക്കുള്ളൂ. 2 അവർ ഡിയും എയും കൊടുത്തിട്ട്. അപ്പോൾ 2 നോക്കാം. ആൻജീന എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ്. ഡി ആണ് വരിക. സോ ആൻസർ ഇസ് 2. ഓക്കെ. ഇനി ആർത്തറോസ്ക്ലിറോസിസ് നാരോയിങ് ഓഫ് ആർട്ടറീസ് ആണ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് കാൽസ്യം, ഫൈബ്രിൻ ആൻഡ് ഓൾസോ കൊളസ്ട്രോൾ. ഹൈപ്പർ ടെൻഷൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആണ്. എങ്ങനെ മാച്ച് ഫോളോയിങ് സ്പീഡിന് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ. ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു കൊറോണറി ആർട്ടറി ഡിസീസ്? ഓൾസോ കോൾഡ് ആസ് ആർത്തറോസ്ക്ലിറോസിസ്. കറക്റ്റ് ആണ്. Cause deposition of calcium, fat, cholesterol, fibrous tissue on the wall of artery. Correct ആണ്. Reduce blood supply to the myocardium. ഇതിങ്ങനെ ഡെപ്പോസിറ്റ് വന്ന ഹാർട്ടിന്റെ മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. And answer is all of this. Answer option 4. Question number 39. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. Artificial pacemaker is implanted subcutaneously and connected to the heart of the patient by. Okay. എന്ത് കണ്ടീഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഫറിങ് ഫ്രം ആർത്തറോസ്ക്ലീറോസിസ്. ആർത്തറോസ്ക്ലീറോസിസ് ഉള്ള ഒരാളുടെ ബ്ലോക്കിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ആ സമയത്ത് നമ്മൾ ഒരു പേസ് മേക്കർ വെച്ച് ഹാർട്ടിനെ പമ്പ് ചെയ്യിച്ചിട്ട് കാര്യമില്ല. വിത്ത് ഇറഗുലാരിറ്റി ഇൻ ദ ഹാർട്ട് റിതം. ഹാർട്ട് റിതത്തിന് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു പേസ് മേക്കർ വെച്ച് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ റിതം നോർമലൈസ് ചെയ്യും. ഓക്കെ അല്ലേ? ആൻഡ് ഫൈനലി നമ്മൾ ഏറ്റവും ലാസ്റ്റായി കുറച്ച് അസേർഷൻ റീസൺസ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ക്വിക്ക് അസേർഷൻ റീസൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓൾറെഡി അറിയാം. അസേർഷൻ റീസണിന്റെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആർ റൈറ്റ് ആൻഡ് എ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആൻഡ് ബി ആർ റൈറ്റ് ബട്ട് നോട്ട് ദി എക്സ്പ്ലനേഷൻ. അടുത്ത് നമ്മൾ നോക്കുന്നത് തേർഡ് എന്ന് പറയുന്നത് അസേർഷൻ ഈസ് റൈറ്റ്, റീസൺ ഈസ് ഫോൾസ്, ആൻഡ് ഫോർത്ത് ഈസ് റീസൺ ഈസ് റൈറ്റ്, അസേർഷൻ ഈസ് ഫോൾസ്. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീനസ് ഹാർട്ട് ഈസ് ഫൗണ്ട് ഇൻ ഫിഷസ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വീനസ് ഹാർട്ടാണുള്ളത്. ഇനി എന്തുകൊണ്ട് വീനസ് ഹാർട്ടാണ്? കാരണം നമ്മളറിയാം അതിന് വീനസ് ഹാർട്ട് എന്ന് പറയുന്നത് അതിലേക്ക് എപ്പോഴും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മാത്രമാണ് പോകുന്നത്. only deoxygenated blood passes through the heart. നിങ്ങൾ 1-ൽ പോവോ 2-ലേക്ക് പോവോ? ആൻസർ ഇസ് 1. നമ്മൾ അസേർഷൻ റീസണിൽ 1 and 2 ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ പ്രോപ്പർലി സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ആദ്യമോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആണെന്ന് കണ്ടാൽ 1 or 2 ആണ് നിങ്ങളുടെ ഡൗട്ട് വരിക. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനെ എന്ത് മാത്രം
സെക്കൻഡ് ക്ലോസ് ചെയ്ത ശേഷം ഫസ്റ്റ് മാത്രം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചു നോക്കുക. വീനസ് ഹാർട്ട് ഈസ് ഫൗണ്ട് ഇൻ ഫിഷസ്. എന്തുകൊണ്ട് വീനസ് ഹാർട്ട് എന്ന് പറയുന്നു? കാരണം അതിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് പോകുന്നത്. സോ ഇഫ് യു ആർ കമ്മിങ് ടു ദ സെയിം റീസൺ ദെൻ ഇറ്റ് ഈസ് 1, അതർവൈസ് ഇറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 വന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഈസ് ഫൗണ്ട് ഇൻ aves ആൻഡ് mammals. ആണല്ലോ, ഏവ്സിലും മാമൽസിലും കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്. ബ്ലഡ് പാസസ് ത്രൂ ദ ഹാർട്ട് ട്വൈസ് ടു കംപ്ലീറ്റ് 1 സർക്യൂട്ട്. അല്ലേ, ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ട്വൈസ് എന്ത് ചെയ്യണം? ബ്ലഡ് പാസ് ചെയ്യണം ഹാർട്ടിലൂടെ. ആ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഡബിൾ സർക്കുലേഷൻ ആണെന്ന് പറയാൻ കാരണം തന്നെ 2 പ്രാവശ്യം ബ്ലഡ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ദ ആൻസർ ഇസ് 1. ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഡബിൾ മെംബ്രെയിനസ് ബാഗ് കോൾഡ് എസ് പെരികാർഡിയം. കറക്റ്റ് ആണ് അല്ലേ? ഹാർട്ട് ഈസ് മയോജനിക് ടിഷ്യൂ. ഹാർട്ട് മസിൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഇനി പറയും ഇത് 1 or 2 ആണോ? 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിലും പെരികാർഡിയവുമായി ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബേസോഫിൽ പ്രൊമോട്ട്സ് ഇൻഫ്ലമേഷൻ. ബേസോഫിൽ ഇൻഫ്ലമേഷൻ പ്രൊമോട്ട് ചെയ്യും. കറക്റ്റ് ആണ്. ബേസോഫിൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ. കറക്റ്റ് ആണ്. ഇനി ആലോചിക്കാം, എങ്ങനെയാണ് ബേസോഫിൽ ഇൻഫ്ലമേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ വായിച്ച ബേസോഫിൽ പ്രൊമോട്ട് ഇൻഫ്ലമേഷൻ. ഹൗ? ബിക്കോസ് ഇറ്റ് റിലീസസ് ഹിസ്റ്റമിൻ. സോ ദ ആൻസർ ഇസ് 1. സ്റ്റക്കാണോ? എല്ലാവർക്കും സ്റ്റക്കാണോ? അയ്യോ, സെറ്റായോ? ഓക്കെ ആണ്. So we are going to the next question. One of the primary function of eosinophil is to reduce inflammation. ആണോ? ഈസ്നോഫിലിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ ടു ഹെൽപ്പ് ഇൻ എന്താണ്? ഇൻഫ്ലമേഷൻ ആണ്. സോ ദിസ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഈസ്നോഫിൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ. അത് കറക്റ്റ് ആണ്. സോ അസർഷൻ ഈസ് റോങ്, റീസൺ ഈസ് ട്രൂ. ഹിയർ ദ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. Okay. Eosinophil secretes histamine, which is correct. 42. Okay. Anoda. അല്ല, they are fragments of megakaryocyte. മൈക്രോകാരിയോസൈറ്റ് അല്ല, മെഗാകാരിയോസൈറ്റ്. വലിയ ന്യൂക്ലിയസ് ഉള്ള എന്താണ്? കാരിയോസൈറ്റ്. ബിഗ് ന്യൂക്ലിയസ് ഉള്ള സെൽസ്. സ്റ്റക്കായി വീണ്ടും. സോ ദാറ്റ് ഇസ് റോങ്. അപ്പം അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. അഗെയിൻ ദ ആൻസർ ഗോസ് ടു 3. ഓക്കെ, ആൻസർ ഇസ് 3. അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാണ്. ഹിസ്റ്റമിൻ ഈസ് സെക്രീറ്റഡ് ബൈ ബേസോഫിൽ ആൻഡ് ഈസ്നോഫിൽ. ഈസ്നോഫിൽ ഹിസ്റ്റമിൻ മാത്രം സെക്രീറ്റ് ചെയ്യും. ബേസോഫിൽ ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ 3 കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹിസ്റ്റമിൻ സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇസ്നോഫിൽസ് നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ. NCERT-യിലുണ്ട്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്ററിലാണ് അത് ക്ലിയർ ആയി കൊടുത്തിട്ടുള്ളത്. അലർജിക് റിയാക്ഷനിൽ നമ്മൾ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നില്ലേ, അതാരാ? ഇസ്നോഫിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. O group individuals are called as universal donor. A person with O group have no antibodies on their plasma. അത് തെറ്റാണ്. They have no antigens on their RBC. Antibodies ഉണ്ട്. So A is correct, B is wrong. The answer option is 3. Okay. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. The final question. A person with AB positive blood group is called as universal recipient. ആണല്ലോ, AB പോസിറ്റീവിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആന്റിബോഡീസ് ഇല്ല, അല്ലേ? The person
are without any antigen on RBC. തെറ്റാണ്. They have no antibodies on the plasma, but they have antigens on the RBC. Answer is 3. So that's it. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഓർഡറിലാണ് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അസേർഷൻ റീസൺസും ചെയ്തു. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. സോ സി യു വിത്ത് അനദർ സെക്ഷൻ ഓഫ് വൺ ഷോട്ട് സീരീസ്. ബൈ. ഇനി നിങ്ങളെ കാണാൻ സുദർശൻ സാർ വരുന്നുണ്ട്. ആരും ലീവ് ചെയ്യരുത്. സാറിൻ്റെ കെമിസ്ട്രി ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു. Is it started? Live, right? Hello മക്കളെ, വെൽക്കം ടു ദ ക്ലാസ്. എൻ്റെ എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയല്ലോ. ഒരു ലവ് ഇട്ടേടാ മക്കളെ, ഒരു തംസപ്പ് ഇട്ടേടാ മക്കളെ ചാറ്റ് ബോക്സിൽ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു ലവ് ഇട്ടേടാ, ഒരു തംസപ്പ് ഇട്ടേടാ, ഒരു തീ ഇട്ടേടാ. എനിക്കറിയാം എല്ലാവരും വിശന്നൊക്കെ ഇരിക്കുകയാണെന്ന്, സാറും വിശന്നിരിക്കുകയാണ്. പക്ഷെ നമുക്കിന്ന് കുറേ പണിയുണ്ട്. അപ്പോൾ ആ പണിയൊക്കെ തീർത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലവ് ഇടൂ, ഫയർ ഇടൂ, ഹാർട്ട് ഇടൂ, എന്ത് വേണമെങ്കിലും ഇട്ടോളൂ. മേക്ക് ഷുവർ ദാറ്റ് ദ ചാറ്റ് ബോക്സ് ഇസ് ഓൺ ഫയർ. അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മക്കളെ. നമുക്ക് ഉടനടി തന്നെ ക്ലാസ് തുടങ്ങാം, അധികം വൈകിപ്പിക്കുന്നില്ല. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാനിത് ഓൾറെഡി ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടതാണ് ഇതിനെക്കുറിച്ച്. നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജസ് വരുന്നുണ്ട്, സാറേ GIB എഴുതണോ എന്ന്. ഇനി ആരെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ എല്ലാത്തിനും വീട്ടിൽ വന്ന് പണിഷ് ചെയ്യും. ഓക്കെ, വീട്ടിൽ വന്ന് ഇടിക്കും ഞാൻ. GIB എക്സാം എല്ലാവരും എഴുതണം മക്കളെ. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മക്കളെ. ഓക്കെ, ടു പ്രിപ്പയർ ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജിലേക്ക് എത്താനുള്ള പ്രിപ്പറേഷന് വേണ്ടി ഏറ്റവും നല്ല മോക്ക് ടെസ്റ്റ് സീരീസാണ് മക്കളെ. സോ ദയവ് ചെയ്ത് ആ ഒരു ചോദ്യം ഇനി നിങ്ങൾ ചോദിക്കരുത്. ഇന്ന് എന്തായാലും GIB എഴുതണം. ഓക്കെ മക്കളെ, ഫൈൻ. അപ്പം നമുക്ക് നേരെ ക്ലാസ് തുടങ്ങാം മക്കളെ. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അറിയാലോ മക്കളെ. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് അറിയാലോ? സൊല്യൂഷൻസ്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഈസ് നത്തിങ് ബട്ട് സൊല്യൂഷൻസ്. ഓക്കെ, സാർ എവിടെയാണ് മക്കളെ? ഞാനിവിടെ ബാംഗ്ലൂർ ഓഫീസിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആകെ ഡിഫറെൻറ്റ്. ഇപ്പോൾ TV സ്ക്രീനിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെ സാധാരണ പോലത്തെ അല്ല ഇവിടെ ക്ലാസ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ TV-യിലാണ് കിടക്കുന്നത്. സോ അതൊന്നും നമുക്ക് വിഷയമല്ല. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം മക്കളെ. സൊല്യൂഷൻസ് ചാപ്റ്റർ എസ്പെഷ്യലി ഫോർ നീറ്റ് സ്റ്റുഡൻസ്. ഞാനൊരു കാര്യം പറയട്ടെ, നീറ്റ് സ്റ്റുഡൻസിന് സൊല്യൂഷൻസ് ചാപ്റ്റർ എപ്പോഴും ഒരു പണിയാണ്. ഓക്കെ, ഭയങ്കര ടഫായത് കൊണ്ടല്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കോൺസെപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കാൽക്കുലേഷൻസ് അവിടെയാണ് പണി വരുന്നത്. അപ്പോൾ ആ ന്യൂമറിക്കൽസ് എന്ത് വന്നാലും നിങ്ങൾ സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ട്രിക്സ് ആൻഡ് ടെക്നീക്സ് ഒക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബാറ്റിൽ. എല്ലാവരും നോക്കിയാൽ മക്കളെ, സൊല്യൂഷൻസിൽ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് സോല്യുബിലിറ്റി. എന്താണ് സോല്യുബിലിറ്റി മക്കളെ? ഇറ്റ് ഈസ് എ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് that can be dissolved in a solvent at a given temperature. Maximum concentration of a solute that can be dissolved in a particular solvent at a given temperature. At a given temperature എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം solubility depends on temperature. അല്ലേ? ഇപ്പം നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ml വെള്ളം എടുക്കുകയാണ്, അതിൽ ഉപ്പ് ഇടുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഉപ്പ് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് താഴത്തോട്ട് പോകും. അത് സോലിബിലിറ്റി എത്തിയതുകൊണ്ടാണ്, മാക്സിമം എമൗണ്ട് എത്തിയതുകൊണ്ടാണ്. എന്നാൽ ഞാനത് ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ സോലിബിലിറ്റി കൂടുകയും ചെയ്യും. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. സോലിബിലിറ്റി ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. അല്ലേ മക്കളെ? ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്.
ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. എന്താണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് മക്കളെ? വാട്ട് യു മീൻ ബൈ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്? നമുക്കറിയാം ഒരു പോളാർ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ, ഒരു പോളാർ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ അത് കല്യാണം കഴിക്കാൻ പോകുന്നത് എപ്പോഴും ഒരു പോളാർ സോൾവെന്റിനെ ആയിരിക്കും. അത് കല്യാണം കഴിക്കാൻ പോകുന്നത് എപ്പോഴും ഒരു പോളാർ സോൾവെന്റിനെ ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഒരു നോൺ പോളാർ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ ഒരു നോൺ പോളാർ സോൾവെന്റിനെയാണ് കല്യാണം കഴിക്കാൻ പോവുക അല്ലേ? കല്യാണം കഴിക്കാന്ന് ഉദ്ദേശിച്ചത് ഡിസോൾവ് ആവാൻ പോവുക അല്ലേ? അതായത് പോളാർ സൊല്യൂട്ട് ഡിസോൾവ്സ് വെൽ ഇൻ പോളാർ സോൾവെന്റ്സ്. കാര്യം അവരുടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് സിമിലർ ആണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് സിമിലർ ആണെങ്കിൽ സൊല്യൂട്ടിന് സോൾവെന്റ് ആയിട്ട് ഈസിലി ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഒരു പോളാർ സോൾവെന്റും നോൺ പോളാർ സൊല്യൂട്ടും എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കല്യാണം പെട്ടെന്ന് നടക്കില്ല. ജഗട അല്ലേ? കാര്യം എന്താണ്? അവരുടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഡിഫറെന്റ് ആണ്. ഒരാൾ പോളാർ ആണ്, മറ്റാൾ നോൺ പോളാർ ആണ്. അല്ലേടാ കൂട്ടാ? നെക്സ്റ്റ്, നമ്മൾ സോലിബിലിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. വൺ ഇസ് സോളിഡ് ഇൻ ലിക്വിഡ്, നെക്സ്റ്റ് ഇസ് ഗ്യാസ് ഇൻ ലിക്വിഡ്, മൂന്നാമത്തേത് ലിക്വിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് ഇൻ ലിക്വിഡ്. ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. മക്കളെ, ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. സർ, ഈ നോട്ട്സ് എഴുതിയത് കണ്ടോ? അതായത് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ഒരു പോയിന്റ്, ഒരു ഹെഡിങ്, അതിന് താഴത്ത് അത് സംബന്ധിച്ചിട്ടുള്ള, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നീക്കാണ് മക്കളെ. അതായത് നമ്മൾ സ്ലൈഡ് കാണുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ ആക്ച്വൽ കണ്ടന്റ് കാണുമ്പോൾ, സ്ലൈഡ് കാണുമ്പോൾ, നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ആക്ച്വലി സ്ലൈഡ് കാണുമ്പോൾ അതിൽ കുറേ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഡെഫിനേഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ അത് നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള ഏർപ്പാടാണ്. എല്ലാ സെൻറ്റൻസും വായിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള ഏർപ്പാട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുക, ഏറ്റവും ബെസ്റ്റ് ആ പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുക, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോക്കി എഴുതുക. അല്ലാണ്ട് മൊത്തമായിട്ട് എഴുതാൻ നിൽക്കല്ലേടാ കുട്ടന്മാരെ. ഓക്കെ, എല്ലാവരും നോക്കുക. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് വിച്ച് ഇസ് സോളിഡ് plus a solvent which is in liquid will form a solution which is aqueous. A solute which is solid plus a solvent which is liquid will form a solution which is aqueous. അല്ലേ? മാക്സിമം കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം ആയിട്ട് മാറും. മാക്സിമം കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം ആയിട്ട് മാറും അല്ലേ? സോളിഡ് പ്ലസ് ലിക്വിഡ് ഗിവിംഗ് യു അക്വസ്. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ അക്വസ് എന്നാണല്ലോ വിളിക്കുക. ഇപ്പൊ NaCl സോളിഡ് പ്ലസ് വാട്ടർ ലിക്വിഡ് ഗിവിംഗ് യു NaCl അക്വസ് അല്ലേ മക്കളെ? ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റിയ പോയിന്റ് ഏതൊക്കെയാ? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, S increases. S എന്ന് വെച്ചാൽ എന്താ? സോലിബിലിറ്റി കിട്ടിയ ഒരു ചിന്ന സിമ്പിൾ ആണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, S increases, സോലിബിലിറ്റി ഇൻക്രീസസ്. എപ്പോ? ഫോർ എൻഡോതേർമിക് റിയാക്ഷൻസ്. എൻഡോതേർമിക് റിയാക്ഷൻസിന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അതെന്തുകൊണ്ടാ? കാര്യം എൻഡോതേർമിക് റിയാക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. അതായത് കൂടുതൽ ഡിസൊല്യൂഷൻ നടക്കും. ലോജിക്കാണ്. കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ച കാര്യം നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി ഡിക്രീസ് ആവും. എപ്പോ? എക്സോതേർമിക് റിയാക്ഷൻസിന്. കാര്യം നിങ്ങൾക്കറിയാം, എക്സോതേർമിക് റിയാക്ഷൻസിന് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. അതായത് ഡിസോൾവ് ആയിട്ടിരിക്കുന്ന സൊല്യൂട്ട് പുറത്തേക്ക് ചാടി വരും എക്സോതേർമിക് റിയാക്ഷൻസിന്. അപ്പൊ ഈ പോയിന്റ് ഒക്കെ തിയററ്റിക്കൽ പോയിന്റ്സ് ആണ്, ഓർത്ത് വെക്കുക മക്കളെ. നെക്സ്റ്റ്, നോ ഇഫക്റ്റ് ഓഫ് പ്രഷർ. എന്തുകൊണ്ടാണ് ഇഫക്റ്റ് ഇല്ലാത്ത? സോളിഡ് ഇൻ ലിക്വിഡ് ഇക്വിലിബ്രിയത്തിന് ഈ പ്രഷറിന് ഒരു പങ്കുമില്ല. കാര്യം എന്താ? എടാ, ഇക്വിലിബ്രിയത്തിലും എൻ്റെ പൊന്നുകുട്ടന്മാരെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഗ്യാസസ് ഇൻവോൾവ് അല്ലെങ്കിൽ പ്രഷർ ഡസ് നോട്ട് പ്ലേ എ റോൾ. ഗ്യാസസ് ഇൻവോൾവ് അല്ലെങ്കിൽ പ്രഷർ ഡസ് നോട്ട് പ്ലേ എ റോൾ. അപ്പൊ ഇതും ഒരു ഇക്വിലിബ്രിയം തന്നെയാണ് അല്ലേ? എല്ലാം റിലേറ്റ് ചെയ്ത് സാറ് പറഞ്ഞു തന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ് കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗ്യാസ് ഇൻ ലിക്വിഡ് നോക്കാം. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ദ സോലിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്. എന്ത് ടൈപ്പ് ഗ്യാസ് ആണ് എന്ത് സോൾവെന്റിലാണ് ഇടുന്നത്. ഫോർ എക്സാമ്പിൾ O2 in H2O, സോലിബിലിറ്റിയുടെ ഒരു വാല്യൂ ഉണ്ടാവും.
CO2 in H2 വേറെ വാല്യൂ ആയിരിക്കും. O2 in അമോണിയയ്ക്ക് വേറെ വാല്യൂ ആയിരിക്കും. CO2 in അമോണിയയ്ക്ക് വേറെ വാല്യൂ ആയിരിക്കും. So it depends on nature of the gas and the liquid. ഏത് solubility depends on the nature of the gas and the liquid. Temperature. How does temperature affect solubility? Solubility is inversely proportional to temperature. Solubility is inversely proportional to temperature. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കുറയുന്നു. എങ്ങനെ അറിയാം? കൊക്കക്കോള കുടിച്ചിട്ടില്ലേ മക്കളെ? കൊക്കക്കോള നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ എന്ത് പറ്റുന്നു? അതിൻ്റെ ഫിസ് പോകുന്നു. എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? അതിൽ അലിഞ്ഞു കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. അങ്ങനെ ഫിസ് പോവും. അങ്ങനെ കൊക്കക്കോള നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് കൊക്കക്കോള എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയുന്നത്, അല്ലേ മക്കളെ? നെക്സ്റ്റ്, പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ പ്രഷർ ഇൻക്രീസസ് സോലിബിലിറ്റി ഇൻക്രീസസ്. ഏത് ഗ്യാസ് ആൻഡ് ലിക്വിഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രഷർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കൂടും. അതെങ്ങനെയാണ് ഇക്വിലിബ്രിയം വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ മക്കളെ. എല്ലാവരും ഇവിടുത്തെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. സൊല്യൂട്ട് ഇൻ ഗ്യാസ് ഫേസ് പ്ലസ് സോൾവെന്റ് ഇൻ ലിക്വിഡ് ഫേസ് ഗിവിംഗ് യു സൊല്യൂഷൻ ഇൻ അക്വസ് ഫേസ്. സൊല്യൂഷൻ ഇൻ ഗ്യാസ് ഫേസ് പ്ലസ് സോൾവെന്റ് ഇൻ ലിക്വിഡ് ഫേസ് ഗിവിംഗ് യു സൊല്യൂഷൻ ഇൻ അക്വസ് ഫേസ്. എൻ്റെ പൊന്നുകുട്ടന്മാരെ, നിങ്ങൾക്കറിയാം ഒരു ഗ്യാസ് ഇൻവോൾവ് ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പ്രഷർ കൂട്ടുമ്പോൾ ഇറ്റ് വിൽ ട്രൈ ടു ഗോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലെസർ ഗ്യാസ് മോൾസ്. ഇവിടെ ലെസർ ഗ്യാസ് മോൾസ് ഏത് ഡയറക്ഷനിലാ? ഈ റൈറ്റ് ഡയറക്ഷനിലേക്കല്ലേ മക്കളെ? കണ്ടാ എന്ത് നൈസായിട്ട് നമ്മൾ ഇക്വിലിബ്രിയം ഇവിടേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? എല്ലാവരും നോക്കിക്കേ. നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡിൻ്റെ ഇഫക്റ്റ് ഓഫ് പ്രഷറിനെ കുറിച്ചാണ്. അത് നമ്മുടെ ഹെൻറീസ് ലോ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹെൻറീസ് ലോ പറയുന്നത് മക്കളെ? വാട്ട് ഡസ് ഹെൻറീസ് ലോ ടെൽ യു? ദാറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്, എല്ലാവരും നോക്കിക്കേ. പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്, എല്ലാവരും നോക്കിക്കേ മക്കളെ. പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു KH എന്ന് പറയുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്, ഇൻടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഡിസോൾവ്ഡ് ഗ്യാസ്. ഇതെന്താണ് മക്കളെ? മോൾ ഫ്രാക്ഷൻ ആണ്. എന്തിന്റെ? ഡിസോൾവ്ഡ് ഗ്യാസിന്റെ. ദിസ് ഇസ് നത്തിങ് ബട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ട്? ഡിസോൾവ്ഡ് ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ. അതെന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ട്? ഡിസോൾവ്ഡ് ഗ്യാസിന്റെ. അതായത് ഡിസോൾവ് ഗ്യാസിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോൾ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഓക്കെ, ഒരു കണ്ടെയ്നറിൽ O2 വെള്ളമുണ്ട്, വെള്ളത്തിൽ O2 ഉണ്ട്, CO2 ഉണ്ട്, ഇതൊക്കെ ഡിസോൾവ് ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ മേളിൽ O2 ഗ്യാസ് ഉണ്ട്, CO2 ഗ്യാസ് ഉണ്ട്, N2 ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ഗ്യാസ് is equal to KH into മോൾ ഫ്രാക്ഷൻ ഓഫ് O2 ഗ്യാസ്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ പാർഷ്യൽ പ്രഷർ എടുക്കാൻ പാടില്ല. പാർഷ്യൽ പ്രഷർ ഓഫ് O2 ഗ്യാസ് ഇസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഓഫ് O2 ഇൻ വാട്ടർ ഇൻ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് O2. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനും എഴുതാം. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇൻ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ N2നും എഴുതാം. അപ്പൊ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെൻറീസ് ലോ ഇക്വേഷൻ എഴുതാം. എന്തൊക്കെ അതിൽ ഡിസോൾവ് ആണ് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹെൻറീസ് ലോ ഇക്വേഷൻ എഴുതാം, അല്ലേ മക്കളെ? അത് തന്നെ നമ്മൾ തിരിച്ചെഴുതുകയാണെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്, എല്ലാവരും നോക്കിക്കേ മക്കളെ. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഒരു മിനിറ്റ് മക്കളെ. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എല്ലാവരും നോക്കിക്കേ. ഹെൻറീസ് ലോ കോൺസ്റ്റന്റിനെ നമുക്ക് എല്ലാവരും നോക്കുക. KHനെ നമുക്ക് പ്രഷർ ബൈ മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതാം. ഇതൊരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ
ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടുമ്പോൾ മോൾ ഫ്രാക്ഷൻ കുറയുന്നു. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എപ്പോ? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ. അതായത് പ്രഷർ സെയിം ആയിട്ട് വെക്കുകയാണ്. എൻ്റെ കയ്യിൽ 2 കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, 2 ഡിഫറെന്റ് സൊല്യൂട്ട് ഇൻ വാട്ടർ. ഒരെണ്ണം ഓക്സിജൻ, ഒരെണ്ണം കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ആരുടെ KH വാല്യൂ ആണോ കൂടുതൽ അവന്റെ സോലിബിലിറ്റി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കുറവായിരിക്കും. ആരുടെ KH വാല്യൂ ആണോ കൂടുതൽ അവന്റെ സോലിബിലിറ്റി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കുറവായിരിക്കും. അറ്റ് ദ സെയിം പ്രഷർ, അറ്റ് എ ഫിക്സഡ് പ്രഷർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ ഫിക്സഡ് ആക്കി വെച്ചാലാണ് KH is inversely proportional to mole fraction. പ്രഷർ ഫിക്സഡ് ആക്കി വെച്ചാലാണ് KH is inversely proportional to mole fraction. മനസ്സിലായ കുട്ടന്മാരെ? ഇസ് എ ക്ലിയർ? ഇനി നെക്സ്റ്റ് തിയററ്റിക്കൽ കോൺസെപ്റ്റ്. KH ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഓൾ വാല്യൂസ്. KH ഡിപ്പെൻഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് സോൾവെന്റ്. KH ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് സോൾവെന്റ്. നിങ്ങൾ വെള്ളം എടുത്താൽ ഓക്സിജൻ ഇൻ വാട്ടറിന് ഒരു KH വാല്യൂ ഉണ്ടാവും. CO2 ഇൻ വാട്ടറിന് ഒരു KH വാല്യൂ ഉണ്ടാവും. O2 ഇൻ അമോണിയയ്ക്ക് വേറെ KH വാല്യൂ ആയിരിക്കും. O2 ഇൻ സം അതർ സോൾവെന്റിന് വേറെ KH വാല്യൂ. സോൾവെന്റ് മാറ്റുന്നു, KH മാറുന്നു. നേച്ചർ ഓഫ് ഗ്യാസ്. ഏത് ഗ്യാസ് ആണ് ഡിസോൾവ് ചെയ്യുന്നത്? O2 ഇൻ വാട്ടറിന് ഒരു KH വാല്യൂ ആയിരിക്കും. അതേപോലെ തന്നെ N2 ഇൻ വാട്ടറിന് വേറെ KH വാല്യൂ ആയിരിക്കും. ഗ്യാസ് മാറ്റുമ്പോൾ KH മാറുന്നു. അതേപോലെ ടെമ്പറേച്ചർ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ KH കൂടുന്നു. മക്കളെ, നമ്മൾ നേരത്തെ ഇത് കണ്ടതാണ്. നമ്മൾ ആ കൊക്കോക്കോളയുടെ എക്സാമ്പിൾ ഇല്ലേ? ആ കൊക്കോക്കോള ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? KH വാല്യൂ കൂടുന്നു. KH വാല്യൂ കൂടുമ്പോൾ എന്താ? മോൾ ഫ്രാക്ഷൻ കുറയുന്നു. മോൾ ഫ്രാക്ഷൻ കുറഞ്ഞുകൊണ്ടാണ് CO2 ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഫിസ് പോകുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. മനസ്സിലായല്ലോ മക്കളെ? അതേപോലെ തന്നെ നിങ്ങളുടെ NCERT-യിലുള്ള ഒരു ലിസ്റ്റ് ഉണ്ട് KH വാല്യൂയുടെ. NCERT-യിൽ KH വാല്യൂയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാ കുട്ടന്മാരെ. ഹീലിയത്തിന്റെ KH വാല്യൂ ഗ്രേറ്റർ ദാൻ N2, ഗ്രേറ്റർ ദാൻ H2, ഗ്രേറ്റർ ദാൻ O2, ഗ്രേറ്റർ ദാൻ ആർഗൺ, ഗ്രേറ്റർ ദാൻ CO2, ഗ്രേറ്റർ ദാൻ CH2 CHCl, വിനൈൽ ക്ലോറൈഡ്, ഗ്രേറ്റർ ദാൻ മീത്തേൻ, ഗ്രേറ്റർ ദാൻ ഫോമാൽഡിഹൈഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണോ? ഓർത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. കാര്യം ഇത് NCERT-യിലുള്ള വാല്യൂസ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഇത് അറ്റ് 293 Kelvin ഇൻ വാട്ടർ. അതായത് വെള്ളം സോൾവെന്റ് ആയിട്ട് വെക്കുമ്പോൾ 293 Kelvinൽ ഇതാണ് ഓർഡർ. ഓർത്ത് വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പം തന്നെ ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. എക്സാമിന് ഒരു 2 ദിവസം ഒന്ന് ഓർത്ത് വെച്ചാൽ. കാര്യം ഇപ്പം തന്നെ ഓർത്ത് വെക്കാൻ നോക്കിയാൽ നിങ്ങൾ നാളെ മറക്കും. ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ് മറവി എന്നുള്ള. അപ്പോൾ 2 ദിവസം മുമ്പ് ഇത് ഓർത്ത് വെക്കുക. കാര്യം ഇത് കോൺസെപ്റ്റ് അല്ല, ദിസ് ഇസ് മെമ്മറി ബേസ്ഡ് തിങ്. അപ്പോൾ സ്മാർട്ടായിട്ട് നോക്കുക. 2 ദിവസം മുമ്പ് ഈ ഓർഡർ ഒന്ന് നോക്കുക. ഇത് 293 Kelvinൽ വെള്ളം സോൾവെന്റ് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള ഓർഡറാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ മക്കളെ? ഫൈൻ. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്താണ് മക്കളെ? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ P is equal to KH into മോൾ ഫ്രാക്ഷൻ അല്ലേ? ഇറ്റ് റിസംബിൾസ് Y is equal to MX. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. പാർഷ്യൽ പ്രഷർ Y ആക്സിസിലും മോൾ ഫ്രാക്ഷൻ X ആക്സിസിലും വരയ്ക്കുകയാണെങ്കിൽ യു വുഡ് ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ലോപ്പ് എന്താണ്? അതിൻ്റെ സ്ലോപ്പ് എന്താണ്? KH ആണ്. അപ്പോൾ സ്ലോപ്പ് കൂടുമ്പോൾ ഞാനിപ്പോൾ വേറൊരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, വേറൊരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. Let us say this is for gas 1, this is for gas 2. എനിക്ക് നിങ്ങളോട് ചോദിക്കാം, ഇതിൽ ഏത് ഗ്യാസിനാണ് കൂടുതൽ KH വാല്യൂ? ഏത് ഗ്യാസിനാണ് കൂടുതൽ സ്ലോപ്പ്? അതിന് കൂടുതൽ KH വാല്യൂ. കൂടുതൽ സ്ലോപ്പ് ഏതിനാ മക്കളെ? ഗ്യാസ് 1-ന്. കാര്യം ഗ്യാസ് 2-ന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചെറുതാണ്. ഗ്യാസ് 1-ന്റെ സ്ലോപ്പ് കൂടുതൽ, KH വാല്യൂ കൂടുതൽ. അപ്പോൾ അറ്റ് എ ഗിവൺ പ്രഷർ എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഈ ഒരു ഗ്രാഫ് വന്നിട്ട് അറ്റ് എ ഗിവൺ പ്രഷർ ആരുടെ സോലിബിലിറ്റി ആയിരിക്കും കുറവ്? KH വാല്യൂ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി കുറവ്, മോൾ ഫ്രാക്ഷൻ കുറവ്. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ആപ്ലിക്കേഷൻ, അഗെയിൻ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. ഈ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് മക്കളെ എപ്പോഴും നല്ലത്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഷോർട്ട് നോട്ട്സ് എഴുതുക. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ, കൊക്കോകോള, പെപ്സി, തംസപ്പ് എല്ലാത്തിലും കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഡിസോൾവ് ഇൻ വാട്ടർ. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹെൻറീസ് ലോ. അനോക്സിയ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്. മക്കളെ, നമ്മൾ വലിയ ഓൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ, പൊക്കത്തേക്ക് പോകുമ്പോൾ എന്താ പറ്റുന്നത്? പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ എന്താ പറ്റുക? ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ബ്ലഡ്, ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ബ്ലഡ് കുറയും. കാര്യം എന്താ? നമ്മൾ മേപ്പോട്ട് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ്. പ്രഷർ കുറയുമ്പോൾ എന്ത് പറ്റും?
മോൾ ഫ്രാക്ഷൻ കുറയുന്നു ബിക്കോസ് പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ബ്ലഡ് കുറയുന്നു. അതാണ് അനോക്സിയ സിറ്റുവേഷൻ. മനസ്സിലായോ എൻ്റെ കുട്ടന്മാരെ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, ബെൻസ് ഫോർ സീ ഡൈവേഴ്സ്. നമ്മൾ നേരത്തെ മല കയറുന്നത് ആലോചിച്ചു, ഇപ്പോൾ പുഴയിൽ ചാടുന്നത് ആലോചിക്കൂ, അല്ലെങ്കിൽ കടലിൽ ചാടുന്ന ആലോചിക്കൂ. കടലിൽ ചാടുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മൾ സീ ലെവലിന് താഴത്തേക്കാണ് പോകുന്നത്. പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ആവശ്യമില്ലാത്ത ഗ്യാസ് നമ്മുടെ ബ്ലഡിലേക്ക് ഇരച്ചു കയറും. ഇപ്പം നൈട്രജനും അതേപോലത്തെ ഗ്യാസ് നന്നായിട്ട് ഇരച്ചു കയറും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമല്ലോ, നീന്തിക്കഴിഞ്ഞ അടിയിലൊക്കെ നീന്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഈ ഗ്യാസ്, ഈ ഡിസോൾവ് ആയിട്ടിരിക്കുന്ന ഗ്യാസ് പുറത്തേക്ക് വരും ബ്ലഡിൻ്റെ. പെട്ടെന്ന് പ്രഷർ, ഇപ്പം നമ്മൾ ഈ സീ ലെവലിൽ നിന്ന് ഒരാളെടുത്ത് ചാടി, ഓക്കെ, ഈ ലെവലിൽ എത്തുമ്പോൾ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുതലാകുമ്പോൾ കുറേ ഗ്യാസ് നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആവും. എന്നിട്ട് നമ്മൾ നീന്തലൊക്കെ കഴിഞ്ഞ് മേളിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? പ്രഷർ കുറയും. വീണ്ടും പ്രഷർ കുറയുമ്പോൾ എന്ത് പറ്റും? ഈ ഒളിഞ്ഞിരിക്കുന്ന ഗ്യാസ്, ഈ ഡിസോൾവ് ആയുള്ള ഗ്യാസ് ഒക്കെ പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വരുമ്പോൾ ബബിൾസ് ഫോം ചെയ്യും. ബബിൾസ് ഫോം ചെയ്യും, അത് വെയിൻസിനെ എഫക്റ്റ് ചെയ്യും. ബബിൾസ് ഫോം ചെയ്യുമ്പോൾ അത് വെയിൻസിനെ എഫക്റ്റ് ചെയ്യും. കാരണം വെയിൻസ് ഭയങ്കര നേരിയ സംഭവമല്ലേ. അവിടെ ഒരു ബബിൾ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നവും, ട്രാഫിക് ജാം വരും. അതാണ് ബെൻസ്. ആ ബെൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഹീലിയം ഗ്യാസ് യൂസ് ചെയ്യും. കാര്യം ഹീലിയം ഗ്യാസ് യൂസ് ചെയ്താൽ ഇവരുടെ ഈ സിലിണ്ടറിൽ, എയർ സിലിണ്ടറിൽ ഹീലിയം ഗ്യാസ് ഹീലിയത്തിൻ്റെ സോലിബിലിറ്റി വളരെ കുറവാണ്. ഹീലിയത്തിൻ്റെ സോലിബിലിറ്റി കുറവായതുകൊണ്ട് ഇവന്മാർ വെള്ളത്തിൽ ചാടിയാലും പ്രഷർ കൂടുണ്ടെങ്കിലും ഹീലിയം അത്രയ്ക്ക് അങ്ങോട്ട് ബ്ലഡിലേക്ക് ഡിസോൾവ് ആവില്ല. കാര്യം ഹീലിയത്തിൻ്റെ സോലിബിലിറ്റി കുറവാണ്. നമ്മൾ നോർമൽ എയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നോർമൽ എയർ കൊണ്ടുപോയാൽ അതിൽ കുറേ നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ്റെ ഒക്കെ സോലിബിലിറ്റി കൂടുതലായതുകൊണ്ട് അവന്മാരൊക്കെ ഇരച്ചു കയറും ബ്ലഡിലേക്ക്. അപ്പോൾ നമ്മൾ പൊന്തി വരുമ്പോൾ കുറേ ബബിൾസ് ഫോം ചെയ്യും. അതിന് നല്ല ഹീലിയം വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. ഹീലിയം ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹീലിയത്തിൻ്റെ സോലിബിലിറ്റി കുറവായതുകൊണ്ട് അത് കുറേ ബ്ലഡിൽ കയറില്ല. അപ്പോൾ നമ്മൾ മേപ്പോട്ട് വന്നാലും അധികം ബബിൾസ് ഒന്നും വരില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായ കുട്ടന്മാരെ? ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതൊക്കെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് സാർ ഈ പോയിന്റ്സ് എഴുതി വെക്കുന്നത്. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത് ഇതൊന്നും. അതേപോലെ തന്നെ ലിമിറ്റേഷൻ, അഗെയിൻ എല്ലാ മക്കളും വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആപ്ലിക്കേഷൻ ലിമിറ്റേഷൻ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതൊക്കെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് വരാം നീറ്റ് എക്സാമിനേഷന്. ഹെൻറീസ് ലോ ഇസ് ഓൺലി വാലിഡ് വെൻ ഇക്വിലിബ്രിയം ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ആവുമ്പോൾ മാത്രമാണ് ഹെൻറീസ് ലോ വാലിഡ്. ഇറ്റ് ഇസ് നോട്ട് വാലിഡ് അണ്ടർ വെരി ഹൈ പ്രഷർ. വെരി ഹൈ പ്രഷറിൽ ഹെൻറീസ് ലോ വാലിഡ് അല്ല, മനസ്സിലാക്കണം. അതേപോലെ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഷുഡ് നോട്ട് റിയാക്ട്. ഗ്യാസും ലിക്വിഡും റിയാക്ട് ചെയ്യാൻ പാടില്ല. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെൻറീസ് ലോ വാലിഡ് അല്ല. അതേപോലെ ഇറ്റ് ഇസ് നോട്ട് വാലിഡ് അണ്ടർ വെരി ലോ ടെമ്പറേച്ചർ. വളരെ കുറവ് ടെമ്പറേച്ചറിലും ഹെൻറീസ് ലോ വാലിഡ് അല്ല. ഈ ലിമിറ്റേഷനൊക്കെ ടക്കെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഓർത്തിരുന്നാൽ, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. ഇതേപോലെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം മക്കളെ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് തിരക്കഥ എഴുതുകയല്ല വേണ്ടത് നോട്ട്സ് എഴുതുമ്പോൾ. ഞാൻ കളിയാക്കുകയല്ല കേട്ടോ കുട്ടന്മാരെ. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എഴുതണം ഞാൻ കണ്ടിട്ടുണ്ട് ടൈം കളഞ്ഞ്. അതിന് നല്ല ഇതേപോലെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ കാത്തിരിക്കുകയായിരുന്നു എന്നറിയാം എല്ലാവരും. എല്ലാവരും നോക്കുക. Which one of the following statements regarding Henry's law is not correct? Henry's law ne kuriche edana correct allatha statement? Higher the value of KH at a given pressure, higher is the solubility of the gas in liquids. Ayyada ആദ്യം തന്നെ തെറ്റ്. Higher the value of KH, lower the value of solubility. Higher the value of KH, lower the value of solubility. അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. BCD കറക്റ്റ് ആയിരിക്കും മക്കളെ എന്തായാലും. Different gases have different KH values at the same temperature. ഞാൻ പറഞ്ഞു KH value depends on the type of gas. Partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. അതാണല്ലോ ഹെൻറീസ് ലോ അല്ലേ? The value of KH increases with increase of temperature and KH is a function of the nature of the gas. അല്ലേ? KH increases with increase in temperature. കൊക്കോകോളയുടെ എക്സാമ്പിൾ ഓർമ്മയില്ലേ? ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കൊക്കോകോള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The mole fraction of N2 in H2O at 300 Kelvin and 500 torr pressure, partial pressure is 0.01. Okay, the mole fraction at 750 torr, mole fraction of N2 in H2O at 500 Kelvin, sorry 300 Kelvin and 500 torr partial pressure is 0.01. The mole fraction at 750 torr. And the പൊന്നു മക്കളെ നമുക്കറിയാം partial pressure is directly proportional to mole fraction. So basically നമുക്കറിയാം P1 by P2
can be written as will be equal to chi1 by chi2. അല്ലേ? മോൾ ഫ്രാക്ഷൻ അറ്റ് പാർഷ്യൽ പ്രഷർ P1, മോൾ ഫ്രാക്ഷൻ അറ്റ് പാർഷ്യൽ പ്രഷർ P2. അപ്പൊ P1 by P2, P1 എത്രയാ മക്കളെ? 500 ഡിവൈഡഡ് ബൈ P2 എത്രയാ മക്കളെ? P2 എത്രയാ മക്കളെ? 750 is equal to chi1 എത്രയാ മക്കളെ? chi1 എന്ന് പറയുമ്പോൾ 0.01 ആണ്. 0.01 ഡിവൈഡഡ് ബൈ chi2 ആണ് കണ്ടുപിടിക്കേണ്ടത്. chi2യുടെ വാല്യൂ എത്ര വരും? ഇത് ക്യാൻസൽ ആക്കുമ്പോൾ 10/15 ഇത് ക്യാൻസൽ ആക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ? 10/15 കിട്ടും. 2/3 കിട്ടും അല്ലേ? 2/3. അപ്പോൾ 3/2 ഇൻറ്റു 0.01 കിട്ടും അല്ല. ഈ 3 അപ്പുറത്തേക്ക് എടുക്കുക, 2 ഇപ്പുറത്തേക്ക് എടുക്കുക, chi2 ഇപ്പുറത്തേക്ക് എടുക്കുക. സോ ദാറ്റ് ഇസ് 1.5 ഇൻറ്റു 0.01. 1.5 ഇൻറ്റു 0.01 എന്ന് പറയുമ്പോൾ 0.015 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, കണക്കൊക്കെ ഷടപടേ എന്ന് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ്, ഇതൊരു നൈസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോക്കുക മക്കളെ. Henry's constant in kilobar. Henry's constant in kilobar for 4 gases alpha, beta, gamma and delta in water at 298 Kelvin is given below. അതായത് KH of 4 ഗ്യാസ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ തന്നിട്ടുണ്ട്. 50 to 2 into 10 power minus 5, 0.5 കിലോ ബാറിലാണ് കേട്ടോ തന്നിരിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ദിസ് ടേബിൾ ഇംപ്ലൈസ് ദാറ്റ്, ഈ ടേബിളിൽ നിന്ന് കിട്ടുന്ന സത്യം എന്താണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. സോലിബിലിറ്റി ഓഫ് ഗാമ അറ്റ് 308 Kelvin is lower than at 298 Kelvin. അത് സത്യമാണോ? Solubility of gamma at 308 Kelvin is lower than at 298 Kelvin. Solubility of gamma at 308 Kelvin is lower than that of 298 Kelvin. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ പറ്റുന്നത്? KH വാല്യൂ കൂടും അല്ലെ? ഇത് 298 കെൽവിന്റെ വാല്യൂസ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടും. KH വാല്യൂ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും. അത് സത്യമാണ്. പക്ഷെ ദ ക്വസ്റ്റ്യൻ ഇസ്, ഈ ഡേറ്റയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ഡേറ്റയിൽ നിന്ന് എടാ മക്കള്, സോലിബിലിറ്റി ഓഫ് ഗാമ 308 Kelvin is lower than at 298 Kelvin. സത്യമല്ലേ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കുറയുന്നു. 308 298 കൂടുതലല്ലേ? അല്ലേ? അപ്പൊ സോലിബിലിറ്റി കുറയുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ ഇസ്, ഈ ഡേറ്റയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുമോ? ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് ആ സത്യം അറിയോ? ആ സത്യം നമുക്കറിയാം. കാര്യം എന്താ? നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഈ ഡേറ്റയിൽ നിന്ന് നമുക്കത് കിട്ടുമോ? ഇല്ല. നമുക്ക് നോക്കാം. ഇത് ഹോൾഡിന് വെക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. ഓപ്ഷൻ ബി നോക്കാം. ദ പ്രഷർ ഓഫ് a 55.5 molar solution of delta is 250 bar. The pressure of a 55.5 molar solution of delta is 250 bar. ആണോ? 55.5 മോളാൽ എന്നാണ് കേട്ടോ. മൊളാലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. മൊളാലിറ്റിയുടെ അർത്ഥം എന്താണ് മക്കളെ? നമ്പർ ഓഫ് മോൾസ് പെർ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലെ? ഇവർ കൊടുത്തിരിക്കുന്നത് എന്താ? പ്രഷർ ഓഫ് 55.5 മോളാർ സൊല്യൂഷൻ ഓഫ് ഡെൽറ്റ ഇസ് 250 ബാർ. ഈ 55.5 മോളാൽ എന്ന് വെച്ചാൽ എന്താണ്? 55.5 മോളാൽ എന്ന് ചോദിച്ചാൽ എന്താണ്? എന്ന് ചോദിച്ചാൽ ഞാൻ 1000 ഗ്രാം വെള്ളം എടുത്താൽ, ഞാൻ 1000 ഗ്രാം എടുത്താൽ ഒരു മിനിറ്റ് മക്കളെ, ഞാൻ 1000 ഗ്രാം വെള്ളം എടുത്താൽ എല്ലാവരും നോക്കിക്കേ, ഞാൻ 1000 ഗ്രാം വെള്ളം എടുത്താൽ ആ 1000 ഗ്രാം വെള്ളത്തിൽ 55.5 മോൾസ് ഓഫ് ആ ഗ്യാസ് ഉണ്ടാവും. ഏത്? ഡെൽറ്റ ഉണ്ടാവും. 1000 ഗ്രാം വെള്ളം എടുത്താൽ, 1000 ഗ്രാം വെള്ളം എടുത്തു എന്ന് വിചാരിക്കുക. 1000 ഗ്രാം വെള്ളം എടുത്തു എന്ന് വിചാരിക്കുക. നമുക്കറിയാം, എല്ലാവരും നോക്കിക്കേ മക്കളെ, നമുക്കറിയാം പ്രഷർ എല്ലാവരും നോക്കുക, നമുക്കറിയാം
pressure, എല്ലാവരും നോക്കിക്കേ, pressure is equal to KH into mole fraction. അല്ലേ? Pressure is equal to KH into mole fraction. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? പ്രഷർ ഇസ് ഈക്വൽ ടു KH എത്രയാ? ഏത് ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്? ഡെൽറ്റയുടെ കാര്യമാണ് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു 10⁻3. എന്തിനാ ഇൻറ്റു 10⁻3 ചെയ്തത്? കാര്യം കിലോ ബാർ ആണ്. 0.5 ഇൻറ്റു 10⁻3 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എത്രയായിരിക്കും വരിക മക്കളെ? ഈ മോൾ ഫ്രാക്ഷൻ എത്രയായിരിക്കും വരിക? മോൾ ഫ്രാക്ഷന്റെ ഫോർമുല വരാൻ പോകുന്നത് 55.5 ബൈ 55.5 പ്ലസ് 1000 ബൈ 18. അപ്പൊ നിങ്ങൾ ചോദിക്കും സർ അതെന്ത് കണക്കാ? എടാ മക്കളെ 55.5 മോളാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ 1000 ഗ്രാം വെള്ളം എടുത്താൽ അതിൽ 55.5 മോൾസ് ഉണ്ടാവും. ഞാൻ 1000 ഗ്രാം വെള്ളം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡെൽറ്റ എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 55.5. അപ്പോൾ മോൾ ഫ്രാക്ഷന്റെ ഫോർമുല എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പണന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പണന്റ് 55.5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 55.5 പ്ലസ് 1000 ബൈ 18. കാര്യം ഞാൻ 1000 ഗ്രാം വാട്ടർ എടുത്തത്. 18 ആണ് മോളാർ മാസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാണ്? 1000 ബൈ 18. 1000 ബൈ 18 എത്രയാണ്? ഫേമസ് വാല്യൂ ആണ് 55.5 തന്നെ. 1000 ബൈ 18 എത്രയാണ്? 55.5 തന്നെയാണ്. 1000 by 18 is 55.5. So this is 55.5 by 55.5 plus 55.5 എന്ന് വെച്ചാൽ ഹാഫ്. അതായത് അത് ഹാഫ് ആയിട്ട് വരും. സോ ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 10⁻3. ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 10⁻3. പ്രഷറിന്റെ വാല്യൂ വരാൻ പോകുന്നത് 250 ആയിരിക്കും. പ്രഷറിന്റെ വാല്യൂ വരാൻ പോകുന്നത് 250 ആയിരിക്കും. കറക്റ്റാ? കഴിഞ്ഞു. 250 തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് സർ അപ്പൊ ഓപ്ഷൻ എ തെറ്റാണോ? അല്ല, സയന്റിഫിക്കലി ഓപ്ഷൻ എ കറക്റ്റാ. പക്ഷെ ഈ ഡേറ്റയിൽ നിന്ന് ഇതല്ല കറക്റ്റ് വരുന്നത്. ദ പ്രഷർ ഓഫ് എ 55.5 മോളാർ സൊല്യൂഷൻ ഓഫ് ഡെൽറ്റ ഇസ് 250 ബാർ. ഡേറ്റയിൽ നിന്ന് ഇതാണ് കറക്റ്റ് വരുന്നത്. സോളിബിലിറ്റി ഓഫ് ഗാമ അറ്റ് 308 കെൽവിൻ ഇസ് ലോവർ ദാൻ അറ്റ് 298 കെൽവിൻ. അതൊരു സത്യം. പക്ഷെ 308 കെൽവിന്റെ ഡേറ്റ ഒന്നും ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് അറിയാം അത് സത്യമെന്ന്. പക്ഷെ ഫ്രം ദ ഡേറ്റ സെക്കൻഡ് വൺ ഇസ് കറക്റ്റ്. അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് N2 gases bubble through water at 293 Kelvin, how many millimoles of N2 gas would dissolve in 1 liter of water? Assume that N2 exerts a partial pressure of 0.987. Given that Henry's law constant for N2 at 293 Kelvin is 76.48 kilobar. വാല്യൂ കാണുമ്പോൾ തന്നെ പേടിക്കരുത് മക്കളെ. വാല്യൂ കാണുമ്പോൾ തന്നെ പേടിക്കരുത്. എല്ലാവരും നോക്കുക മക്കളെ. നമുക്കറിയാം പാർഷ്യൽ പ്രഷർ. ഹൗ മെനി മില്ലിമോൾസ് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് N2 is equal to Henry's law constant into mole fraction of N2. അല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് N2 is Henry's law constant into mole fraction of N2. പാർഷ്യൽ പ്രഷർ ഓഫ് N2 എത്രയാ? 0.987. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എത്ര? കിലോ ബാർ ആണ് മക്കളെ. അപ്പോൾ 76480 വരും. 76480 അല്ലേ മക്കളെ? 1 2 3 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് N2 അപ്പോൾ ഇതിൽ നിന്ന് മോൾ ഫ്രാക്ഷൻ ഓഫ് N2 എത്ര കിട്ടും? കാണാൻ ഒരു രസമില്ലാത്ത വാല്യൂ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാൽക്കുലേഷൻ വിട്ട് കളയരുത്. ഇത് കിട്ടാൻ പോകുന്നത് 1.13 ഇൻറ്റു 10⁻⁻5 ആണ്. 1.13 ഇൻറ്റു 10⁻⁻5 ആണ് മോൾ ഫ്രാക്ഷൻ കിട്ടുക. പക്ഷെ മോൾ ഫ്രാക്ഷൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്പർ ഓഫ് മില്ലിമോൾസ് ആണ് വേണ്ടത്. നമുക്ക് മോൾ ഫ്രാക്ഷൻ അല്ല വേണ്ടത്, നമുക്ക് നമ്പർ ഓഫ് മില്ലിമോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം മക്കളെ? എല്ലാവരും നോക്കുക. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ അതല്ല മോൾ ഫ്രാക്ഷൻ്റെ ഫോർമുല. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ മക്കളെ? ഇവിടെ എക്സ്ട്രീംലി ലോ ആണ് മോൾ ഫ്രാക്ഷൻ വളരെ കുറവാണ്. അതായത് വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്ക് വേണം. വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക്
ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 എന്ന് എടുത്താൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 വളരെ വളരെ കുറവായിരിക്കും. സോ ബേസിക്കലി എല്ലാവരും നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 കിട്ടാൻ പോകുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് N2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയായിരിക്കും മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ 1 ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ് തന്നിരിക്കുന്നത്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാ? 1 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാ? 1000 മില്ലി ലിറ്റർ. 1000 മില്ലി ലിറ്റർ ഓഫ് വാട്ടർ എത്രയാ? 1000 ഗ്രാംസ്. കാര്യം എന്താ? ഡെൻസിറ്റി 1 ആണ്. 1000 ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാ? 55.5 മോൾസ്. അപ്പോൾ അതുകൊണ്ടെന്ന് ഇവിടെ ഇടുക, ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാ? നമ്പർ ഓഫ് മോൾസ് 1.13 into 1.13 into 10 power minus 5 into number of moles of water, which is 55.5. എന്നിട്ട് അതിനെ മില്ലിമോൾസ് ആക്കണം കേട്ടോ. ആൻസർ കിട്ടാൻ പോകുന്നത് 0.63 ആണ്. ആൻസർ കിട്ടാൻ പോകുന്നത് 0.63 ആണ്. ഓക്കേടാ മക്കളെ, ഇതിൽ നിന്ന് എന്തോരം കാര്യങ്ങൾ പഠിച്ചു. ഡൈല്യൂട്ട് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? ഡൈല്യൂട്ട് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതേപോലെ 1000/18 എന്ന കാൽക്കുലേഷൻ എപ്പോഴും വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. സോ 55.5 വളരെ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. KH for CO2 in water is 1.67 into 10 power 8 Pascal at 298 Kelvin. Calculate the quantity of CO2 in 500 milliliter of soda water when packed under 2.5 atm CO2 pressure at 298 Kelvin. മക്കളെ അഗെയിൻ കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് ആണ്. ആണെന്ന് വിചാരിച്ചിട്ട് വിട്ട് കളയരുത് മക്കളെ. എല്ലാവരും നോക്കുക, നമുക്കിവിടെ പ്രഷർ തന്നിട്ടുണ്ട്. 2.5 atm CO2 എന്ന് തന്നിട്ടുണ്ട്. 2.5 atm CO2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതേപോലെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? KH വാല്യൂ തന്നിട്ടുണ്ട്. പാസ്കലിലാണ് KH വാല്യൂ തന്നിരിക്കുന്നത്. നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു KH into മോൾ ഫ്രാക്ഷൻ ഓഫ് CO2. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 എത്ര കിട്ടി? പ്രഷർ ഡിവൈഡഡ് ബൈ KH വാല്യൂ. പക്ഷെ ഒരു കാര്യമുണ്ട് മക്കളെ, ഇവിടെ ATM ആണ്, KHന്റെ വാല്യൂ പാസ്കലാണ്. അപ്പോൾ രണ്ടും സെയിം യൂണിറ്റ് ആക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും. പ്രഷറിനെ ATMൽ നിന്ന് പാസ്കലിലേക്ക് എങ്ങനെയാണ് മാറ്റുക? 2.5 into 1.1 into 10 power 5 അല്ലേ മക്കളെ? 2.5 into 1.1. 2.5 into 1.1 എന്ന് പറയുമ്പോൾ ബാറാവും. ATMൽ നിന്ന് ബാറിലേക്ക് എങ്ങനെയാ പോവുക? ATM ടു ബാർ കൺവേർഷൻ. ATM മൾട്ടിപ്ലൈഡ് ബൈ 1.103. അതാണ് ഞാൻ 1.1 ഇവിടെ ഇട്ടിരിക്കുന്നത്. ATM into 1.103 is bar. Bar into 10 power 5 is Pascal. Bar into 10 power 5 Pascal ആവും. So 2.5 into 1.1 into 10 power 5 divided by 1.67 into 10 power 8. മനസ്സിലായല്ലോ മക്കളെ? ഇത് കിട്ടാൻ പോകുന്നത് 1.5 into 10 power minus 3 ആണ്. This will be 1.5 into 10 power minus 3. ഇത് മോൾ ഫ്രാക്ഷൻ ആണ്, ഇത് ഫൈനൽ ആൻസർ അല്ല. നമുക്ക് വേണ്ടത് എമൗണ്ട് ഓഫ് CO2 ആണ്. എമൗണ്ട് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, they are talking about weight. എമൗണ്ട് എന്നാൽ വെയിറ്റ് ആണ് മക്കളെ. എമൗണ്ട് മീൻസ് വെയിറ്റ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എമൗണ്ട് ഇസ് ദ വെയിറ്റ്. പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1.5 into 10 power minus 3. അതെങ്ങനെ കിട്ടി സാറേ? ഇത് മോൾ ഫ്രാക്ഷൻ ആണല്ലോ. മോൾ ഫ്രാക്ഷൻ്റെ ഫോർമുലയാണിത്. ഡൈല്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് NCO2/NH2 എന്ന് ഇടാം. അപ്പോൾ ഇതിൽ നിന്ന് NCO2 എത്ര വരും? ഇതിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 1.5 into 10 power minus 3 മൾട്ടിപ്ലൈഡ് ബൈ 500/18. അപ്പോൾ നിങ്ങൾ ചോദിക്കുക സാർ 500/18 എങ്ങനെ കിട്ടിയേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 500 milliliter. 500 milliliter എന്ന് പറയുമ്പോൾ എത്രയാ? 500 grams. 500 grams എന്ന് പറയുമ്പോൾ എത്രയാ? 500 divided by 18 moles അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ 500/18 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെയിറ്റ് എങ്ങനെയാടാ മക്കളെ കണ്ടുപിടിക്കുക? വെയിറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മൾട്ടിപ്ലൈഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് മൾട്ടിപ്ലൈഡ് ബൈ മോളാർ മാസ്. അതായത് ഈ വാല്യൂ കാണുക, 1.5 into 10 power minus 3 into 500/18.
അത് ഓൾമോസ്റ്റ് കിട്ടാൻ പോകുന്നത് 0.042 ആണ്. 0.042. അപ്പോൾ ഇവിടെ ആൻസർ വരാൻ പോകുന്നത് 0.042 0.042 0.042 0.042 into 44 ആണ് ആൻസർ വരിക. ഓക്കെ മക്കളെ, ആൻസർ വരാൻ പോകുന്നത് 1.84 ആണ്. 1.84 വിൽ ബി ദി ആൻസർ. ഓക്കെ, കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് ആണെന്ന് വെച്ചിട്ട് വിട്ട് കളയരുത് മക്കളെ. ഓക്കെ, കുഴിച്ച് വെള്ളം കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുഴിക്കൽ നിർത്തരുത്. ചിലപ്പോൾ അടുത്ത കുഴി എടുക്കുമ്പോഴേക്കും വെള്ളം കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ ഗ്യാസിൻ ലിക്വിഡ് കഴിഞ്ഞു, കഥം കുത. നമുക്കിനി ലിക്വിഡിലേക്ക് കയറാം. ലിക്വിഡിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് വേപ്പർ പ്രഷർ അറിയണ്ടേ? വേപ്പർ പ്രഷർ വളരെ പ്രസിദ്ധമാണ്. വാട്ട് ഈസ് വേപ്പർ പ്രഷർ? ഒരു കണ്ടെയ്നറിൽ ഒരു വെള്ളം എടുക്കുമ്പോൾ ഇറ്റ് വിൽ ഇവാപ്പറേറ്റ്. ഒരു ക്ലോസ് കണ്ടെയ്നറിൽ വെള്ളം എടുക്കുമ്പോൾ ഇറ്റ് വിൽ ഇവാപ്പറേറ്റ്. ഈ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി കണ്ടൻസേഷൻ നടക്കും അല്ലേ? ആൻഡ് ഫൈനലി റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ആൻഡ് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ രണ്ടും സെയിം ആവും. മേപ്പോട്ടും പോണതും താപ്പോട്ടും വരുന്നതും രണ്ടും സെയിം റേറ്റിലായിരിക്കും. ഇക്വിലിബ്രിയം എത്തും. ആ ഇക്വിലിബ്രിയം എത്തുമ്പോൾ ഈ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. ആ ഇക്വിലിബ്രിയം എത്തുമ്പോൾ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. മനസ്സിലായല്ലോ? ഫൈൻ. അത് എല്ലാ ലിക്വിഡിനും ഉണ്ട് വേപ്പർ പ്രഷർ. എവ്രി ലിക്വിഡ് ഹാസ് വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കിക്കേ മക്കളെ, എല്ലാവരും നോക്കിക്കേ. Pressure exerted by vapor of a liquid at equilibrium. Pressure exerted by vapor of a liquid at equilibrium. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം KP. KP എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇക്വിലിബ്രിയം. ധീര ബാച്ച് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഞാനിത് അപ്പം തന്നെ ഇക്വിലിബ്രിയത്തിൽ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് മക്കളെ. ഈ ഇക്വിലിബ്രിയം ശരിക്കും എന്താണ്? A എന്ന് പറഞ്ഞ ലിക്വിഡ് ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് A എന്ന് പറഞ്ഞ ഗ്യാസ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? KP എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് A. ഈ പാർഷ്യൽ പ്രഷർ ഓഫ് A എന്താണ്? അതാണ് വേപ്പർ പ്രഷർ. ലിക്വിഡ് ഇല്ലല്ലോ, എന്തായാലും ലിക്വിഡിന് പ്രഷർ ഇല്ല. അപ്പോൾ KP is equal to PA. ദിസ് ഇസ് വാട്ട്? ഇതാണ് വേപ്പർ പ്രഷർ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വേപ്പർ പ്രഷർ ഇസ് നത്തിങ് ബട്ട് ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. എനിക്കറിയില്ല നിങ്ങൾക്ക് അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഇക്വിലിബ്രിയമായിട്ട് കണക്ട് ചെയ്യാണ്. വേപ്പർ പ്രഷർ ഇസ് നത്തിങ് ബട്ട് ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. മനസ്സിലായോ മക്കളെ? ഓക്കേടാ കുട്ടന്മാരെ. അതുകൊണ്ട് തന്നെയാണ് വേപ്പർ പ്രഷർ ഡിപ്പെൻസ് ഓൺലി ഓൺ ഒരു മിനിറ്റ്. അതുകൊണ്ട് തന്നെയാണ് വേപ്പർ പ്രഷർ ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് ടെമ്പറേച്ചർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ മാറ്റിയാൽ മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇസ് ഫിക്സഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇപ്പോൾ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ മാറ്റിയില്ലേ മാറില്ല മക്കളെ. ബിക്കോസ് ഇറ്റ്സ് an equilibrium constant. And every equilibrium constant behaves the same way. എല്ലാ equilibrium constant ഒരേപോലെയാണ്. Depends only on temperature. Vapor pressure is also an equilibrium constant. Okay. അതേപോലെ തന്നെ നെക്സ്റ്റ് IMFOA increases. IMFOA എന്ന് വെച്ചാൽ എന്താ? Intermolecular force of attraction increases, vapor pressure decreases. Obviously, intermolecular force of attraction കൂടുതലാണെങ്കിൽ പാർട്ടിക്കിൾസിന് ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും. കാര്യം ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് പൊട്ടിച്ചിട്ട് പോകണം. ഇവാപ്പറേഷൻ കുറയുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. അതേപോലെ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും. ഇഫ് വേപ്പർ പ്രഷർ ഇസ് ലോ, ബോയിലിംഗ് പോയിന്റ് ഇസ് ഹൈ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, വേപ്പർ പ്രഷർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, വേപ്പർ പ്രഷർ ഇൻക്രീസസ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക മക്കളെ. ഇത് ആക്ച്വലി ഒരു എൻഡോതെർമിക് റിയാക്ഷൻ അല്ലേ? ലിക്വിഡ് ടു ഗ്യാസ്. എൻഡോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മോർ ഗ്യാസസ് ഫോംഡ്, അതായത് വേപ്പർ പ്രഷർ കൂടുന്നു. കണ്ട, എല്ലാം കണക്റ്റഡാ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുകൊണ്ടാണ് വേപ്പർ പ്രഷർ കൂടുന്നത്? ബിക്കോസ് വേപ്പർ പ്രഷർ ഇസ് എൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻസിന് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടും. സാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മളെല്ലാവരും പഠിച്ച അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു. അത് ലോജിക്കലി പ്രാക്ടിക്കലി നിങ്ങൾക്ക് ആലോചിക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ബ്രേക്ക് ആവുന്നു, കൂടുതൽ ഇവാപ്പറേഷൻ നടക്കുന്നു. ഇവാപ്പറേഷൻ നടക്കുമ്പോൾ കൂടുതൽ വേപ്പർ പ്രഷർ കൂടുന്നു. ഓക്കെ, മനസ്സിലായോ കുട്ടന്മാരെ? മനസ്സിലായോ എൻ്റെ കുട്ടന്മാരെ? ഓക്കെ, ഇത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ. ഈ റിയാക്ഷൻ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. കാര്യം എന്താ? ലിക്വിഡ് ടു ഗ്യാസ്, ഓബ്വിയസ്ലി ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ
ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടും. ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആരാ? വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ഇസ് ഇൻക്രീസിങ്. ഓക്കെ, എല്ലാവരും നോക്കുക. Vapor pressure of H2O at 300 Kelvin in a closed container is 0.4 atm. If volume is doubled at 300 Kelvin, vapor pressure is equal to. അമ്പട കള്ള, വോളിയം കൂട്ടിയിട്ട് നമ്മളെ കുഴപ്പിക്കാൻ നോക്കുകയാണ്. നമുക്കറിയാം വേപ്പർ പ്രഷർ വോളിയത്തിലൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന്. നമുക്കറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി എ കോൺസ്റ്റന്റ്. സോ ദി ആൻസർ ഇസ് ഗോയിങ് ടു ബി 0.4 itself. It won't change. It does not change. Unless temperature ചേഞ്ച് ചെയ്യണമെങ്കിൽ വേപ്പർ പ്രഷർ മാറില്ല. സോ വോളിയം കൂട്ടി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുഴി വീഴരുത്. എൻ്റെ മക്കള് കുഴി വീഴരുത്. ഓക്കെ, സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വേപ്പർ പ്രഷർ നോട്ട് ഗോയിങ് ടു ചേഞ്ച്. നെക്സ്റ്റ്, റൗൾസ് ലോ ഫോർ ബൈനറി സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. വളരെ പ്രസിദ്ധമായ ലോ ആണ്. എന്താണ് പറയുന്നത്? ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് each component in the solution is directly proportional to its mole fraction. രണ്ട് സൊല്യൂഷൻ മിക്സ്ഡ് ആണ്, രണ്ട് ലിക്വിഡ്സ് മിക്സ്ഡ് ആണെങ്കിൽ, രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ആണെങ്കിൽ എയും ബിയും രണ്ടും വോളറ്റൈൽ ആണെങ്കിൽ, വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഇവാപ്പറേറ്റ് ചെയ്യും. രണ്ടിൻ്റെയും ഗേഷ്യസ് ഫോം ഉണ്ടാവും അല്ലേ? രണ്ടിൻ്റെയും ഗേഷ്യസ് ഫോം ഉണ്ടാവും. ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ വിൽ ബി ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ. എവിടത്തെ മോൾ ഫ്രാക്ഷൻ? ലിക്വിഡിൽ ഡിസോൾവ്, ആ ലിക്വിഡ് സ്റ്റേറ്റിലെ മോൾ ഫ്രാക്ഷൻ, ഗേഷ്യസ് സ്റ്റേറ്റിലല്ല. കൈ എ ഇൻറ്റു പി നോട്ട് എ. പി നോട്ട് എ എന്ന് പറയുമ്പോൾ വേപ്പർ പ്രഷർ ഓഫ് പ്യോർ എ. അതേപോലെ പി ബി ഇസ് ഈക്വൽ ടു പി നോട്ട് ബി ഇൻറ്റു കൈ ബി. കൈ ബി എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിലല്ല. കാര്യം മനസ്സിലാക്കണം, ഗേഷ്യസ് സ്റ്റേറ്റിൽ മോൾ ഫ്രാക്ഷൻ ഉണ്ടാവാം, ലിക്വിഡ് സ്റ്റേറ്റിൽ മോൾ ഫ്രാക്ഷൻ ഉണ്ടാവും. രണ്ടും സൊല്യൂഷനാണ് ഇവിടെ. ലിക്വിഡ് സൊല്യൂഷനും വേപ്പർ സൊല്യൂഷനും മനസ്സിലാക്കുക. റൗൾസ് ലോയിൽ ഉപയോഗിക്കുന്ന മോൾ ഫ്രാക്ഷൻ ഇസ് ദ ലിക്വിഡ് മോൾ ഫ്രാക്ഷൻ. മനസ്സിലാക്കുക, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും നോക്കുക. അപ്പൊ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ വിൽ ബി സം ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ് വിച്ച് ഇസ് പി എ പ്ലസ് പി ബി. അതായത് പി നോട്ട് എ കൈ എ പ്ലസ് പി നോട്ട് ബി കൈ ബി. പി നോട്ട് എ കൈ എ പ്ലസ് പി നോട്ട് ബി കൈ ബി. ഇതാണ് മക്കളെ റൗൾസ് ലോ. ദിസ് ഇസ് റൗൾസ് ലോ. ഓക്കെ, മാത്തമാറ്റിക്കലി. അതേപോലെ തന്നെ ഈ കൈ എനെ വേണമെങ്കിൽ എനിക്ക് 1 മൈനസ് കൈ ബി എന്ന് എഴുതാം. കൈ എനെ 1 മൈനസ് കൈ ബി ഇത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ ബി. ഇത് കൈ ബിയുടെ ടേംസിൽ മാത്രം എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി കൈ എയുടെ ടേംസിൽ മാത്രം എഴുതണമെങ്കിൽ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി നോട്ട് ബി പ്ലസ് പി നോട്ട് എ മൈനസ് പി നോട്ട് ബി കൈ എ. പക്ഷെ ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്നറിയോ? ഞാൻ ഈ ഒരൊറ്റ ഫോമിലെ ഓർത്തിരിക്കാറുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഓർത്തിരിക്കാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇത് ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം ഇത് ഓർത്തിരിക്കണം നല്ലത്. കൈ എ അറിഞ്ഞു കഴിഞ്ഞാൽ കൈ ബി അറിയാം. കൈ ബി ഇസ് 1 മൈനസ് കൈ എ. ഓക്കേടാ മക്കളെ? അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പല മക്കളും ഇത് രണ്ടും ബൈഹാർട്ട് ചെയ്യാൻ നോക്കും. അത് വേണമെന്നില്ലടാ. ഓക്കെ, ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. ഓക്കേടാ കുട്ടാ? അതേപോലെ തന്നെ ഇഫ് വൈ എ ആൻഡ് വൈ ബി ആർ ദ മോൾ ഫ്രാക്ഷൻസ് ഓഫ് ദ കോമ്പണൻസ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി, ഏത് ഗേഷ്യസ് മോൾ ഫ്രാക്ഷൻസ്, then PA, partial pressure of A is YA into total pressure. ഏത് ഡാൽട്ടൺസ് ലോ ആണത്? ഇത് റൗൾസ് ലോ അല്ല, ഇത് ഡാൽട്ടൺസ് ലോ ആണ്. അതേപോലെ തന്നെ PB is equal to YB into total pressure. ഇത് ഡാൽട്ടൺസ് ലോ ആണ് കേട്ടോ. ഇത് റൗൾസ് ലോ അല്ല, ഇത് ഡാൽട്ടൺസ് ലോ ആണ്, നമുക്കറിയാം. ഓക്കെ മക്കളെ? അതേപോലെ തന്നെ if a solution obeys Raoult's law, for all concentrations, its vapor pressure would vary linearly from 0 to the vapor pressure of the pure solvent. ഏത് കേസിൽ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ. അതായത് നമുക്കറിയാം ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു പി നോട്ട് എ കൈ എ പ്ലസ് പി നോട്ട് ബി കൈ ബി അല്ലേ? ഇതിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ കൈ ബി, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ പി നോട്ട് ബി ഉണ്ടാവില്ല. നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു കോമ്പണന്റിന് വേപ്പർ പ്രഷർ ഇല്ല, അപ്പോൾ അത് ഉണ്ടാവില്ല. സോ ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ. ടോട്ടൽ പ്രഷർ എന്ന് ഉദ്ദേശം എന്താണ്? ടോട്ടൽ പ്രഷർ ഇസ് ബേസിക്കലി ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. പി എ ഇസ് ഈക്വൽ ടു പി നോട്ട് എ കൈ എ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ലീനിയർ പ്ലോട്ട് കിട്ടും, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ റൗൾസ് ലോന്റെ ഗ്രാഫ് കാണിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രാഫ്. അതിലേക്ക് ഞാൻ വരാം മക്കളെ, ഡോണ്ട് വറി.
നമുക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലിക്വിഡ്സ് എ ആൻഡ് ബി ഫോം ഐഡിയൽ സൊല്യൂഷൻസ്. ലിക്വിഡ്സ് എ ആൻഡ് ബി ഫോം ഐഡിയൽ സൊല്യൂഷൻസ് ഇൻ ദ എൻറ്റയർ കോമ്പോസിഷൻ റേഞ്ച്. എൻറ്റയർ കോമ്പോസിഷൻ എന്നാണ് ഇവിടെ. എൻറ്റയർ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? എൻറ്റയർ കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ലിക്വിഡ് ആഡ് ചെയ്തു, ഏത് മോൾ ഫ്രാക്ഷൻ എടുത്താലും, നിങ്ങൾ ഏത് കോമ്പിനേഷൻ ഓഫ് മോൾ ഫ്രാക്ഷൻ എടുത്തു, എയുടെ മോൾ ഫ്രാക്ഷൻ എന്തിട്ടാലും ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്തിട്ടാലും റൗൾസ് ലോ ഇസ് വാലിഡ്. അതാണ് എൻറ്റയർ കോമ്പോസിഷൻ്റെ വാലിഡ് ഫോർ എൻറ്റയർ കോമ്പോസിഷൻ്റെ അർത്ഥം. ഏത് കോമ്പോസിഷൻ എടുത്താലും റൗൾസ് ലോ ഇസ് വാലിഡ്. ഓക്കെ. The vapor pressure of pure A and B are 7 into 10 power 3 and 12 into 10 power 3 Pascal respectively. The composition of the vapor in equilibrium with a solution containing 40 mole percentage of A at this temperature is 40 mole percentage of A at this temperature is. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? Composition of the vapor in equilibrium. കോമ്പോസിഷൻ ഓഫ് ദ വേപ്പർ ആണ് വേണ്ടത്. വേപ്പർ മോൾ ഫ്രാക്ഷൻസ്. മക്കളെ നമുക്കറിയാം, എല്ലാവരും നോക്കിക്കേ, നമുക്കറിയാം കോമ്പോസിഷൻ ഓഫ് എ ഇൻ ദ വേപ്പർ ഫേസ് ഇൻടു ടോട്ടൽ പ്രഷർ is equal to partial pressure of A. That means composition of A is nothing but partial pressure of A by total pressure. Partial pressure of A is nothing but P naught A into chi A. Total pressure is nothing but P naught A into chi A plus P naught B into chi B. അല്ലേ മക്കളെ? ഫൈൻ. ഇനി ഇവിടെ P naught എയുടെയും P naught B യുടെയും വാല്യൂസ് ഇട്ടാ പോരെ? ഇനി ഇവിടെ P naught എയുടെയും P naught B യുടെയും വാല്യൂസ് ഇട്ടാ പോരെ മക്കളെ? P naught എയുടെ വാല്യൂ എന്താണ്? P naught എയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 into 10 power 3. ഇതിന്റെ വാല്യൂ വരാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 into 10 power 3 into chi A 40% എന്ന് പറഞ്ഞിരുന്നു. 40% എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻറ്റു 0.4, 40% എന്ന് പറയുമ്പോൾ chi A 0.4 ഡിവൈഡഡ് ബൈ 7 into 10 power 3 into 0.4 പ്ലസ് P naught B എത്രയാ? P naught B യുടെ വാല്യൂ എത്രയാ? 12 into 10 power 3. 12 into 10 power 3. 12 into 10 power 3 into chi B എത്രയായിരിക്കും? ഇവൻ 0.4 ആണെങ്കിൽ chi B എത്രയായിരിക്കും? 0.6 ആയിരിക്കും. ഇൻറ്റു 0.6. ഓക്കെ മക്കളെ? ഫൈൻ. സോ y യുടെ വാല്യൂ വരാൻ പോകുന്നത് YA വിൽ ബി ഈക്വൽ ടു 0.28. YA 0.28 ആണെങ്കിൽ YB വിൽ ബി ഈക്വൽ ടു 0.72. ഓക്കെ, ദിസ് വിൽ ബി ദി ആൻസർ. ഫൈൻ. സോ 0.28 ആൻഡ് 0.72 B വിൽ ബി ദി ആൻസർ. B ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, തുള്ളി പോകാം. ദ വേപ്പർ പ്രഷർ ഓഫ് എ സോൾവെന്റ് ഡിക്രീസസ് ബൈ 10 millimeter mercury when a non-volatile solute was added to the solvent. The mole fraction of the solute in solution is 0.2. What would be the mole fraction of the solvent if decrease in vapor pressure is 20 millimeter of mercury? ഇത് ആക്ച്വലി ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിപ്പിക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്കറിയാം, വി ഓൾ നോ ദാറ്റ് ഈ ലോവറിംഗ്, റിലേറ്റീവ് ലോവറിംഗ് അല്ല, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വേപ്പർ പ്രഷർ കുറയും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കിക്കേ മക്കളെ, P naught A മൈനസ് PA, ഇതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ? ഇത് ആക്ച്വൽ പ്രോപ്പർ വേപ്പർ പ്രഷർ, ഇത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ. ഓക്കെ, സോ P naught A മൈനസ് PA ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ മക്കളെ? ഈ P naught A മൈനസ് PA എന്ന് വെച്ചാൽ എന്താ? P naught A മൈനസ് P naught A ഇൻറ്റു chi A അല്ലേ? കാര്യം സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആണ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആണെങ്കിൽ ഇറ്റ്സ് P naught A chi A. കാര്യം P naught B chi B ഇല്ല. അപ്പോൾ P naught A മൈനസ് P naught A chi A which is equal to P naught A into chi B. ഇതാണ് 10 എന്ന് വന്നിരിക്കുന്നത് അല്ലേ? ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ ഇസ് 0.2. അപ്പോൾ chi B വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ മോൾ ഫ്രാക്ഷൻ ഇഫ് സോൾവെന്റ് if decrease in vapor pressure is 20?
അതായത് ബേസിക്കലി ഇവിടെ 20 ആണെങ്കിൽ 20 ആണെങ്കിലും പി നോട്ട് എന് വ്യത്യാസം വരില്ലല്ലോ, പി നോട്ട് എന് വ്യത്യാസം വരില്ലല്ലോ. ഇവിടെ കൈ നോട്ട് ബി എന്ന് എഴുതാൻ പോവാ ഞാൻ. അതായത് ദ ന്യൂ സിറ്റുവേഷൻ ഇസ് പി നോട്ട് എ ഇൻ ടു കൈ ഡാഷ് ബി, അതായത് പുതിയ മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു 20 അല്ലേ മക്കളെ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കൈ ബി ബൈ കൈ ഡാഷ് ബി ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. കൈ ബി എത്രയാണ്? കൈ ബി ഇസ് ഈക്വൽ ടു 0.2. സോ കൈ ഡാഷ് ബി ഇസ് ഈക്വൽ ടു 0.4 അല്ലെ? കൈ ബി ഇസ് ഈക്വൽ ടു 0.2 എന്ന് വന്നിട്ടുണ്ട്. സോ കൈ ഡാഷ് ബി ഇസ് ഈക്വൽ ടു 0.4 കിട്ടും അല്ലേ മക്കളെ? അല്ലേടാ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരു മിനിറ്റ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്, ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ? അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് 0.6 ആയിരിക്കും വരിക. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടെത്തിയത്. ന്യൂ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടെത്തിയത്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ആണ് വേണ്ടത്. സോ ബേസിക്കലി ആൻസർ കിട്ടുന്ന എത്രയാണ്? സോൾവെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, 0.6 ആണ് എൻ്റെ തെറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. At 80 degrees Celsius, vapor pressure of pure liquid A is 520 millimeter of mercury and that of pure liquid B is 1000 millimeter of mercury. If a mixture of A and B boils at 80 degrees Celsius and 1 atm pressure, അടിപൊളി ക്വസ്റ്റ്യൻ ആണിത്. 1 atm pressure, the amount of A in the mixture is. മക്കളെ, ബോയിലിംഗ് എപ്പോഴാണ് സംഭവിക്കുക? When does a liquid boil? When does a solution boil? When the vapor pressure is equal to atmospheric pressure. When the vapor pressure is equal to atmospheric pressure, അപ്പോഴാണ് ബോയിലിംഗ് സംഭവിക്കുക. ഇവിടെ തന്നിട്ടുണ്ട് A and B boils at 80 degrees Celsius and 1 atm pressure. A and B boils at 80 degrees Celsius and 1 atm pressure. അതായത് ബോയിൽ ചെയ്യണമെങ്കിൽ 80 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ 1 atm പ്രഷറിലേക്ക് എത്തണം. വേപ്പർ പ്രഷർ, total vapor pressure should be 1 atm. 1 atm എന്ന് പറയുമ്പോൾ 760. So this would be the vapor pressure of the solution. ഇതായിരിക്കും vapor pressure of the solution. അല്ലേ മക്കളെ? Fine. This will be equal to 520 into chi A, 520 into chi A plus 1000 into chi B. 1000 into chi B. അല്ലേ മക്കളെ? ഇവിടെ നമുക്ക് 520 into 1 minus chi A എന്ന് എഴുതാം. That is equal to 1000, sorry, plus 1000 into chi B. Plus 1000 into chi B. Sorry, ഇവിടെ chi B ആണ് വരേണ്ടത്. സോറിടാ, ഇവിടെ chi B ആണ് കേട്ടോ വരേണ്ടത്. chi B വരണം. ഓക്കെ മക്കളെ, സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? റീഅറേഞ്ച് ചെയ്യുമ്പോൾ 520 760 മൈനസ് 520 760 മൈനസ് 520 എന്ന് പറയുമ്പോൾ 240 അല്ലേ? 240 ഈസ് ഈക്വൽ ടു 1000 മൈനസ് 420, അതായത് 1000 മൈനസ് 520, അതായത് 480 കൈ ബി എന്ന് വരും. അപ്പോൾ കൈ ബി എത്രയായി? 240 ബൈ 480 ഡണ്ടനാടൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. 1/2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അല്ലേ മക്കളെ? അതായത് 50% മോൾ പെർസെൻറ്റേജ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ആണോ മക്കളെ? ആണോ മക്കളെ? അല്ലേ മക്കളെ? ആണ് സാറേ. നെക്സ്റ്റ് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻസിലേക്ക് പോകാം. എല്ലാവരും നോക്കിക്കേ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? എ സൊല്യൂഷൻ ദാറ്റ് ഒബേസ് റൗൾസ് ലോ. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഐഡിയൽ സൊല്യൂഷൻസ്? intermolecular force of attraction. എല്ലാവരും നോക്കുക മക്കളെ. intermolecular force of attractions of solvent intermolecular force of attraction of solvent will be equal to that of solute, will be equal to that of solution. അതായത് solvent attraction will be equal to
solute attraction will be equal to solvent solute attraction. Exactly equal ആവണമെന്നില്ല, almost equal. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് enthalpy of mixing equal to 0. Okay, volume of mixing equal to 0. Entropy of mixing and Gibbs energy of mixing. Entropy of mixing greater than 0. കാര്യം എന്താ? സൊല്യൂഷൻ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. സോ എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ജി ഓഫ് മിക്സ് ലെസ് ദാൻ 0. അതുമാത്രമല്ല, എൻട്രോപ്പി ഓഫ് മിക്സിൻ്റെ വേറെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ മിക്സിംഗ് അല്ല നടക്കുന്നത്, ഡിസൊല്യൂഷൻ പ്രോസസ്. ഡിസൊല്യൂഷൻ പ്രോസസ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഡിസൊല്യൂഷനിലെ എൻട്രോപ്പി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ തെർമോഡൈനാമിക്സും കണക്ട് ചെയ്തു. ഡിസൊല്യൂഷൻ പ്രോസസ്സിൽ എൻട്രോപ്പി വിൽ ബി ഗ്രേറ്റർ ദാൻ 0 നമ്മൾ ക്ലാസ്സിൽ തന്നെ കണ്ടിട്ടില്ലേ മക്കളെ, അല്ലേ? അപ്പോൾ എൻട്രോപ്പി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അതേപോലെ സ്പോണ്ടേനിയസ് പ്രോസസ് ആയതുകൊണ്ട് ഗിബ്സ് എനർജി വിൽ ബി ലെസ് ദാൻ 0. സൊല്യൂഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്, നിങ്ങളായിട്ടൊന്നും ചെയ്യണ്ട, തനിയെ ഫോം ചെയ്തോളും. ഗോട്ട് ഇറ്റ്? എല്ലാവരും നോക്കുക മക്കളെ. ദിസ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഇസ് പോസിബിൾ if molecules of solute and solvent are almost of the same size and have identical property. അത് പോയിന്റ് നോട്ട് ചെയ്യണം. For such solutions, the vapor pressure of the solution is always intermediate between the vapor pressure of pure components of A and B. Solution the vapor pressure pure A and B യുടെ നടുക്കായിരിക്കും എപ്പോഴും. പ്യുവർ A and B യുടെ നടുക്കായിരിക്കും എപ്പോഴും. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ്, ക്വസ്റ്റ്യൻസിൽ നിന്ന് കളക്ട് ചെയ്ത എക്സാമ്പിൾസ് ആണ്. സൂപ്പർ ഡൂപ്പർ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ, റൗൾസ് ലോയുടെ ഗ്രാഫ്. ഈ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ മക്കളെ, എല്ലാവരും നോക്കുക. ഇത് എന്ന് പറയുന്നത് പി എയുടെ ഗ്രാഫാണ്. ഇത് ബേസിക്കലി പി ബിയുടെ ഗ്രാഫാണ്. ഇത് ടോട്ടൽ വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫാണ്. ഞാനിപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല, ബട്ട് ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ will be greater than the ideal partial pressure. Partial pressure of B will be greater than the ideal partial pressure. Partial pressure of the solution will be greater than the ideal partial pressure. Ideal partial pressure അല്ല, ideal vapor pressure. Ideal vapor pressure ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ basically observed vapor pressure will be greater than the ideal vapor pressure. റൗൾസ് ലോ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്ത വേപ്പർ പ്രഷർ, അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? മക്കളെ? ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ആൻഡ് ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. കാര്യം എന്താണെന്നറിയോ? പോസിറ്റീവ് ഡീവിയേഷൻ വരണമെങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കണം. സൊല്യൂട്ട് ഇന്ററാക്ഷനെ വെച്ച് നോക്കുമ്പോൾ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കണം. അതായത് വീക്ക് ബോണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ബോണ്ട് ഡിസ്റ്റൻസ് കൂടി, അതായത് കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അവർ അടുത്തിരിക്കും, ബോണ്ട് സ്ട്രെങ്ത് വീക്ക് ആണെങ്കിൽ അവർ ദൂരെ ഇരിക്കും. അപ്പോൾ എന്ത് പറ്റും? കൂടുതൽ വോള്യൂം ഓക്യുപ്പൈ ചെയ്യും. അതുകൊണ്ട് ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഗോട്ട് ഇറ്റ്? ഫൈൻ. അതേപോലെ തന്നെ എൻട്രോപ്പി ഓഫ് മിക്സിംഗ്, ഇത് നിങ്ങൾ മറക്കരുത് മക്കളെ. എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ഇസ് സ്റ്റിൽ ഗ്രേറ്റർ ദാൻ 0. Entropy of mixing is still greater than 0. Gibbs energy of mixing is still less than 0. കാര്യം അതിന് രണ്ടിനും മാറ്റം വരുന്നില്ല. എൻട്രോപ്പി സ്റ്റിൽ ഗ്രേറ്റർ ദാൻ 0. കാര്യം എന്താ? റാൻഡംനെസ് കൂടുകയാണ്, ഡിസൊല്യൂഷൻ പ്രോസസ്. സ്റ്റിൽ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്, ഡെൽറ്റ ജി ലെസ് ദാൻ 0. നെഗറ്റീവ് ആണെങ്കിൽ നേരെ ഉൾട്ട വരും. ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് ലെസ് ദാൻ 0, ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ് ലെസ് ദാൻ 0. അതായത് ഡെൽറ്റ വി ഓഫ് മിക്സ് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് നെഗറ്റീവ് ആണ്. കാര്യം എന്താ? സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് കൂടുതൽ ടൈറ്റർ ആണ്. ടൈറ്റർ എന്ന് പറയുമ്പോൾ അവരുടെ ബോണ്ട് സ്ട്രെങ്ത് കൂടും, അപ്പോൾ അവർ കൂടുതൽ അടുത്തായിരിക്കും ഇരിക്കുന്നത്. അതായത് വോള്യൂം ചുരുങ്ങും. ഫൈനൽ വോള്യൂം വിൽ ബി ലെസർ ദാൻ ഇനീഷ്യൽ ടോട്ടൽ വോള്യൂം. ഗോട്ട് ഇറ്റ്? ഇവിടെ ഒരു മാറ്റവും ഇല്ല മക്കളെ. എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഗിബ്സ് എനർജി ഓഫ് മിക്സിംഗ് ഇസ് ലെസ് ദാൻ 0. ഇത് മറക്കരുത്. ഇത് എവിടെയും മാറുന്നില്ല. ഇത് ഐഡിയൽ ആയിക്കോട്ടെ നോൺ ഐഡിയൽ ആയിക്കോട്ടെ, എൻട്രോപ്പിക്കും ഗിബ്സ് എനർജിക്കും മാറ്റം വരുന്നില്ല. ഗോട്ട് ഇറ്റ്? ഗ്രാഫ് അറിയാലോ മക്കളെ. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഐഡിയൽ ഗ്രാഫിൻ്റെ മേളെ കൂടെ പോകും. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഐഡിയൽ ഗ്രാഫിൻ്റെ അടി കൂടെ പോകും, റൗൾസ് ലോ ഗ്രാഫിൻ്റെ അടി കൂടെ പോകും. ഓക്കെ മക്കളെ? എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻസ് എല്ലാം ഓർത്തിരിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റാണ്. ഞാൻ വെറുതെ എഴുതിയിടുകയല്ല മക്കളെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
ഓൾ ഓഫ് ദം. വേണമെങ്കിൽ സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചോളൂ, നിങ്ങൾ വേണമെങ്കിൽ ചാർട്ട് പേപ്പർ ആയിട്ട് ഒട്ടിച്ച് വെച്ചോളൂ. ദീസ് ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. CS3 twice CO എന്താണെന്നറിയാലോ? ദിസ് ഇസ് അസറ്റോൺ. C2H5OH എത്തനോൾ. അല്ലേ മക്കളെ? എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലിസ്റ്റ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഫൈൻ. അതേപോലെ തന്നെ വാട്ട് ആർ അസിയോട്രോപ്സ്? അസിയോട്രോപ്സ് എന്നാൽ എന്താണ്? എല്ലാവരും നോക്കുക. ബൈനറി മിക്സ്ചേഴ്സ് വിത്ത് സെയിം കോമ്പോസിഷൻ അറ്റ് ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ബൈനറി മിക്സ്ചേഴ്സ് വിത്ത് സെയിം കോമ്പോസിഷൻ അറ്റ് ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. എല്ലാവരും നോക്കിക്കേ മക്കളെ, ഞാനൊരു കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നറിൽ എനിക്ക് 10 Aയും 5 Bയും ഉണ്ട്. ഈ 2 ലിക്വിഡും ഉണ്ട്. 10 Aയും 5 Bയും 10 Aയും 5 Bയും ഉണ്ട്. ഇത് ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ, ബോയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, പുറത്തേക്ക് വരുന്ന A:B റേഷ്യോ 1:2 തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ 2:1, 1:2 അല്ല, 2:1 തന്നെയാണെങ്കിൽ, 2:1 തന്നെയാണെങ്കിൽ A:B റേഷ്യോ 2:1 തന്നെയാണെന്ന് വിചാരിക്കുക. അതായത് അകത്തുള്ള റേഷ്യോ തന്നെ, A:B റേഷ്യോ തന്നെ പുറത്ത് വരികയാണ് വേപ്പറിലേക്ക്. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് അതിനെ ഫെർദർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം പ്യൂരിഫിക്കേഷൻ എപ്പോഴാണോ നടക്കുക? ഞാനിത് ബോയിൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വേപ്പറിൽ ഒരു കോമ്പോണൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ലിക്വിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഇവിടെ ലിക്വിഡിൽ ഇപ്പോൾ 2:1 റേഷ്യോയിലാണല്ലോ 10 Aയും 5 Bയും. ഇപ്പം ഞാൻ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 2:1 റേഷ്യോ, ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു 3:1 റേഷ്യോ കിട്ടിയെന്ന് വരിക. അതായത് വേപ്പർ ഇസ് മോർ പ്യോറർ ഇൻ എ. അങ്ങനെ കിട്ടുമ്പോഴാണ് എനിക്ക് ബേസിക്കലി അതിനെ പ്യൂരിഫൈ ചെയ്ത് എയും ബിയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. ദാറ്റ് മീൻസ് വേപ്പർ ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ വെൻ കമ്പയർ ടു ദ ലിക്വിഡ്. അപ്പോഴേ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കുള്ളൂ. ഇത് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വേപ്പറിനും സെയിം കോമ്പോസിഷൻ ആണെങ്കിൽ, സെയിം റേഷ്യോയിലാണെങ്കിൽ, ആ വേപ്പറിനെ നമുക്ക് ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റില്ല. ആ വേപ്പർ എടുത്ത് കൂൾ ചെയ്താൽ വീണ്ടും സെയിം കോൺസെൻട്രേഷൻ, അതെടുത്ത് വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ, ബോയിൽ ചെയ്യുമ്പോൾ വീണ്ടും സെയിം കോൺസെൻട്രേഷൻ. അതായത് എനിക്ക് അവരെ പിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾക്ക് കിട്ടുന്ന വേപ്പർ ഷുഡ് ബി പ്യോറർ ഇൻ വൺ ഓഫ് ദ കോമ്പണൻസ് വെൻ കമ്പയർ ടു ദ ലിക്വിഡ്. ലിക്വിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോമ്പണന്റ് കൂടുതൽ വേണം അതിൽ. അങ്ങനെ നടന്നില്ലെങ്കിൽ അത് അസിയോട്രോപ്പ് ആണ്. അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ മക്കളെ, എല്ലാവരും നോക്കുക. ദേ ബോയിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അസിയോട്രോപ്സ് ബോയിൽസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതായത് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യണ പോലെ തന്നെ. ഇപ്പോൾ ഒരു ലിക്വിഡ്, ഒരു പ്യുവർ വെള്ളം തിളപ്പിച്ചു, വെള്ളത്തിൻ്റെ ആവി വന്നു. വെള്ളത്തിൻ്റെ ആവിയിൽ എന്താ? 100% വെള്ളം തന്നെയാണ്, H2O തന്നെയാണ്. അതേപോലെ തന്നെ ഞാനൊരു അസിയോട്രോപ്പ് ബോയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വേപ്പർ വിൽ ഹാവ് എക്സാക്ട്ലി ദ സെയിം കോൺസെൻട്രേഷൻ ആസ് ദാറ്റ് ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിൻ്റെ അതേ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും വേപ്പറിന് വരുന്നത്. അതായത് ഒരു പ്യുവർ ലിക്വിഡിൻ്റെ പോലെ അത് ബിഹേവ് ചെയ്യും. അതായത് പ്യുവർ ലിക്വിഡിൻ്റെ ഇതെന്താ? പ്യുവർ ലിക്വിഡ് തിളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആവി സെയിം കോൺസെൻട്രേഷനാണ് ലിക്വിഡിനും വേപ്പറിനും, 100%. അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കും. അസിയോട്രോപ്പിൽ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ആ വേപ്പർ ലിക്വിഡിൻ്റെ അതേ കോൺസെൻട്രേഷൻ തന്നെയാണ് വരിക. അപ്പം നമുക്ക് ആ വേപ്പറിനെ കളക്ട് ചെയ്തിട്ട് കൂൾ ചെയ്ത് വീണ്ടും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്താൻ പറ്റില്ല. കാര്യം നമ്മൾ എത്രയൊക്കെ നോക്കിയാലും നമുക്ക് കിട്ടാൻ പോകുന്ന വേപ്പർ സെയിം കോൺസെൻട്രേഷൻ തന്നെയാണ്, നമുക്ക് പിരിക്കാൻ പറ്റില്ല. അതാണ് അസിയോട്രോപ്പ്. ഓക്കെ, അസിയോട്രോപ്സ് 2 വിധമുണ്ട്. ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും, ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും. ഏത്? ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണെങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഓർത്ത് വയ്ക്കുക, അസിയോട്രോപ്പിൻ്റെ അർത്ഥവും ഓർത്ത് വയ്ക്കുക. ഓക്കേടാ കൂട്ടന്മാരെ, മനസ്സിലായെങ്കിൽ ഒരു ഹാർട്ട് അടിച്ചേടാ മക്കളെ. കുറച്ച് എനർജി കാണട്ടെ. എന്താണ് ചാറ്റ് ബോക്സിൽ ഒരു എനർജി ഇല്ലല്ലോ. ഫയർ ഇടൂ മക്കളെ. പോരട്ടെ. ഗോട്ട് ഇറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റഡി ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ ആൻഡ് മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ ഗ്രാഫ്, രണ്ടാമത്തെ ഗ്രാഫ്. ആദ്യത്തെ ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, രണ്ടാമത്തെ ഗ്രാഫ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ആദ്യത്തെ ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, രണ്ടാമത്തെ ഗ്രാഫ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? വാട്ട് വുഡ് ബി ദ കറക്റ്റ് ആൻസർ? പോസിറ്റീവ് ഡീവിയേഷൻ തരണമെങ്കിൽ ഇത് ബേസിക്കലി ആ ലിസ്റ്റ് അറിഞ്ഞാലേ കാര്യമുള്ളൂ.
ഇത് ബേസിക്കലി ആ ലിസ്റ്റ് അറിഞ്ഞാലേ കാര്യമുള്ളൂ. അസറ്റോൺ ആൻഡ് ഈഥൈൽ ആൽക്കഹോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അസറ്റോൺ ആൻഡ് ക്ലോറോഫോം നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. നമ്മൾ ആ ലിസ്റ്റിലേക്ക് നോക്കിയാൽ അറിയാം. അസറ്റോൺ ആൻഡ് ഈഥൈൽ ആൽക്കഹോൾ നോക്കുക, പോസിറ്റീവ് ഡീവിയേഷൻ. അസറ്റോൺ ആൻഡ് ക്ലോറോഫോം നെഗറ്റീവ് ഡീവിയേഷൻ. മക്കളെ, ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. പോളാർ നോൺ പോളാർ വരികയാണെങ്കിൽ മിക്കപ്പോഴും പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. പോളാറും നോൺ പോളാറും വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പോളാറും നോൺ പോളാറും മിക്സ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ബോണ്ടിങ് നടക്കില്ല മര്യാദയ്ക്ക്. പോളാർ ആൻഡ് നോൺ പോളാർ എപ്പോൾ കണ്ടാലും പോസിറ്റീവ് ആണ്, അത് മനസ്സിലാക്കുക. ഒരു ക്ലൂ ആണ് സാർ തരുന്നത്. പോളാർ ആൻഡ് നോൺ പോളാർ മിക്സ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഓക്കേടാ കുട്ടന്മാരെ, ഫൈൻ. അപ്പോൾ അത് മനസ്സിൽ കാണുക. ഇവിടെ ആൻസർ വരുന്ന സി ആണ്, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് സാർ ആ ലിസ്റ്റ് തന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മിനിമം ബോയിൽ അസിയോട്രോപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? These are formed by those liquid pairs which show large positive deviation from ideal behavior. At the azeotrope composition, their vapor pressure is highest and boiling point is minimum and it's lower than either of the components. ഈ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിനെ മിനിമം ബോയിലിംഗ് എന്തുകൊണ്ടാണ് വിളിക്കണമെന്ന് അറിയോ? ആ അസിയോട്രോപ്പിക് കോൺസെൻട്രേഷൻ എത്തുമ്പോൾ, അസിയോട്രോപ്പിക് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ a particular concentration beyond which purification is impossible. ആ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്യൂരിഫിക്കേഷൻ പറ്റില്ല. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിൽ ആ അസിയോട്രോപ്പിക് കോൺസെൻട്രേഷനിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ലെസർ ദാൻ ദ പ്യുവർ കോമ്പണൻസ്. പ്യുവർ കോമ്പണൻസ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും ബോയിലിംഗ് പോയിന്റിലും കുറവായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ രണ്ടിൻ്റെ വേപ്പർ പ്രഷറിനേലും കൂടുതലായിരിക്കും വേപ്പർ പ്രഷർ ഓഫ് ദ അസിയോട്രോപ്പ്. മനസ്സിലാക്കുക, അസിയോട്രോപ്പിക് കോൺസെൻട്രേഷനിൽ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിക് കോൺസെൻട്രേഷനിൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ഇൻഡിവിജ്വൽ വൺസ്, പ്യുവർ വൺസ്. അതേപോലെ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ലെസർ ദാൻ ദ പ്യുവർ വൺസ്. അതിനാണ് മിനിമം ബോയിലിംഗ് എന്ന് വിളിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഫോർ എക്സാമ്പിൾ, എത്തനോൾ ബോയിലിംഗ് പോയിന്റ് 351.3 ആണ്, വാട്ടർ ബോയിലിംഗ് പോയിന്റ് 373 ആണ്. കോൺസ്റ്റിറ്റ്യൂട്ട് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഹൂസ് ബോയിലിംഗ് പോയിന്റ് 351.1. രണ്ടിനേലും കുറവാണ്. കണ്ട, at the azeotrope composition of 95% by volume of ethanol. അതാണ് അസിയോട്രോപ്പിക് കോൺസെൻട്രേഷൻ എത്തനോൾ ഇൻ വാട്ടറിൻ്റെ. അതേപോലെ മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ നേരെ ഉൾട്ട. അറ്റ് ദി അസിയോട്രോപ്പിക് കോൺസെൻട്രേഷൻ ദ വേപ്പർ പ്രഷർ ഇസ് മിനിമം. വേപ്പർ പ്രഷർ മിനിമം ആയിരിക്കും. കാര്യം എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ അല്ല, വേപ്പർ പ്രഷർ മിനിമം ദാൻ ദ പ്യുവർ കോമ്പണൻസ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് വിൽ ബി greater than the pure components. Boiling point will be greater than the pure components. For example, 68% nitric acid. Sorry, maximum boiling point എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ ആണ്, ഓർക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ ആണ്, അതുകൊണ്ട് വേപ്പർ പ്രഷർ ഇസ് മിനിമം. വേപ്പർ പ്രഷർ ഇസ് മിനിമം. അതേപോലെ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ഹയർ. ഓക്കെ മക്കളെ, 68% nitric acid, boiling point 359 Kelvin. 32% water, boiling point 373 Kelvin. അസിയോട്രോപ്പിക് കോൺസെൻട്രേഷനിൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത് 393.5, അതായത് രണ്ടിനെയും വെല്ലി. അതുകൊണ്ടാണ് അതിനെ മാക്സിമം ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. വെൻ ദർ ഇസ് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആർ ഫോംഡ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിക്കോട്ടെ, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിക്കോട്ടെ, അവരെ രണ്ടുപേരെയും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് പിരിക്കാൻ പറ്റില്ല. നോർമൽ സൊല്യൂഷൻ പോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് പിരിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം സർ ഓൾറെഡി പറഞ്ഞു തന്നു. ഓക്കേടാ മക്കളെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? പെട്ടെന്ന് പറഞ്ഞ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് പറയൂ. ഇതിലേതാണ് കറക്റ്റ്? The ideal behavior of a liquid solution is due to the fact that different molecules present in do not interact with each other. Allah. Henry's law deals with the variation of solubility of gas with temperature. Allah. The constituents of an ideal solution follows Raoult's law under all conditions. Absolutely correct. 3 ആണ് correct ആയിട്ട് ആൻസർ വരിക. Okay. Next question. A binary liquid solution is prepared by mixing normal heptane and ethanol. Which one of the following statement is correct? Normal heptane, non-polar. Ethanol, polar. Normal heptane, non-polar. Ethanol, polar. Positive deviation. Positive deviation. So basically the solution is non-ideal, showing positive deviation. Sir, a clue തന്നില്ലേ? Normal heptane എന്ന് പറയുന്നത് non-polar ആണ്. Organic chemistry കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് അറിയാം. Normal heptane is non-polar. Ethanol is polar. So obviously positive deviation.
ഓക്കെ മക്കളെ? നമുക്ക് അടുത്തത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അടുത്തത് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. എല്ലാവരും നോക്കിക്കേ മക്കളെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാൽ എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാൽ എന്താണ്? Colligative properties may be defined as the properties of dilute solutions of non-volatile solute whose value does not depend on the nature of solute but only on the amount of solute. Does not depend on the nature of solute but only on the amount of solute. 4 colligative properties ഉണ്ട്: relative lowering of vapor pressure, elevation in boiling point, depression in freezing point, osmotic pressure. ഇവരൊന്നും നേച്ചർ ഓഫ് സൊല്യൂട്ട് വെച്ചിട്ടല്ല, എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വെച്ചിട്ടാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത്. ആദ്യം തന്നെ RLVP, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നോട്ട് ചെയ്യേണ്ട പോയിന്റ്, റിലേറ്റീവ് ലോവറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം വേപ്പർ പ്രഷർ കുറയും. That is lowering of vapor pressure. Relative lowering എന്ന് പറയുമ്പോൾ divide that by divide that by the actual vapor pressure. That will be equal to mole fraction of solute. Derive ചെയ്ത് കാണിക്കുന്നില്ല. This is relative lowering of vapor pressure. GIB നെ നമുക്ക് NB by NA plus NB എന്ന് ഇടാം. Very dilute cases ഈ NA is very very greater than NB. അതുകൊണ്ട് തന്നെ ഇതിനെ NB by NA എന്ന് എഴുതാം. ഓക്കെ മക്കളെ? ഇനി സർ വേറൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഓൾവേസ് ദിസ് ഇസ് വാലിഡ് ഓൺലി ഇൻ വെരി ഡൈല്യൂട്ട് സിറ്റുവേഷൻ. പക്ഷേ ഓൾവേസ് വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. P0A minus PA by PA. ഇത് P0A minus PA by P0A അല്ലേ? P0A minus PA by PA is always equal to NB by NA. Okay, whenever Van 't Hoff factor is equal to 1, Van 't Hoff factor equal to 1 വരുന്ന എല്ലാ കേസിലും, Van 't Hoff factor അല്ലാത്ത വാല്യൂ ആണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാൻ നിൽക്കരുത്. Van 't Hoff factor 1 ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഓൾവേസ് Van 't Hoff factor 1 ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ P0A minus PA by PA is equal to NB by NA. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ സാർ അത് തന്നെയല്ലേ ഇവിടെ വെരി ഡൈല്യൂട്ട് സിറ്റുവേഷൻസിലാണ് ആ ഫോർമുല അങ്ങനെ വരുന്നത്. ഇവിടെ ഓൾവേസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഇത് കാൽക്കുലേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഇതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ബൈ P0A. ഇവിടെ ബൈ PA ആണ് ഇത്. PA എന്താണെന്ന് അറിയാലോ? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. P0A ഈസ് വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. ഓക്കെ, ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഈ രണ്ടാമത്തെ ഫോർമുല ജസ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. ഇനി ഇത് തന്നെ വാൻ 't Hoff ഫാക്ടർ വെച്ച് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ relative lowering of vapor pressure is equal to I into GIB. അതായത് I into NB by NB plus NA, which is I into NB by NA very dilute situations. Van 't Hoff ഫാക്ടറിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾക്ക് അറിയാം, കറക്ഷൻ ഫാക്ടർ ആണ് Van 't Hoff ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വെരി ഡൈല്യൂട്ട് എന്നുള്ളത് ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തതാണ് ഇവിടെ ഗുട്ടാഫ്. ഇതാ, അല്ലെങ്കിൽ മക്കൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അപ്പം മോൾ ഫ്രാക്ഷൻ ഒക്കെ വളരെ ചെറുതാണെങ്കിൽ വെരി ഡൈല്യൂട്ട് എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് ആ വാല്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗുട്ടാ. ഓക്കെ, എല്ലാവരും നോക്കുക. വാട്ട് വെയിറ്റ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വിത്ത് മോളിക്കുലർ വെയിറ്റ് 60 is required to dissolve 180 grams of H2O to reduce vapor pressure to 4/5 of pure H2O. To reduce vapor pressure to 4/5 of pure H2O. അതായത് എല്ലാവരും നോക്കിയേ, PA is equal to P0A into 4/5. Okay മക്കളെ, fine. And നമുക്കൊരു കാര്യം അറിയാം. We know that P0A minus PA by PA is equal to number of moles of solute divided by number of moles of solvent. ഇതാണ് സാർ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഓർമ്മയുണ്ടല്ലോ. number of moles of solute by number of moles of solvent. This is always valid. വെരി ഡൈല്യൂട്ട് സിറ്റുവേഷനിലല്ല, ഇത് ഓൾവേസ് വാലിഡ് ആണ്. അതുകൊണ്ട് സാർ ഈ ക്വസ്റ്റനിൽ വെരി ഡൈല്യൂട്ട് ഒന്നും നോക്കിയില്ല. ഈ ഫോർമുല കൂടെ എടുത്തിട്ടു. ഒരു മിനിറ്റ്. P0A minus PA by PA is equal to
NB by NA. P naught A, PA എന്താണ് 4 by 5 P naught A. 4 by 5 P naught A divided by again 4 by 5 P naught A is equal to NB എന്താ മക്കളെ? NB is number of moles of solute. Number of moles of solute is weight of solute divided by molar mass divided by number of moles of solvent. Number of moles of solvent എന്താ? Weight of solvent divided by molar mass. അപ്പൊ ഇതിൽ നിന്ന് P naught A പോവും മക്കളെ. ഇതിൽ നിന്ന് P naught A പോയി നമുക്ക് 1 by 4 is equal to 1 by 4 is equal to W by 600 എന്ന് വരും. That means WB is equal to 150. കണ്ട, അതാണ് ഈ ഫോർമുലയുടെ ഗുണം. ഈ ഫോർമുല നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാം. ഡൈല്യൂട്ട് സൊല്യൂഷൻ നോക്കണ്ട, ഇത് എപ്പോഴും അപ്ലൈ ചെയ്യാം. 150 will be the answer. Okay മക്കളെ, fine. Next, the vapor pressure lowering caused by the addition of 100 grams of sucrose to 1000 grams of water if the vapor pressure of pure water is 23.8 millimeter mercury. Vapor pressure of pure water തന്നുണ്ട് 23.8 millimeter mercury ആണ് പ്യുവർ വാട്ടറിന്റെ. The vapor pressure lowering ആണ് ചോദിച്ചിരിക്കുന്നത്. Actual vapor pressure അല്ല, relative vapor pressure അല്ല, relative lowering of vapor pressure അല്ല, vapor pressure lowering. അതായത് ഡെൽറ്റ പി. ഡെൽറ്റ പി റിലേറ്റീവ് അല്ല, ഡെൽറ്റ പി. നമുക്കറിയാം ഡെൽറ്റ പി ബൈ പി നോട്ട് എ. ഇതാണല്ലോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഡെൽറ്റ പി ബൈ പി നോട്ട് എ ആണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അത് മനസ്സിലാക്കുക. പി നോട്ട് എ മൈനസ് പി എ, അതാണ് ഡെൽറ്റ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈ ബി. ഇവിടെ കൈ ബിയുടെ വാല്യൂ എന്താണ് മക്കളെ? കൈ ബി ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ. കൈ ബി ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എത്രയാണ് മക്കളെ വരുന്നത്? 100 grams ഓഫ് സൂക്രോസ് അല്ലേ? 100 grams ഓഫ് സൂക്രോസ് എന്ന് പറയുമ്പോൾ 100 by 342 ഡിവൈഡഡ് ബൈ 100 by 342 plus 1000 by 18. ഓക്കെ മക്കളെ, ഫൈൻ. 100 by 342 0.292 അടുത്ത് വരും. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം മക്കളെ. ഇവിടെ പി നോട്ട് എ എത്രയാണ്? പി നോട്ടയുടെ വാല്യൂ എത്രയാണ്? പി നോട്ടയുടെ വാല്യൂ 23.8 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഡെൽറ്റ പിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. 100 by 342 is close to 0.29. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1000 by 18 നിങ്ങൾക്ക് അറിയാലോ. 1000 by 18 is 55.5. ഓക്കെ മക്കളെ, ആൻസർ കിട്ടാൻ പോകുന്നത് 0.125 ആണ്. ഡെൽറ്റ പിയുടെ ആൻസർ കിട്ടാൻ പോകുന്നത് 0.125 ആണ്. ഓക്കെ മക്കളെ, move on to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കുക. The vapor pressure of pure liquid A is 10 torr and at the same temperature when 1 gram of B solid is dissolved in 20 grams of A, its vapor pressure is reduced to 9 torr. If the molecular mass of A is 200 AMU, then the molecular mass of B is. The vapor pressure of pure liquid A is 10 torr and at the same temperature when 1 gram of B solid is dissolved in 20 grams of A, its vapor pressure is reduced to 9 torr. മക്കളെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ചെയ്തു നോക്കുക മക്കളെ. 1 gram of B solid is dissolved in 20 grams of A, its vapor pressure is reduced to 9 torr. If the molecular mass of A is 200 AMU, then the molecular mass of B is. എല്ലാവരും നോക്കിക്കേ മക്കളെ. നമുക്കറിയാം എല്ലാവരും നോക്കുക. നമുക്കറിയാം ഡെൽറ്റ പി, ശ്രദ്ധിക്കുക, ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഇസ് ഈക്വൽ ടു കൈ ബി ആണല്ലോ മക്കളെ. ഈ ഡെൽറ്റ പിയുടെ വാല്യൂ എത്രയാ? 10 ടോറിൽ നിന്ന് 9 ടോറിലേക്ക് പോയി.
10 ടോറിൽ നിന്ന് 9 ടോറിലേക്ക് പോയി. അപ്പൊ ഇനീഷ്യൽ കേസിൽ ഡെൽറ്റ പിയുടെ വാല്യൂ എത്രയാ? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 1 അല്ലെ? 10 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണല്ലോ മക്കളെ? ഫൈൻ. 10 torr at the same temperature when 1 gram of B is dissolved, its vapor pressure is reduced to the vapor pressure of a pure liquid A is 10 torr, and at the same temperature when 1 gram of B salt is dissolved in 20 grams of A, its vapor pressure is reduced to 9 torr. If the molecular mass of A is 200 AMU, then the molecular mass of B is. Okay, എല്ലാവരും നോക്കുക മക്കളെ, എല്ലാവരും നോക്കുക. 10 minus 9 by 10 അല്ലെങ്കിൽ 10 minus 9 by 9 തന്നെ ഇടാം. നമ്മുടെ ആ യൂഷ്വൽ ഫോർമുല ഉണ്ടല്ലോ, ഏത്? P0 A minus PA by PA is equal to NB by NA. അതിവിടെ അങ്ങോട്ട് പ്രയോഗിച്ചാൽ മതി. P0 A 10 ആണ്. 10 minus 9 by 9 is equal to number of moles of B എത്രയാ? Number of moles of B എത്രയാ? Given mass by molar mass of B. Number of moles of A എത്രയാ? Given mass by molar mass. So MB എത്ര വരും മക്കളെ? MB will be how much? This will be 1 by 10. That is equal to 90 വരും. MB will be equal to 90. Got it? ഈ ഫോർമുലയുടെ ഗുഡ് ടെൻസ് മനസ്സിലായില്ലേ? ഈ ഫോർമുല അത്രയ്ക്ക് ഇഫക്റ്റീവാ മക്കളെ. ഈ ഫോർമുല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് വേണ്ട. വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഈ ഫോർമുല ബൈ പി എ എന്നുള്ള ഫോർമുല ക്യാൻ ഓൾവേസ് ബി യൂസ്ഡ്. മനസ്സിലായല്ലോ മക്കളെ? ഗോട്ട് ഇറ്റ്? നമുക്കപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എന്താണ് മക്കളെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ പറയുന്നത്? That delta TB is equal to KB into molality. Delta TB is directly elevation in boiling point. നമ്മളൊരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. The increase in boiling point is equal to ebullioscopic constant into molality. മൊളാലിറ്റിയുടെ ഫോർമുല നമുക്ക് വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം. WB by WA into 1000 by MB. Got it? ഇവിടെ നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടും കിട്ടും. മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിന് ഒരു ഫോർമുല കിട്ടും മക്കളെ. ഇവിടെ MBയുടെ ഫോർമുല എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടാൽ മതി. ഡെൽറ്റ TBനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതായത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് അൺനോൺ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാവുന്ന ഫോർമുലയാണ് മക്കളെ. ദർ ഇസ് നത്തിങ് മച്ച് ഇൻ ഇറ്റ്. മൊളാലിറ്റിയുടെ ഫോർമുല ഇതാണ്. ഇത് ഞാനിവിടെ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. KB എന്നത് എബ്യൂലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സോൾവെന്റ്. KBയുടെ ഫോർമുല എന്താണെന്നറിയാലോ മക്കളെ? മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻറ്റു R ഇൻറ്റു ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ് ദ ഹോൾ സ്ക്വയർ ബൈ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഇൻറ്റു 1000. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. R ഇൻറ്റു T0 B the whole square by 1000 into LV. LV എന്നത് latent heat of vaporization ആണ്. LV is latent heat of vaporization, which is nothing but enthalpy of vaporization by MA. ഈ MAനെ താഴത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് LV കിട്ടുകൂടാ. അത്രേ ഉള്ളൂ. Got it? Rന്റെ വാല്യൂ 8.314 joules Kelvin raised to -1 mole raised to -1 ആണ്. അല്ലെങ്കിൽ 2 calories Kelvin raised to -1 mole raised to -1. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതുകൊണ്ടാണ് ഈ ഫോർമുലാസ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വാൻറ്റോ ഫാക്ടർ വെച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ TB is equal to I into KB into M അല്ലേ? മോളിക്കുലാർ മാസ് ആണെങ്കിൽ I into KB into WB into 1000 by WA into delta TB. ഒന്നുമില്ല, മൊളാലിറ്റിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ഒന്നുമില്ല മക്കളെ, മൊളാലിറ്റിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ഞാനിവിടെ മൊളാലിറ്റിയുടെ ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ എനിക്കിത് കിട്ടി. എന്നിട്ട് മോളിക്കുലാർ മാസിൻ്റെ ഫോർമുല ഇട്ടു. ഓക്കെ, I stands for Van't Hoff factor.
എല്ലാവരും നോക്കുക, സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളാർ ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ഫോർ വാട്ടർ 0.513. When 0.1 mole of sugar is dissolved in 200 grams of water, the solution boils under a pressure of 1 atm at. നമുക്കറിയാം ഡെൽറ്റ ടി ബി is equal to കെ ബി എത്രയാ 0.513 into molality എത്രയാ? Molality is number of moles by weight of solvent in kilogram. Number of moles എത്രയാ? 0.1. Weight of solvent in kilogram എത്രയാ? 200 grams നെ 0.2 എഴുതുക. So this will be equal to 0.256. Delta TB 0.256. Actual boiling point of water എത്രയാ? 100. So 100 plus 0.256, 100.256 degree Celsius വരും. Okay മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. If the elevation in boiling point of a solution of 10 grams of solute in 100 grams of water is delta TB, the ebullioscopic constant of water is 10 grams of solute of molecular weight 100. നമുക്കറിയാം മക്കളെ, ഡെൽറ്റ ടി ബി is equal to kb into molality. അല്ലേ മക്കളെ? സോ കെ ബി എന്തായി? ഡെൽറ്റ ടി ബി ബൈ മൊളാലിറ്റി. ഡെൽറ്റ ടി ബി ബൈ മൊളാലിറ്റി. മൊളാലിറ്റി എത്രയാ വരിക അവിടെ? മൊളാലിറ്റി എത്രയാ? നമ്പർ ഓഫ് മോൾസ് എത്രയാ? 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 100 ഡിവൈഡഡ് ബൈ എത്രയാ മക്കളെ വരിക? 0.1 അല്ലേ? Weight of solvent in kilogram. So that is equal to 0.1 divided by 0.11. So that means KB is equal to delta TB. 3 ആണ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. പക്ഷേ ഇതൊക്കെ എക്സാമിനേഷൻ ഹാളിൽ എഴുതാൻ പറ്റണം. അതായത് 30 ചാപ്റ്റർ കെമിസ്ട്രി, 30 ബയോളജി, ഫിസിക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓർത്ത് വെക്കണം. ടക്ക് വരണം. അതിന് പ്രാക്ടീസ് വേണം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് പഠിച്ചപ്പോഴും നമുക്ക് പാടായിരുന്നു. നമ്മൾ ആദ്യം അഡീഷൻ പഠിച്ചപ്പോൾ പാടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ പാടായിരുന്നു, ഡിവിഷൻ പഠിച്ചപ്പോൾ പാടായിരുന്നു. പക്ഷെ അതൊക്കെ പ്രാക്ടീസ് കാരണം ഇറ്റ് ബിക്കെയിം ഈസി. നമ്മൾ ആദ്യം സൈക്കിൾ ഓട്ടിയപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പുഷ് ഇല്ലാതെ നമുക്ക് ചവിട്ടാൻ തന്നെ പറ്റില്ലായിരുന്നു. എത്രയോ പ്രാവശ്യം വീണു. പക്ഷെ ഇപ്പം നിങ്ങൾ പുല്ല് പോലെ ഓടിക്കും. എന്തുകൊണ്ടാ? പ്രാക്ടീസ്. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഈ 2 കൊല്ലം കൊണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഉള്ള ടൈം കൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് ഫ്ലോയിൽ വരുത്താൻ നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്. എക്സാക്ട്ലി മറ്റേ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിന്റെ അനിയനായിട്ട് വരും. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. നമ്മളൊരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, അതേപോലെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. സോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. ഡെൽറ്റ ടി എഫ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഇട്ടാൽ നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടും. അതേപോലെ തന്നെ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഈ ഒരു ഫോർമുല വെച്ചിട്ട് കണ്ടെത്താം. പക്ഷേ നമ്മൾ കറക്ഷൻ ഫാക്ടർ കെ എഫിൻ്റെ ഫോർമുല ആദ്യം പറയാം. കെ എഫ് ഇസ് ഈക്വൽ ടു എം എ ഇൻറ്റു ആർ ഇൻറ്റു ടി നോട്ട് എഫ് ദ ഹോൾ സ്ക്വയർ ബൈ 1000 ഇൻറ്റു ഡെൽറ്റ എച്ച് ഓഫ് ഫ്യൂഷൻ. ഓക്കെ മക്കളെ, ഫൈൻ. ഇപ്പുറത്താണെങ്കിൽ ആർ ഇൻറ്റു ടി നോട്ട് എഫ് ബൈ 1000 ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ടി നോട്ട് എഫ് ദ ഹോൾ സ്ക്വയർ വരും കേട്ടോ. ഓക്കെ മക്കളെ, ഇത് കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യുകയാണെങ്കിലോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. എം ബി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ ഇൻറ്റു ഡെൽറ്റ ടി എഫ്. ഓർത്ത് വയ്ക്കുക. ഗോട്ട് ഇറ്റ്? ഫൈൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് 15 grams of a solute in 100 grams of water makes a solution that freezes at -1 degree Celsius, then 30 grams of the same solute in 100 grams of water will make a solution that freezes at 15 grams of a solute in 100 grams of water makes a solution that freezes at -1. Then 30 grams of the same solute in 100 grams of water. മക്കളെ, നമുക്കറിയാം delta TF is directly proportional to molality. അല്ലേ? ഇവിടെ ആദ്യത്തേല് ഡെൽറ്റ ടി എഫ് എത്രയാണ് വന്നത്? -1 ഡിഗ്രി സെൽഷ്യസ് ആക്ച്വൽ ഫ്രീസിംഗ് പോയിന്റാ. 0ൽ നിന്ന് -1, അതായത് ഡെൽറ്റ ടി എഫ്, ആദ്യത്തെ ഡെൽറ്റ ടി എഫ് എത്രയാ? 1 ആണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരുന്ന 15 grams ഓഫ് സൊല്യൂട്ട് ആണ്. നമ്മളത് ഡബിൾ ചെയ്ത് 30 grams ആക്കി. നമ്മൾ ഡബിൾ ചെയ്ത് 30 grams ആക്കി, വേറൊരു മാറ്റവും ഇല്ല. അപ്പോൾ മൊളാലിറ്റി ഡബിളായി. മൊളാലിറ്റി ഡബിൾ ആവുമ്പോൾ ഡെൽറ്റ ടി എഫ് ഡബിൾ ആവും. അത്ര ഓർത്താൽ മതി, ഇതിൽ ഇത്ര വലിയ കാൽക്കുലേഷൻ വേണ്ട. മൊളാലിറ്റി ഡബിൾ ആവുമ്പോൾ ഡെൽറ്റ ടി എഫ് ഡബിൾ ആവും. സോ ബേസിക്കലി ഡെൽറ്റ ടി എഫ് ഡബിൾ ആവുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് 0-ൽ നിന്ന് -2-ലേക്ക് എത്തും. ഡെൽറ്റ ടി എഫ് എന്തായിരിക്കും? ഡെൽറ്റ ടി എഫ് എന്തായിരിക്കും? ഡെൽറ്റ ടി എഫ് വിൽ ബി ഈസ് ഈക്വൽ ടു 2. സോ 0 - 2 ഡിഗ്രി സെൽഷ്യസ് വരും. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? അടുത്ത നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിലേക്ക് പോകാം. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നറിയാലോ? ഓസ്മോസിസ് എന്താണെന്നറിയാലോ? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, സൊല്യൂഷനും സോൾവെൻറ്റും, അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷനും ഹയർ കോൺസെൻട്രേഷൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് ഇൻ ദിസ് ഇസ് ലോവർ കോൺസെൻട്രേഷൻ, ദിസ് ഇസ് ഹയർ കോൺസെൻട്രേഷൻ. ഓൾവേസ് സോൾവെൻറ്റ് മൂവ്സ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. അതായത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ സോൾവെൻറ്റ് ബേസിക്കലി സെമി പെർമിയബിൾ മെംബ്രെയിനിൽ നിന്ന് സൊല്യൂഷനിലേക്ക് വരും. അതായത് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് എന്ന റീജിയനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് എന്ന റീജിയനിലേക്ക് പോകും. അതാണ് ഓസ്മോസിസ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? ദ പ്രഷർ, ദ എക്സ്ട്രാ പ്രഷർ ദാറ്റ് വി ഹാവ് ടു അപ്ലൈ ഓവർ ഹിയർ ടു ജസ്റ്റ് റെഡ്യൂസ് ഓർ ടു ജസ്റ്റ് സ്റ്റോപ്പ്, റെഡ്യൂസ് അല്ല, ടു ജസ്റ്റ് സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് സൊല്യൂഷന്റെ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്, ദ എക്സ്ട്രാ പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. സൊല്യൂഷന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ എക്സ്ട്രാ അപ്ലൈ ചെയ്യുന്ന പ്രഷർ. രണ്ടിനും ഓൾറെഡി PATM ഉണ്ട്. നമ്മൾ എക്സ്ട്രാ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമല്ലോ, നമ്മൾ എക്സ്ട്രാ ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം ഇവിടെ. അതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ മക്കളെ, എല്ലാവരും നോക്കുക. ഓസ്മോട്ടിക് പ്രഷറിന്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? പൈ വി ഈസ് ഈക്വൽ ടു NRT, പൈ ഈസ് ഈക്വൽ ടു N/V NRT. ഓക്കെ, N/V എന്ന് പറയുമ്പോൾ മൊളാരിറ്റി ആണ്. സോ പൈ ഈസ് ഈക്വൽ ടു CRT. പൈ ഈസ് ഈക്വൽ ടു CRT വരും അല്ലേ മക്കളെ? C is the molarity. So pi can be written as മൊളാരിറ്റിക്ക് പകരം ഫോർമുല എഴുതുകയാണ്. ഏത്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ല, നമ്പർ ഓഫ് മോൾസിന്റെ ഫോർമുലയും കൂടി. നമ്പർ ഓഫ് മോൾസിന്റെ ഫോർമുലയും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ WB/MB. WB/MB ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. അപ്പോൾ അതിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം, എന്നാലേ ലിറ്റർ ആവുള്ളൂ. കാര്യം മൊളാരിറ്റി എന്ന് പറയുമ്പോൾ വോളിയം ലിറ്റർ ആണ്. അപ്പോൾ 1000 മേളിലേക്ക് പോകും ഇൻറ്റു RT. ഈ ഫോർമുല ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട, ഇത് ഈ ഫോർമുലയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന. സർ അവിടെ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ ഫൈൻ. ഈ ഒരൊറ്റ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, അതാണ് സർ ഇവിടെ കൊടുത്തത്. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസസ് ഓഫ് മാക്രോ മോളിക്യൂൾസ് സച്ച് ആസ് പ്രോട്ടീൻസ് ആൻഡ് പോളിമേഴ്സ്. ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചും മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടെത്താം. പക്ഷേ യൂഷ്വലി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഈ MBനെ എടുത്ത് എനിക്ക് ഇങ്ങോട്ട് തട്ടാം, എന്നിട്ട് പൈയുടെ വാല്യൂ ഇങ്ങോട്ട് തട്ടാം. അപ്പോൾ MBയുടെ വാല്യൂ നമുക്ക് കിട്ടും. പൈയുടെ വാല്യൂ നമുക്ക് എക്സ്പെരിമെൻ്റ് വെച്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്കൊരു അൺനോൺ സൊല്യൂട്ട് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു സയൻറ്റിസ്റ്റാണ്, ഞാനൊരു സൊല്യൂട്ട് കണ്ടെത്തി, അതിൻ്റെ മോളിക്കുലർ മാസ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ അതിനെ ഒരു വെള്ളത്തിലിട്ടിട്ട്, ഒരു നോൺ എമൗണ്ട് ഓഫ് വെള്ളത്തിലിട്ട് അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് ഡിവൈസസ് ഉണ്ട്. പൈ കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ പൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് MBയുടെ ഈ ഫോർമുല ഇട്ടിട്ട് MBയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കാര്യം പൈയുടെ വാല്യൂ ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട്. വാൻറ്റോ ഫാക്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു ICRT. വാൻറ്റോ ഫാക്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു ICRT. ഇനി മക്കളെ, വാൻറ്റോ ഫാക്ടർ എല്ലാത്തിൻ്റെയും ഒരു കറക്ഷൻ ഫാക്ടർ ആണെന്ന് അറിയാലോ. വാൻറ്റോ ഫാക്ടർ എല്ലാത്തിൻ്റെയും ഒരു കറക്ഷൻ ഫാക്ടർ ആണെന്ന് അറിയാലോ. എല്ലാവരും നോക്കിക്കേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് I into KB. Elevation in boiling point is I into KB into M. Depression in freezing point is I into KF into M. I into KF ആണ് ഇവിടെ. I into KF into M. I into KF into M. KF ആണ് ഇവിടെ. Pi is equal to ICRT. ഈ I എന്താണ്? വാൻറ്റോ ഫാക്ടർ. വാൻറ്റോ ഫാക്ടറിന്റെ ഫോർമുല എന്താണ്? ഞാൻ ഡിറൈവ് ചെയ്തും കാണിക്കുന്നില്ല. ഫോർ ഡിസോസിയേഷൻ നടക്കുന്ന സമയം, ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ട് പൊട്ടി ഒന്നിൽ കൂടുതൽ
സബ്സ്റ്റൻസ് സ്പീഷീസ് ആയിട്ട് മാറുന്നു, അയോൺസ് ആയിട്ട് മാറുന്നു. ഡിസോസിയേറ്റ്, NaCl പൊട്ടി Na+Cl-, MgCl പൊട്ടി Mg2++ 2Cl-. ഓക്കെ, ഡിസോസിയേഷൻ നടക്കുമ്പോൾ വാൻ ടോ ഫാക്ടർ ഇസ് 1 പ്ലസ് ആൽഫ ഇൻറ്റു n-1. ആൽഫ എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇത് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ആൽഫയുടെ ഫോമുല കിട്ടും I-1/n-1. ഇനി ഫോർ അസോസിയേഷൻ I is equal to 1 plus alpha into 1/n-1. ആൽഫ ഇൻറ്റു 1/n-1. ആൽഫ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ I-1/1/n-1 എന്ന് കിട്ടും. അപ്പം നിങ്ങൾ ചോദിക്കും സാർ n എന്താണ്? ഇവിടെ n is nothing but number of cations plus number of anions in one molecule. Number of cations plus number of anions in one molecule. അതായത് ഫോർ എക്സാമ്പിൾ NaCl എടുക്കുകയാണ്, 2 ആയിരിക്കും എൻ്റെ വാല്യൂ. AlCl3 എടുക്കുകയാണ്, 4 ആയിരിക്കും. 1 അലൂമിനിയം 3 ക്ലോറിനും. അപ്പം n എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് കാറ്റോൺസ് പ്ലസ് നമ്പർ ഓഫ് ആനോൺസ്. ഇവിടെ n എന്താണെന്നറിയോ? ഇവിടുത്തെ n എന്ന് പറയുമ്പോൾ n is equal to 2 ഫോർ ഡൈമറൈസേഷൻ. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ മോളിക്യൂൾ കൂടിച്ചേർന്നതാണ്. n is equal to 3 ഫോർ ട്രൈമറൈസേഷൻ. n is equal to 4 ഫോർ ടെട്രാമറൈസേഷൻ. ടെട്രാമർ 4, അതായത് 4 മോളിക്യൂൾസ് ഒരുമിച്ച് കൂടുമ്പോൾ. ഗോട്ട് ഇറ്റ്? അപ്പം എന്നിൻ്റെ വാല്യൂ രണ്ടിടത്തും നോക്കണം. മറ്റേടത്ത് n എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ പൊട്ടി എത്ര കാറ്റോൺസും ആനിയോൺസും തരുന്നു. ഇവിടെ n എന്ന് പറയുമ്പോൾ എത്ര മോളിക്യൂൾസ് കൂടിയിട്ടാണ് ഒന്നാവുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. K2HgI4 is 40% ionized in aqueous solution. The value of its Van 't Hoff factor is. The value of its Van 't Hoff factor is. മക്കളെ ഡയറക്റ്റ് ഫോമുല ആപ്ലിക്കേഷൻ ആണ് മക്കളെ. K2HgI4 എങ്ങനെ പൊട്ടുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. K2HgI4 പൊട്ടുമ്പോൾ നമുക്ക് 2 K പ്ലസും ഒരു HgI4 2- കിട്ടും. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഫൈൻ. സോ n വാല്യൂ എന്താണ്? n വാല്യൂ വിൽ ബി ഈക്വൽ ടു 3. അപ്പോൾ I വാല്യൂ എന്താണ്? I is equal to 1 plus alpha into n-1. That is 1 plus ആൽഫ എന്താണ്? 40%, അതായത് 0.4 ഇൻറ്റു n-1 എന്ന് പറയുമ്പോൾ 3 - 1, 2 കാറ്റയോണും ഒരു ആനയോണും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The osmotic pressure of a dilute solution of an ionic compound XY in water is 4 times that of a solution of 0.01 molar BaCl2 in water. Assume complete dissociation of the given ionic compounds in water. The concentration of XY is. മക്കളെ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ ഓഫ് XY is equal to 4 times osmotic pressure of BaCl2. അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് XY എന്ന് പറയുമ്പോൾ എന്താണ്? വാൻ 't Hoff ഫാക്ടർ ഓഫ് XY. വാൻ 't Hoff ഫാക്ടർ ഓഫ് XY എന്താ? എക്സും വൈയും. കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുമ്പോൾ ഇവിടെ ആൽഫ 1 ആയിരിക്കും. കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ 1 ആണെങ്കിൽ I is equal to n. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുമ്പോൾ അസോസിയേഷൻ നടക്കുമ്പോൾ ആൽഫ 1 ആയിരിക്കും. ആൽഫ 1 ആണെങ്കിൽ I is equal to 1/n. അപ്പം എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവിടെ ഫോമുല എന്തായിരിക്കും? പൈ XY എന്ന് പറയുമ്പോൾ 2, വാൻ 't Hoff ഫാക്ടർ 2. ഓക്കെ, കോൺസെൻട്രേഷൻ എന്താണ്? കോമ്പൗണ്ട് ഇൻ വാട്ടർ 4 times that of a കോൺസെൻട്രേഷൻ ആണ് വേണ്ടത്. അപ്പൊ 2 into C into RT is equal to ഇപ്പുറത്ത് 4 into BaCl2ന്റെ എത്രയാ? വാൻ 't Hoff ഫാക്ടർ എത്രയാ വരുന്നത്? 3 ആണ്. ഇൻറ്റു 4 into 3. 4 എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ്സ് 4 times. 3 വാൻ 't Hoff ഫാക്ടർ ഇൻറ്റു കോൺസെൻട്രേഷൻ എത്രയാ? 0.01 ഇൻറ്റു RT. അപ്പോൾ RT ക്യാൻസൽ ആയി പോയി. സിയുടെ വാല്യൂ എത്രയാ വരുന്നത്? 12.12.06 അല്ലേ? 0.06, അതായത് 6 into 10⁻². ഓക്കെ മക്കളെ, ആണല്ലോ.
Got it? അടുത്ത question നോക്കാം. The freezing point of benzene decreases by 0.45 degrees Celsius when 0.2 grams of acetic acid is added to 20 grams of benzene. If acetic acid associates to form a dimer in benzene, percentage association of acetic acid in benzene will be. Percentage association of acetic acid in benzene will be. Percentage association ആണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. Percentage association. Again, direct formula question ആണ്. Direct formula question ആണ് മക്കളെ. Direct formula question ആണ്. എല്ലാവരും നോക്കുക. Freezing point decreases by 0.45. അതായത് ഡെൽറ്റ ടി എഫ് എത്രയാണ്? ഡെൽറ്റ ടി എഫ് is 0.45. Delta TF is 0.45. So 0.45 is equal to KF എത്രയാണ്? KF 5.12 എന്ന് വന്നിട്ടുണ്ട്. 5.12 into I വേണം കേട്ടോ. ഐയുടെ വാല്യൂ ഇടാൻ മറക്കരുത്. നമുക്ക് ആദ്യം വേണ്ടത് ഐയുടെ വാല്യൂ ആണ്. ഐയുടെ വാല്യൂ കിട്ടിയാലേ ആൽഫ കണ്ടെത്താൻ പറ്റുള്ളൂ. സോ I into 5.12 into 0.2 grams of acetic acid എന്ന് പറയുമ്പോൾ മൊളാലിറ്റി എന്തായിരിക്കും? 0.2 divided by 60 is number of moles. Number of moles divided by weight of solvent in kilogram. Weight of solvent in kilogram 0.02 ആയിരിക്കും. അല്ലെ, 20 grams of benzene എന്ന് പറയുമ്പോൾ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 0.02 ആയിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഐയുടെ വാല്യൂ കിട്ടും. ഐയുടെ വാല്യൂ വരാൻ പോകുന്നത് 0.527 ആണ്. ഐയുടെ വാല്യൂ വരാൻ പോകുന്നത് 0.527 ആണ്. എന്നിട്ട് നിങ്ങൾ മറ്റേ ഫോമുല അപ്ലൈ ചെയ്യുക. ഏത്? ആൽഫയുടെ ഫോമുല. നമുക്കറിയാം I is equal to 1 plus 1 by n into I is equal to 1 plus alpha into 1 by n. 1 by n എന്ന് പറയുമ്പോൾ ഇവിടെ n ന്റെ വാല്യൂ എത്ര? ഡൈമറൈസേഷൻ അല്ലേ? 1/2 minus 1. That means I is equal to 1 minus alpha by 2. ഐയുടെ വാല്യൂ 0.527. 1 minus alpha by 2 equal to 0.527 എന്ന് വരും. ഫൈനൽ ആൻസർ കിട്ടാൻ പോകുന്നത്, ആൽഫയുടെ വാല്യൂ കിട്ടാൻ പോകുന്നത് 0.946 ആണ്. ആൽഫയുടെ വാല്യൂ കിട്ടാൻ പോകുന്നത് 0.946 ആണ്. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ this will be the answer. ഓക്കെ മക്കളെ? ഓക്കെ ആണോ? എല്ലാവരും നോക്കിക്കേ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. Assuming each salt to be completely dissociated, which of the following will have highest osmotic pressure? നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ. എല്ലാവരും നോക്കുക. നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ എന്നാൽ I into CRT ആണ്. ഇവിടെ RT സെയിം ആയിട്ടാണ് വരുന്നത്. അതായത് ടെമ്പറേച്ചർ സെയിം ആയിട്ട് എടുക്കണം. കോൺസെൻട്രേഷനും സെയിം ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ? എല്ലാം ഡെസിമോളാർ ആണ്. കോൺസെൻട്രേഷൻ ഇസ് ദ സെയിം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഐ വാല്യൂ. ഏറ്റവും കൂടുതൽ ആദ്യമാണ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ അല്ല. അപ്പോൾ അലൂമിനിയം സൾഫേറ്റിന്റെ 2 കാറ്റയോൺ 3 ആനയോൺ 5 വരും. BaCl2 3 വരും. Na2SO4 3 വരും. NaCl 2 വരും. അപ്പോൾ 1 വരും ആൻസർ ആയിട്ട്. ഓക്കെ ഫൈൻ. ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ പോകുന്നത് Al2SO4 thrice ആയിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇത് നോക്കാം. The relationship between osmotic pressure at 273 Kelvin when 10 grams glucose, 10 grams urea and 10 grams sucrose are dissolved in 250 milliliter of water. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എല്ലാവരും നോക്കിയേ. ഓസ്മോട്ടിക് പ്രഷർ is nothing but I into C into R into T. C എന്നാൽ എന്താണ്? മൊളാരിറ്റി ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം into R into T. That means osmotic pressure is nothing but I into number of moles of solute എന്ന് പറയുമ്പോൾ WB by MB into volume into R into T. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ, WB കോൺസ്റ്റന്റ്, V കോൺസ്റ്റന്റ്, R T കോൺസ്റ്റന്റ്, I കോൺസ്റ്റന്റ് ആണെങ്കിൽ pi is inversely proportional to molecular mass of solute. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്. കാര്യം എന്താ? വെയിറ്റ് 3 എണ്ണത്തിൻ്റെയും സെയിം ആണ്, 10 ഗ്രാം.
വോളിയം 250 milliliter ഓഫ് വാട്ടർ, അതും സെയിം ആണ്. സോൾവെന്റിന്റെ വോളിയം ആറും ടീയും സെയിം ആണ്. സോ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആരുടെയാണോ ഏറ്റവും കുറവ് അവനായിരിക്കും ഏറ്റവും കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ. ഏറ്റവും കുറവ് മോളിക്കുലർ മാസ് ആരുടെയാ? യൂറിയയുടെയാണ്. അപ്പോൾ P2 വിൽ ബി ദ ഗ്രേറ്റസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആദ്യ വരുന്നത് ഗ്ലൂക്കോസിന്റെ P1, അത് കഴിഞ്ഞിട്ട് സൂക്രോസ്. സോ P2 ഗ്രേറ്റർ ദാൻ P1 ഗ്രേറ്റർ ദാൻ P3. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? എല്ലാവരും നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സൊല്യൂഷൻ എ ഇസ് ternary. Ternary എന്ന് പറയുമ്പോൾ it splits into 3 ions. And solution B is non-electrolyte. If 0.1 molar solution of solute B produce an osmotic pressure of 2P, then 0.05 molar solution of A at the same temperature will produce an osmotic pressure equal to. എല്ലാവരും നോക്കിക്കേ മക്കളെ, pi of B, osmotic pressure of B എത്രയാ? 2P ആണ്, which is nothing but non-electrolyte അല്ലേ? അപ്പൊ I is equal to 1. I is equal to 1 into 0.1 into RT. Pi A എത്രയാണ്? Pi A എന്ന് പറയുമ്പോൾ എത്രയാണ്? Pi A എന്ന് പറയുമ്പോൾ ternary അല്ലേ? അപ്പോൾ that will be equal to 3 ആയിരിക്കും number of ions into 0.05 into R into T. Okay മക്കളെ, ഫൈൻ. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് ഈക്വൽ ടു 2P. അപ്പോൾ ഇത് എത്രയായിരിക്കും മക്കളെ? 0.1 into RT 2P ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും മക്കളെ? നമുക്ക് വേണമെങ്കിൽ ഇത് 2P by pi A is equal to LHS by LHS ചെയ്യുക, RHS by RHS ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 by 3 എന്ന് കിട്ടുമല്ലേ? 2 by 3 എന്ന് കിട്ടുമല്ലേ? 2 by 3 എന്ന് കിട്ടും. 2 by 3. So basically pi A എത്രയായിരിക്കും? Pi A will be equal to 3P. 2 ക്യാൻസൽ ആയി പോകും, 3P ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ടക്കുന്ന് കോൺസെൻട്രേഷൻ ടേംസ് ഒന്ന് ഓടിച്ച് കാണാം മക്കളെ. കോൺസെൻട്രേഷൻ ടേംസിൽ നിന്നാണ് ശരിക്കും തുടങ്ങേണ്ടത്. പക്ഷേ നമ്മളിത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഡീൽ ചെയ്തുകൊണ്ട് സാർ ഇത് ലാസ്റ്റിലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. കോൺസെൻട്രേഷൻ ടേംസ് ഏതൊക്കെയാണ് മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്? വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇസ് W2 by WS എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. W2 എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, WS എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അതേപോലെ വെയിറ്റ് ബൈ വോളിയം ആണെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. VS എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ബൈ വോളിയം ആണെങ്കിൽ വോളിയം ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതേപോലെ PPM ആണെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁶. PPB ആണെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁹. PPM വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10⁴ is equal to PPM. ഈ കൺവേർഷൻ അറിയാലോ മക്കളെ. വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് തന്നുണ്ട്, ഇപ്പോൾ 20 ആണെന്ന് തന്നുണ്ട്. PPM ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 20 ഇൻറ്റു 10⁴ കഴിഞ്ഞു. ഗോട്ട് ഇറ്റ്? ഫൈൻ. അതേപോലെ PPB ആണെങ്കിൽ 20 ഇൻറ്റു 10⁷ ചെയ്യേണ്ടി വരും. അതായത് വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10⁷. Weight by weight percentage into 10⁴ is PPM. Weight by weight percentage into 10⁷ is PPB. Okay. Molarity ആണെങ്കിൽ number of moles of solute by volume of solution in liters. Molality ആണെങ്കിൽ number of moles of solute by weight of solvent in kilogram. Mole fraction ആണെങ്കിൽ നമുക്കറിയാം number of moles of solute by total number of moles. ഇതിൽ which are the temperature dependent concentration terms? Temperature dependent concentration terms ആരൊക്കെയാ? എവിടെയൊക്കെ വോളിയം ഇൻവോൾവ് ആണോ, ഇവൻ പിന്നാരാ ഇവന്മാരൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ്. കാര്യം ടെമ്പറേച്ചർ മാറുമ്പോൾ വോളിയം മാറുന്നു. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കൺവേർഷൻസ് ഉണ്ട്. നമ്മളിത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഓൾറെഡി ഡീൽ ചെയ്താണ്, അതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് വെച്ചത്.
നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കേ, നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, മോളാർ മാസ് ഓഫ് സോൾവെന്റ് തന്നിട്ടുണ്ട്, മൊളാലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൊളാലിറ്റി ഈസ് ഈക്വൽ ടു Chi2 × 1000 by Chi1 × M1. Chi2 എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. Chi1 എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്. M1 എന്താണ്? മോളാർ മാസ് ഓഫ് സോൾവെന്റ്. ഡയറക്റ്റ് കൺവേർഷൻ ആണ്, ഓർത്തിരിക്കുക. Chi2 തന്നിട്ടുണ്ട്, Chi2 തന്നിട്ടുണ്ടെങ്കിൽ Chi1 എന്തായാലും കണ്ടുപിടിക്കാം. M1 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഇത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 × M by 1000 × D minus M × M2. ഇതിൽ M എന്ന് ഉദ്ദേശിക്കുന്നത് മൊളാരിറ്റി ആണ്, D എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ആണ്, M2 ഇസ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. സോ ബേസിക്കലി മൊളാരിറ്റിയും ഡെൻസിറ്റി ഓഫ് സൊല്യൂഷനും തന്നിട്ടുണ്ടെങ്കിൽ മൊളാലിറ്റി കണ്ടെത്താം. അതേപോലെ തന്നെ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 10 × ഡെൻസിറ്റി × weight by weight percentage by molar mass of solute. M2 എന്ന മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, D is density, weight by weight percentage. ഈ ലാസ്റ്റ് വൺ മാത്രം പലർക്കും പരിചയമില്ലാത്ത ഒരെണ്ണമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്, സർ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന്. ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദ ഡെൻസിറ്റി ഓഫ് എ 3.6 മോളാർ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ദാറ്റ് ഇസ് 29% H2SO4 by mass will be. നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ കുട്ടന്മാരെ, നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ മൊളാരിറ്റി ഇസ് ഈക്വൽ ടു 10 × ഡെൻസിറ്റി × 10 × ഡെൻസിറ്റി × weight by weight percentage by molecular mass of solute. അപ്പോൾ മോളിക്കുലർ ഡെൻസിറ്റിയുടെ ഫോർമുല എന്താ? മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ 10 × weight by weight percentage. എൻ്റെ പൊന്നു മക്കളെ, weight by weight percentageൽ ഇൻറ്റു 100 ഒന്നും ചെയ്യണ്ട, ആ വാല്യൂ അപ്പാടെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ മൊളാരിറ്റി എന്താ കുട്ടന്മാരെ? മൊളാരിറ്റി എന്താ വരിക? 3.6. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 98 ഡിവൈഡഡ് ബൈ 10 × weight by weight percentage എത്രയാ? weight by weight percentage എത്രയാ? 29. ഓക്കെ മക്കളെ, ഓക്കെ ആണോ? ആൻസർ വരാൻ പോകുന്നത് 1.22 ആണെന്ന് തോന്നുന്നു. 3.6 × 98 1.22 ആണ് ആൻസർ. 1.22 ആണോടാ കുട്ടന്മാരെ ആൻസർ വരിക? വോളിയം ബൈ വെയിറ്റ് ബൈ വെയിറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല മിഥുല, അല്ല കൂട്ടാ. വെയിറ്റ് ബൈ വെയിറ്റിൽ വെയിറ്റ് അല്ലേ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ലല്ലോ. വെയിറ്റ് മാസ് ഒരിക്കലും ടെമ്പറേച്ചറായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ലല്ലോ കൂട്ടാ. ഓക്കെ ഫൈൻ. ബില്യൺ 10⁻9 ആണ്. 10⁻9 അല്ല ഞാൻ ഇവിടെ കൊടുത്തത്. പി പി ബിയുടെ എത്ര കൊടുത്തിരുന്നത്? PPB 10⁻9. ഞാൻ പറഞ്ഞത് കൺവേർഷന് വേണ്ടിയിട്ടാടാ മക്കളെ. എടാ കുട്ടന്മാരെ, ഞാൻ കൺവേർഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞു. ഇപ്പോൾ PPB നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. എടാ മുത്തേ, PPB നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10⁻7. വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജിൽ നിന്ന് PPB കണ്ടുപിടിക്കാൻ വോളിയം ബൈ വോളിയം വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10⁻7. PPB കണ്ടുപിടിക്കാൻ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10⁻7. PPM കണ്ടുപിടിക്കാൻ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10⁻4. ഓക്കേടാ മക്കളെ? സോ അതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ലോങ് ക്ലാസ് ആയിരുന്നു, പക്ഷെ നമ്മൾ എല്ലാ ടോപ്പിക്കും തൊട്ടു. ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് ചെയ്തു നോക്കാം മക്കളെ, ചെയ്തു നോക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡീമോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരൊറ്റ കൊല്ലം നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാൻഡ്, കൊമ്പന് നെറ്റിപ്പട്ടം കിട്ടിയ പോലത്തെ ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ഒരു നല്ല കോളേജ് എന്ന ബ്രാൻഡ്, എയിംസ്, ജിപ്മർ എന്ന ബ്രാൻഡ് നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഉണ്ടാവും. ഒരു നൈക്കി, അഡിഡാസ്, ബെൻസ് കാറൊക്കെ മേടിക്കണ പോലെയല്ല, ആ ബ്രാൻഡൊക്കെ കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. ഈ കോളേജ് എന്ന ബ്രാൻഡ് വിൽ ഓൾവേസ് 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 ബി ദെയർ ഫോർ യു, എപ്പോഴും, മരിക്കണവരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഇൽ മേക്ക് സെൻസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, എപ്പോഴാണെന്നറിയില്ല. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തീയോ ഒരു ലവോ ഇട്ടേടാ മക്കളെ. ഓക്കെ, so bye bye, love you guys.